ഹിന്ദുസ് പ്രധാനപ്പെട്ട ഒരു കമ്മ്യൂണിറ്റി അല്ലേ. ഒരു ഹിന്ദുക്കളെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു പെർമനൻറ്റ് മെമ്പർ ഉണ്ട്. അതെങ്ങനെയാണ് നമ്മൾ ഇതിനൊരു ഡെമോക്രാറ്റിക് ലോകത്ത് ഡെമോക്രസി നിലനിർത്തേണ്ട ഗ്യാരണ്ടർ ഓഫ് ഡെമോക്രസി എന്നുള്ളതാണ് ആരുടെ UN-ൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല. ഹിറ്റ്ലർ ശരിക്കും ഈ ബാങ്കേഴ്സിനെതിരെ യുദ്ധം ചെയ്തിരുന്നു, അല്ലെങ്കിൽ ഹിറ്റ്ലറിൻ്റെ ഫൈറ്റ് ഈ ബാങ്കേഴ്സിനെതിരായിരുന്നു. അത് ഹിസ്റ്ററിയിൽ നിന്നും നമുക്ക് വേണ്ടി നമ്മളെ ഹിസ്റ്ററിയിൽ നിന്ന് അവരെന്നെ മായ്ക്കപ്പെട്ടൊരു കാര്യമായിരുന്നു. ഒരു ഇറാഖിയെ സംബന്ധിച്ചിടത്തോളം സദ്ദാം ഹുസൈൻ എന്ന് പറഞ്ഞ ഒരു മോൺസ്ട്രസ് ഫിഗർ തന്നെയാണ്. ഇതിനോടൊരു ഇറാഖി പറഞ്ഞ കാര്യമാണ്, ഒരു മോൺസ്ട്രസ് ഫിഗറാണ്. ദ സെയിം ഈസ് വിത്ത് ഖദാഫി ഓൾസോ. ഒരുപാട് ആൾക്കാർ വന്ന് കമൻറ്റ് ചെയ്യുന്നു ഒക്ടോബർ 7-നെ കുറിച്ച് നിങ്ങൾ എന്താ ഉണ്ടാത്തത്, അല്ലെങ്കിൽ നിങ്ങൾ മുസ്ലിംസ് ആയതുകൊണ്ടല്ലേ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നത്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലും വരാൻ തുടങ്ങി. മുമ്പ് ഇതെല്ലാം ഫേസ്ബുക്കിൽ കുറച്ച് ഏജ്ഡായ ആൾക്കാരാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഒരുപാട് ജെൻസി 20s ആൾക്കാരെല്ലാം സംസാരിച്ചു. ഇറ്റ്സ് അമേരിക്കൻ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആൻഡ് ഹൂ റൺസ് ദ അമേരിക്കൻ എസ്റ്റാബ്ലിഷ്മെൻറ്റ്. അമേരിക്കൻ എസ്റ്റാബ്ലിഷ്മെൻറ്റിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്താവുന്ന ലോബിസ്റ്റുകൾ ആരാണോ, തിങ്ക് ടാങ്കുകൾ ആരാണോ, ഗ്രൂപ്പുകൾ ആരാണോ, അവർക്കായിരിക്കും ഗ്ലോബൽ പൊളിറ്റിക്സിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ഉണ്ടാകുക. അത്രയേ ഉള്ളൂ. എന്ന് വെച്ച് എവറിത്തിങ് ഈസ് ഡൺ ബൈ ദം. ഞങ്ങൾ കുറച്ച് മുമ്പ് ഇൻസ്റ്റഗ്രാമിലൊരു സ്റ്റോറി ഇട്ടിരുന്നു, ഞങ്ങൾ നാട്ടിൽ വരുന്നുണ്ട്, ആരെയാണ് ഗസ്റ്റായിട്ട് കൊണ്ടുവരേണ്ടത് എന്നുള്ളത്. ആ സ്റ്റോറിക്ക് റിപ്ലൈസ് കുറേ വന്നിരുന്നു, കുറേ ആൾക്കാർ കുറേ സജഷൻസ് തന്നിരുന്നു. അതിൽ കുറേ പേരുടെ പേര് വീണ്ടും റിപ്പീറ്റായി കേട്ടിരുന്നു. അതിലൊരാളാണ് നമ്മുടെ കൂടെ ഉള്ളത്, ദാവൂദ് സാഹിബ്. വെൽക്കം ടു ദ ഷോ. താങ്ക് യു ഫോർ ഹാവിംഗ്. ദാവൂദ് സാഹിബ്, ഞാൻ ആദ്യം തന്നെ ടോപ്പിക്കിലോട്ട് കടക്കുകയാണ്. യു എസിനോടുള്ളൊരു അപ്രോച്ച് മിഡിൽ ഈസ്റ്റേൺ കൺട്രീസിന് ഇപ്പോൾ ഒരു ഐ ഹാവ് ഫ്രണ്ട്സ് ഫ്രോം സിറിയ, ഇറാഖ്, ഫലസ്തീൻ. അവർക്കൊക്കെ അമേരിക്കനോട് ഒരു ശത്രുത ഉള്ള പോലെയാണ്, ഗവൺമെൻറ്റിനോട്, ആളുകളോടല്ല. ഇത് ഇതേപോലെ തന്നെ ആയിരുന്നോ പ്രീ വേൾഡ് വാർ 1 ടൈമിലൊക്കെ അമേരിക്കനോട് മുസ്ലിം രാജ്യങ്ങൾക്ക് അല്ലെങ്കിൽ അറബ് രാജ്യങ്ങൾക്ക് ഉള്ളൊരു അപ്രോച്ച്, അല്ലെങ്കിൽ അവരോടുള്ളൊരു പെരുമാറ്റ രീതി എന്ന് ഞാൻ പറയുന്നില്ല, അവരെ കാണുന്നൊരു രീതി, അതൊരു ദേഷ്യത്തോടുള്ളതായിരുന്നോ അതോ വേറെ രീതിയിലായിരുന്നോ, അതോ ഇസ്രായേൽ ഈ വാറിന് ശേഷം ഇസ്രായേൽ അമേരിക്ക ബന്ധം ഇങ്ങനെ ആയ ശേഷമാണോ ഈ അറബ് കൺട്രീസിനും മുസ്ലിം കൺട്രീസിനോടും അമേരിക്കനോടുള്ള അപ്രോച്ച് ഇങ്ങനെ മാറിയത്? അല്ലേ, നമ്മൾ ഈ മിഡിൽ ഈസ്റ്റ് കൺട്രീസ് എന്ന് പറയുന്നൊരു പ്രയോഗത്തിലൊരു പ്രശ്നമുണ്ട്. മിഡിൽ ഈസ്റ്റിൻ്റെ ഒരു ഡൈനാമിക്സ്, ബേസിക്കായ ഒരു ഡൈനാമിക്സ് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ മിഡിൽ ഈസ്റ്റ് കൺട്രീസ് എന്ന് പറയുമ്പോൾ മിഡിൽ ഈസ്റ്റ് റൂളേഴ്സ് ആൻഡ് ദ പോപ്പുലേഷൻ, അത് രണ്ട് അറ്റങ്ങളിൽ നിൽക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ്. അപ്പോൾ മിഡിൽ ഈസ്റ്റ് കൺട്രീസ് എന്ന് പറഞ്ഞാൽ ആ രാജ്യങ്ങൾ ഭരിക്കുന്ന ഭരണാധികാരികൾ അവരെപ്പോഴും അമേരിക്കയോട് ലോയലായിട്ടുള്ള ആളുകളാണ്. ബിക്കോസ് ദർ regime is under American guarantee എന്നുള്ളതാണ്. അപ്പോൾ അറബ് ലോകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നമ്മുടെ വൈരുദ്ധ്യം എന്ന് പറയുന്നത് അറബ് സ്ട്രീറ്റും അറബ് കോഡ്സും അല്ലെങ്കിൽ അറബ് റെജീംസും തമ്മിലുള്ള വൈരുദ്ധ്യമാണ്. അറബ് റെജീംസ് അവർ ചിന്തിക്കുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് അറബ് സ്ട്രീറ്റ് അല്ലെങ്കിൽ അറബ് പോപ്പുലേഷൻ ചിന്തിക്കുന്നത്. അപ്പം ഈ അറബ് പോപ്പുലസിന് വിരുദ്ധമായിട്ടുള്ള സമീപനം സ്വീകരിക്കുന്ന ഭരണാധികാരികൾ അവരെങ്ങനെയാണ് നിലനിൽക്കുന്നത്? അവർ നിലനിൽക്കുന്നത് അമേരിക്കൻ ഗാർഡിയൻഷിപ്പിലാണ്, അമേരിക്കയുടെ ഒരു പ്രൊട്ടക്ഷനിലാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അറബ് ഭരണാധികാരികൾ അത് ഏത് ആയിക്കോട്ടെ അവർ അമേരിക്കയ്ക്ക് ലോയലായിരിക്കും. അങ്ങനെ അല്ലാത്ത എന്തെങ്കിലും ഒരു ഭരണാധികാരി എന്നുള്ള എന്തെങ്കിലും ഒരു ട്രെൻഡ് ചെറിയ രീതിയിൽ ഉയർന്നു വന്നാൽ തന്നെ അതിനില്ലാതാക്കാനുള്ള ഇത് മുമ്പേ എങ്ങനെയാണോ അതോ പോസ്റ്റ് വേൾഡ് വാർ 2 ആണോ അങ്ങനെ ആയത്? അതോ പോസ്റ്റ് വേൾഡ് വാർ 2 ആണല്ലോ ഇന്ന് നമ്മൾ പറയുന്ന തരത്തിൽ അറബ് നാഷണൽ സ്റ്റേറ്റ്സ് ഉണ്ടാവുന്നത്. അപ്പോൾ അറബ് നാഷണൽ സ്റ്റേറ്റ്സ് ഉണ്ടായ കാലം മുതൽ അത് തന്നെയാണ് അവസ്ഥ. കാരണം ഈ എന്ന് പറഞ്ഞാൽ എല്ലാവരും അത് ഒരേ വേവ് ലെങ്തിലാണെന്നല്ല ഞാൻ പറയുന്നത്. ബൈ ആൻഡ് ലാർജ് ഈ എന്താണ് പീക്കോ ഉടമ്പടി എന്നൊക്കെ പറയുന്ന ഈ മാപ്പുകൾ വരച്ചത് പോലും നമുക്കറിയാം വേൾഡ് വാർ 2 ശേഷം അമേരിക്കൻ നിയന്ത്രണത്തിലുള്ള ഒരു ലോകക്രമം. അവരാണ് ഈ ഇന്നത്തെ അറബ് രാജ്യങ്ങളുടെ ബൗണ്ടറികൾ പോലും നിശ്ചയിക്കുന്നത്. അവർക്ക് ആവശ്യമുള്ള സ്ഥലങ്ങളിൽ അവർക്ക് ആവശ്യമുള്ള കുടുംബങ്ങളെ, ആവശ്യമുള്ള റെജീംസിനെ അവർ ഇൻസ്റ്റോൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു തുടർച്ചയാണ് നമ്മൾ കാണുന്നത്. ചില സന്ദർഭങ്ങളിൽ അതിന് വിരുദ്ധമായിട്ട് സോവിയറ്റ് യൂണിയനോട് ഒരു സോഫ്റ്റ് അപ്രോച്ച് സ്വീകരിച്ച ഭരണാധികാരികൾ വന്നിട്ടുണ്ട്. അവർ വളരെ പെട്ടെന്ന് തന്നെ ഡീത്രോൺ ചെയ്യപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അവിടെ പല സ്വഭാവത്തിലുള്ള ആഭ്യന്തര കലാഹങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ വന്ന യമൻ വാസ് ബൈഫോക്കേറ്റഡ്. വൺ യമൻ വാസ് വിത്ത് സോവിയറ്റ് യൂണിയൻ, ദ അതർ വിത്ത് അമേരിക്ക. അങ്ങനെയൊക്കെ ആയിട്ടുണ്ട്.
ഗമാൽ അബ്ദുൽ നാസർ ഓഫ് കോഴ്സ് അദ്ദേഹം ഒരു ഇൻഡിപെൻഡന്റ് പൊസിഷൻ എടുത്ത ആളായിരുന്നു. മുഅമ്മർ ഗദ്ദാഫി കുറച്ചും കൂടെ ഒരു ആഫ്രിക്കൻ സോളിഡാരിറ്റി, ആഫ്രിക്കൻ യൂണിയൻ, ഡോളറൈസേഷൻ അത്തരം സംഗതികളായിട്ട് വന്നു. കിങ് ഫൈസൽ സൗദി ആ സമയത്ത് സൗദി അറേബ്യ ഒരു ആന്റി അമേരിക്കൻ പൊസിഷൻ ഒന്നും എടുത്തിട്ടില്ല. പക്ഷേ ഇസ്രായേലിന്റെ വിഷയത്തിൽ കിങ് ഫൈസൽ സ്ട്രോങ് പൊസിഷൻ എടുത്തു. നമുക്കറിയാവുന്നതിന് ശേഷം കിങ് ഫൈസൽ എന്ത് സംഭവിച്ചു? ഹി ഗോട്ട് മർഡേർഡ്. അതിലെ പ്രതി കൊട്ടാരത്തിനകത്ത് തന്നെയുള്ള ഒരാളാണ് ടെക്നിക്കലി. പക്ഷെ ഇറ്റ് വാസ് പാർട്ട് ഓഫ് എ ലാർജർ ഡിസൈൻ. വാട്ട് ഹാപ്പൻ ടു സദാം ഹുസൈൻ? അത് നമുക്കറിയാം. സദാം ഹുസൈൻ അവര് അമേരിക്ക വളർത്തിയ ഒരാളാണ്, അമേരിക്ക എക്വിപ്പ് ചെയ്ത, അമേരിക്ക ആം ചെയ്ത ഒരാളാണ്. 10 വർഷം സദാം ഹുസൈൻ ഇറാനെതിരെ യുദ്ധം ചെയ്ത് ആർക്ക് വേണ്ടിയായിരുന്നു? അമേരിക്കയ്ക്ക് വേണ്ടിയാണ്. പക്ഷെ ലേറ്റർ ഓൺ അദ്ദേഹം കുറച്ചും കൂടി ഇൻഡിപെൻഡൻ്റ് ആയ ഒരു പൊസിഷൻ എടുത്തു തുടങ്ങിയപ്പോൾ അദ്ദേഹം ഈ ഡോളറൈസേഷനെ കുറിച്ചൊക്കെ ചിന്തിക്കുകയൊക്കെ ചെയ്ത ആളാണ്. MBS ഇപ്പോഴും ആ ഒരു പൊസിഷനിലാണ് നിൽക്കുന്നതെന്ന് ഉറപ്പാണ്. എനിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. MBSൻ്റെത് അദ്ദേഹം ഈ പറയുന്ന തരത്തിലുള്ള സൗദി എക്കണോമിയെ ഡിവേഴ്സിഫൈ ചെയ്യാനും പിന്നെ എന്താ പറയുക സ്ട്രാറ്റജിക് ഓട്ടോണമി എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടുണ്ടല്ലോ. ഈ അമേരിക്കൻ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഡിപ്ലോമസിയിൽ നിന്ന് മാറി കുറച്ചും കൂടി ഒരു ഓട്ടോണമസ് ആയിട്ട് അവരുടെ ഫോറിൻ പോളിസി കുറച്ചും കൂടെ ഓട്ടോണമസ് ആക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഫോസിൽ എനർജിയിൽ നിന്ന് മാറി നിന്നുകൊണ്ടുള്ള ഒരു എക്കണോമിക് പലതരത്തിലുള്ള ഡിവേഴ്സിഫിക്കേഷൻ അവരുടെ എക്കണോമിയിൽ വരുന്നു. അറ്റ് ദ സെയിം ടൈം പൊളിറ്റിക്കൽ ഫ്രണ്ടിൽ, ഡിപ്ലോമാറ്റിക് ഫ്രണ്ടിൽ ഈ സ്ട്രാറ്റജിക് ഓട്ടോണമി എന്ന് പറയുന്ന ഒരു സംഗതി കൂടെ അദ്ദേഹത്തിന്റെ സമീപനങ്ങൾ കാണാൻ പറ്റും. പക്ഷെ അത് അത്ര ഡീപ്പാണ് അറ്റ് ദിസ് ലെവൽ, അത്ര ഡീപ്പാണെന്ന് പറയാൻ പറ്റില്ല. സ്റ്റിൽ ഈസ് ഓൺ ദാറ്റ് പാത്ത്. ഐ തിങ്ക് ഇറാനുമായിട്ടുള്ള ഈ റാപ്രോച്ച്മെന്റ്, ഇപ്പോൾ പാകിസ്ഥാനുമായിട്ടുള്ള ഉണ്ടാക്കിയുള്ള ഡിഫൻസ് അഗ്രിമെന്റ്, അതൊക്കെ ആ നിലക്കുള്ള ഒരു സ്ട്രാറ്റജിക് ഓട്ടോണമി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിൽ നിന്നുകൊണ്ട് പോവുകയാണെന്നാണ് ഇപ്പോൾ നോക്കുമ്പോൾ മനസ്സിലാവുന്നത്. ബട്ട് ഡു യു തിങ്ക് ലൈക്ക് MBSന് ഇപ്പോൾ ഒരു ഇസ്രായേൽ പ്രശ്നത്തിലിപ്പോൾ ട്രംപിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. ലൈക്ക് ട്രംപ് ഇപ്പോഴും ഇസ്രായേൽ എന്ത് പറയുന്നു ആ ഒരു രീതിയിലാണ്. ഇപ്പോൾ നമുക്ക് കാണാം ഖത്തർ ഇപ്പോൾ ഗിഫ്റ്റ് ചെയ്ത് $400 million ഒരു ബോയിങ് ഫ്ലൈറ്റാണ്. അവരെ ബോംബ് ചെയ്തു. ലൈക്ക് എന്ത് നമ്മളൊക്കെ വിചാരിച്ചിരുന്നു, ഞാൻ പേഴ്സണലി വിചാരിച്ചിരുന്നു ഓക്കെ എയ്പാക്ക് എന്ത് ഫണ്ട് ചെയ്യുന്നു അതിലും വലിയ ഫണ്ട്സാണ് ഇവർ ചെയ്തത്, ഖത്തർ ചെയ്തത്. പക്ഷേ ഇപ്പോഴും നമ്മൾ എന്താണോ ഫോറിൻ പോളിസീസിൽ കാണുന്നത് അത് നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കുന്നത് ഇസ്രായേൽ ഹാസ് സംതിങ് ദാറ്റ് ഈസ് ബിഗർ ദാൻ എ $400 million ബോയ്. സോ വാട്ട് ഈസ് യുവർ ടേക്ക് ഓൺ ദാറ്റ്? അമേരിക്കയെ കുറിച്ച് അമേരിക്കൻ ഫോറിൻ പോളിസി എന്ന് പറഞ്ഞാൽ അവിടെ റിപ്പബ്ലിക്കൻസ് വന്നാലും എന്താണ് ഡെമോക്രാറ്റ്സ് വന്നാലും ഫോറിൻ പോളിസി സെയിം ആണ്. ഫോറിൻ പോളിസി ഒരു മാറ്റം വരുന്നില്ലല്ലോ. ഇപ്പം ഭയങ്കരമായ ഹോപ്പ് സൃഷ്ടിച്ചുകൊണ്ട് വന്ന ആളാണ് ഒബാമ. ഒഡാസിറ്റി ഓഫ് ഹോപ്പ് എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ തന്നെ പേര്. ഒബാമ വന്നു കഴിഞ്ഞാൽ ഒരു പാരഡൈം ഷിഫ്റ്റ് ഉണ്ടാവും എന്നൊക്കെ അന്ന് പലരും വിചാരിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്തിട്ടാണ്. പക്ഷെ ദ സെയിം എന്താണ് അതിന് മുമ്പുള്ള ജോർജ് ബുഷ് 1 and 2, ബിൽ ക്ലിന്റൺ, അവരൊക്കെ തുടർന്ന എന്താ പോളിസി എന്താണ് അത് തന്നെയാണ് ഒബാമയും തുടർന്നിട്ടുള്ളത്. നത്തിങ്, ഐ മീൻ എന്തെങ്കിലും ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു എലമെന്റ് പോലും, ചെറിയൊരു എലമെന്റ് പോലും ഫോറിൻ പോളിസിയിൽ നമ്മൾ കാണുന്നില്ല. അപ്പോൾ ബേസിക്കലി അമേരിക്ക ഈസ് ഗവേൺഡ് ബൈ ദിസ് ഐപാക് എന്ന് പറയുന്നത് അതിലൊരു ഫ്രോണ്ടൽ ഇത് മാത്രമാണ്. ഈ മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സ് എന്നോ അല്ലെങ്കിൽ ഡീപ് സ്റ്റേറ്റ് എന്നൊക്കെ പറയുന്ന ഒരു ഫെനോമിന, അവരാണ് അമേരിക്ക ഭരിക്കുന്നത്. ദാറ്റ്സ് അണ്ടർ ഇസ്രായേൽ. ഇപ്പോൾ ഈ സാധാരണ പറയുന്ന ഇസ്രായേൽ എന്ന് പറയുന്നത് 51st സ്റ്റേറ്റ് ഓഫ് അമേരിക്ക എന്ന് പറയും. പക്ഷെ അങ്ങനെയല്ല. അമേരിക്ക ഈസ് എ ഡിസ്ട്രിക്ട് ഓഫ് ഇസ്രായേൽ ഇൻ ദാറ്റ് സെൻസ്. അതാണ് റീസെൻ്റ്ലി 1 week മുമ്പ് ഒരു 250 കോൺഗ്രസ് മെമ്പേഴ്സ് ടെല്ലവീവിൽ കൂടി. അതിൽ അവരെ സ്ലോഗൻ, ഒരു ലോഗോ ഉണ്ടായിരുന്നു, 50 states and 1 Israel. അത് കണ്ടിരുന്നു. കുറേ ആൾക്കാർ അതിനെ, ഇൻഡിപെൻഡൻറ്റ് ജേർണലിസ്റ്റായ കുറേ ആൾക്കാർ അതിനെ ഇതെന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ക്വസ്റ്റ്യൻ ചെയ്തു. ലൈക്ക് 250 മെമ്പേഴ്സിനെ കൺട്രോൾ ചെയ്യണമെങ്കിൽ അപ്പോഴും അവിടെയുള്ള ആൾക്കാർ അതാണ്. അപ്പോൾ അത് കാണുമ്പോൾ പുറത്തുനിന്ന് ഒരാൾ ചിന്തിക്കുന്നത് ഇങ്ങനെയല്ലേ, ഇവരെ തമ്മിൽ അടുപ്പിക്കുന്നതും എയ്പാക്കാണോ, അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവുമല്ലോ ഇതിന്, എപ്സ്റ്റൈൻ ഫയൽസ് ആണെന്ന് കുറേ ആൾക്കാർ പറയുന്നുണ്ട്. അങ്ങനെയല്ല, അത് നമ്മളതിൽ കാണേണ്ടതെന്ന് വെച്ചാൽ പലതരത്തിലുള്ള ഈ എന്താ പറയുക ഒരു ഡീപ്പർ എക്സ്കവേഷൻ നമ്മൾ ഡിഗിങ് നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സ് നമ്പർ 1, നമ്പർ 2 ഈ ഡോളർ ഫാമിലി എന്ന് പറയുന്ന ഡോളർ കൺട്രോൾസ് ദ വേൾഡ്, ഹൂ കൺട്രോൾസ് ദ ഡോളർ എന്നൊരു പ്രശ്നമുണ്ടല്ലോ. ഫെഡറൽ ഗവൺമെന്റ്
That's few numbers of Jewish families there. Okay. സോ അപ്പോൾ അതിൻ്റെ ഒരു ഫ്രെയിമിന് പുറത്തേക്ക് കടന്ന് എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത വിധം എന്താ പറയുക എൻട്രാപ്ഡ് ആയുള്ള ഒരു റെജീമാണ്, ഒരു എസ്റ്റാബ്ലിഷ്മെൻ്റ് ആണ് വൈറ്റ് ഹൗസ് എന്ന് പറയുന്നത് ബേസിക്കലി. ഓക്കെ. അപ്പോൾ അതിനകത്ത് ഇപ്പം ട്രംപ് വന്നതിന് ശേഷം നമ്മൾ കാണേണ്ട ഒരു കാര്യം വെച്ചാൽ അതിൽ വളരെ പെരിഫറൽ ആയിരിക്കും ചില അതിനകത്ത് ചില ഫ്രിക്ഷൻസ്, ചില ചെറിയ ചില ഞരക്കങ്ങൾ അതിനകത്ത് നമുക്ക് കാണാൻ പറ്റും. ടക്ക് കാൾസൺ ഇപ്പം മാഗ ക്യാമ്പിനകത്ത് തന്നെ വരുന്ന ഫ്രിക്ഷൻസ് എന്താണ്? ഇപ്പം ട്രംപിൻ്റെ ബേസിക് സ്ലോഗൻ എന്തായിരുന്നു? മാഗ, മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ. അപ്പം കാൾസൺ ആകട്ടെ അല്ലെങ്കിൽ ചാർലി കിക്ക് ആകട്ടെ, അദ്ദേഹത്തിന് വേണ്ടി ക്യാമ്പയിൻ ചെയ്തിട്ടുള്ള ആളുകളെല്ലാവരും, ഈവൻ ജെഡി വാൻസ്, അവരൊക്കെ മാഗയുടെ ആളുകളാണ്. പക്ഷെ അവരിപ്പം ആലോചിക്കുന്നത് എന്താണ്? നമ്മൾ മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ. ഓക്കെ, ഫൈൻ. അങ്ങനെയുള്ള നമ്മൾ എന്തിനാണ് ഈ നമ്മൾക്ക് പ്രത്യേകിച്ച് ലാഭമൊന്നും ഇല്ലാത്ത ഈ പറയുന്ന ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ കളികളിലൊക്കെ നമ്മൾ എന്തിന് എൻഗേജ്ഡ് ആവണം? ഓക്കെ. അതുകൊണ്ടാണ് ജെഡി വാൻസ് ഈ ഇറാൻ എൻഗേജ്മെന്റിനെതിരായിരുന്നു, ടക്ക് കാൾസൺ ഇറാൻ എൻഗേജ്മെന്റിനെതിരായിരുന്നു. അപ്പം മാഗ ക്യാമ്പിനകത്ത് തന്നെ it's too far. We are entrapped by Israeli interests എന്ന് പറയുന്ന ഒരു ചിന്ത അവർക്കകത്ത് വരുന്നുണ്ട്. പക്ഷേ ഈ ഇലക്ഷൻ ക്യാമ്പയിൻ്റെ ടൈമിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ടാവില്ല? അല്ല, ക്യാമ്പയിൻ്റെ ടൈമിൽ അവർ ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരിച്ചിരുന്നു. നമ്മൾ ഈ ഗാസ വാർ അവസാനിക്കും, ഇപ്പോൾ ട്രംപ് കബീബിനായിട്ട് UFC ടൈമിൽ സംസാരിച്ചിട്ടുണ്ട്, വി ഗോണ സ്റ്റോപ്പ് ദ വാർ എന്നാണ് പറഞ്ഞത്. പക്ഷേ പോസ്റ്റ് എലക്ഷൻ ട്രംപിൻ്റെ ടൈം തുടങ്ങിയപ്പോൾ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. എലക്ഷൻ സമയത്ത് എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് എല്ലാ വോട്ടേഴ്സിനും വേണം. ഇപ്പം ഒരുപക്ഷെ ആദ്യമായിട്ട് അറബിക്കിൽ ബിൽ ബോർഡ് വെച്ച് ഇലക്ഷൻ ക്യാമ്പയിൻ നടത്തിയ ആളാണ് ട്രംപ്. പ്രത്യേകിച്ച് അവിടുത്തെ അറബ് സെറ്റിൽമെന്റ്സ് ഒക്കെ ഉള്ള ഏരിയകൾ, മിഷിഗൺ, അരിസോണയാന്ന് തോന്നുന്നു, ഇങ്ങനെ അറബിക് ബിൽ ബോർഡ്സ് ഉണ്ടായിരുന്നു. നല്ല ശതമാനം മുസ്ലിം വോട്ടുകൾ പോയിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഒന്ന് ബൈഡനോടുള്ള ബൈഡനോട് കാമല ഹാരിസിനോടുള്ള അങ്ങേയറ്റത്തെ വിയോജിപ്പ്. അവരാണല്ലോ ഈ ജിനോസൈഡിന് പ്രിസൈഡ് ചെയ്യുന്നത്. ദേ ഡു നത്തിങ്. അപ്പം ഇദ്ദേഹമാണെങ്കിൽ ഇങ്ങനത്തെ വാഗ്ദാനങ്ങൾ തരുന്നുണ്ട് എന്ന് മാത്രമല്ല, പുള്ളിയുടെ പ്രീവിയസ് ടേം എന്ന് പറയുന്നത് നമ്മൾ ഇദ്ദേഹത്തെ ലുനാറ്റിക്, സെമി ലുനാറ്റിക് എന്നൊക്കെ പറയുമ്പോഴും ദാറ്റ് ടേം വാസ് എ വാർലെസ് ടേം, മേ ബി ഫസ്റ്റ് ടൈം ഇൻ യുഎസ് ഹിസ്റ്ററി. അദ്ദേഹം വേറെ എവിടെയും പോയി യുദ്ധം ചെയ്തിട്ടില്ല ഫസ്റ്റ് ടൈമിൽ. ഇപ്പോൾ ഒബാമ പോലും ഒരുപാട് രാജ്യങ്ങൾ പോയി ബോംബിട്ടിട്ടുണ്ട്. ട്രംപിൻ്റെ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത്, ഫസ്റ്റ് 4 years എന്ന് പറയുന്നത് ഒരു യുദ്ധവും ചെയ്യാത്ത കാലമാണ്. അപ്പോൾ ആ നിലക്ക് അദ്ദേഹം യുദ്ധം ചെയ്യാത്ത ആളുകളെ യുദ്ധത്തിനോടുള്ള എന്തോ ധാർമ്മികമായിട്ടുള്ള ഒരു പൊസിഷൻ്റെ പേരിലൊന്നുമല്ല, കാശ് കളയുകയാണ്. ചുമ്മാ പോയി അവിടെ പോയി മിസൈലും പോകുമ്പോട്ട് കാശ് കളയേണ്ട കാര്യമില്ല. ആ കാശ് എന്ത് ചെയ്യാം? നമുക്കിവിടെ ബിസിനസ് ചെയ്യാം. ഡ്രിൽ ബേബി ഡ്രിൽ. അദ്ദേഹത്തിൻ്റെ പൈസ കൊണ്ടുവരിക, ബില്യൺസ് കൊണ്ടുവരിക എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ഒരു 86 മറ്റേ എഴുതിയ പുസ്തകമുണ്ട്, ഡീൽ മേക്കിംഗ് ആണ്. അദ്ദേഹം ഏറ്റവും എന്തൂസിയാസ്റ്റിക് ആകുന്ന എവിടെയാണ്? ഒരു ഉന്മാദാവസ്ഥയിലെത്തുന്നാണ് പറയുന്നത്. ഒരു ഡീൽ, വൺസ് എ ഡീൽ ഈസ് ഡൺ, അദ്ദേഹം ഭയങ്കര ഉന്മാദാവസ്ഥയിലെത്തുന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു ബിസിനസ്സുകാരനാണ്. അപ്പോൾ ഈ മനുഷ്യൻ വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇത് നിന്നേക്കും എന്നൊരു പ്രതീക്ഷ ഉണ്ടായിരിക്കും, യുദ്ധം അവസാനിക്കും എന്ന പ്രതീക്ഷ ഉണ്ടാകും. അദ്ദേഹത്തിൻ്റെ ഒരു ഇപ്പം ജെഡി വാൻസിൻ്റെ ആണെങ്കിൽ ഇപ്പോൾ പിന്നെ ട്രംപിൻ്റെ ആണൊക്കെ ഒരു ഫിലോസഫി നോക്കുമ്പോൾ മൊത്തത്തിൽ അവരുടെ ഒരു പ്രഭാഷണങ്ങളും നോക്കിയാൽ അവർ ഇതിൽ ഇൻട്രസ്റ്റഡ് അല്ലാന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. പക്ഷേ ദേ ടു ആർ എൻട്രാപ്ഡ്. അതിനെ മറികടക്കാൻ മാത്രമുള്ള ശക്തിയും ശേഷിയും ട്രംപിനും ഇല്ലാന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നെതന്യാഹു പബ്ലിക്കായിട്ട് പറഞ്ഞു, നിങ്ങളെങ്ങനെ മഗാവുക? ഇപ്പോൾ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യാത്ത പക്ഷം നിങ്ങൾ ഒരിക്കലും മഗ മെമ്പർ അല്ല എന്നാണ് പറയുന്നത്. മഗയിൽ നിന്ന് തന്നെ പുള്ളിക്കാരന് നല്ല ഇത് വരുന്നുണ്ട്, പ്രഷർ വരുന്നുണ്ട്. പക്ഷേ യു കനോട്ട് ഡു എനിത്തിങ്. അതാണ് ഞാൻ പറഞ്ഞത്, അമേരിക്കൻ എസ്റ്റാബ്ലിഷ്മെന്റ് എന്ന് പറയുന്നത് അങ്ങനെ യു കനോട്ട് ഡു എന്ന് പറയുന്ന സിസ്റ്റമാണ്. റിപ്പബ്ലിക്കൻ വരുന്നു, ഡെമോക്രാറ്റ് വരുന്നു എന്നുള്ളത്, നിങ്ങൾ കൊക്കക്കോല കുടിക്കുന്നു, പെപ്സി കുടിക്കുന്നു എന്നതുപോലെയുള്ള ഒരു ഇത് മാത്രമാണ്. അമേരിക്കൻ ഡെമോക്രസി എന്ന് പറഞ്ഞാൽ ചോയ്സ് ബിറ്റ്വീൻ കോള ആൻഡ് പെപ്സി, ചോയ്സ് ബിറ്റ്വീൻ റിപ്പബ്ലിക്കൻസ്, ഡെമോക്രാറ്റ്സ്. അവരുടെ ഡൊമസ്റ്റിക് പോളിസിയിലൊക്കെ ചില വ്യത്യാസങ്ങളുണ്ട്. പക്ഷേ കോർ ഫോറിൻ പോളിസി,
അല്ലെങ്കിൽ അമേരിക്കൻ എസ്റ്റാബ്ലിഷ്മെൻറ്റിന് ഡിഫൈൻ ചെയ്യുന്ന ബേസിക് വാല്യൂസ്, ബേസിക് സ്ട്രക്ചർ, അതിനെ ടച്ച് ചെയ്യുന്ന, അതിനെ ഹിറ്റ് ചെയ്യുന്നതെന്ന് ഞാൻ പറയുന്നത്, അതിനെ ടച്ച് ചെയ്യുന്ന ഒരു പൊസിഷൻ എടുക്കുവാൻ പോലും ഓവൽ ഹൗസിൽ സാധ്യമല്ല എന്നുള്ളതാണ് തെളിയിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പിറകോട്ട് പോയിട്ടുണ്ടെങ്കിൽ ആ നെയിംസ് ഒരിക്കലും റിവീൽ ആവില്ല. അപ്പം കുറച്ച് ബാങ്ക് ഫാമിലീസിനെ പറഞ്ഞു. ഈസ് ഇറ്റ് റോത്ത്ഷൈൽഡ് ഫാമിലി? Rothschild family is there. പക്ഷെ അവരുടെ നെയിം എവിടെയും മീഡിയ മെൻഷൻ ചെയ്യില്ല. That's their strength. ഓക്കെ. That's their strength. അപ്പോൾ അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്ത ബാങ്കിങ് കൺട്രീസ് ആണോ ഇറാനും യമനും റഷ്യ? ഏതോ നിലക്ക് അവരുടെ ഒരു റേഡിയസിന് പുറത്ത് ആര് നിൽക്കുന്നോ, അല്ലെങ്കിൽ പുറത്ത് നിൽക്കാൻ ആര് ശ്രമിക്കുന്നോ അവരെ വരുതിയിൽ കൊണ്ടുവരാനോ ആണ് അവർ ശ്രമിക്കുക. അതുണ്ടാക്കുന്ന കോൺഫ്ലിക്റ്റുകളാണ് നമ്മൾ കാണുന്ന ഇന്റർനാഷണൽ. അതിനൊരു ഇരയായിരുന്നു ഗദ്ദാഫി. Of course, Gaddafi. That doesn't mean Gaddafi was a fine person. ഗദ്ദാഫിയുടെ ഡൊമസ്റ്റിക് പോളിസി എന്ന് പറഞ്ഞാൽ അതിഭീകരമായിരുന്നു. അവർ പ്രതിപക്ഷത്തെ അടിച്ചമർത്തിയിരുന്നു. അദ്ദേഹം ഓട്ടോക്രാറ്റ് ആയിരുന്നു. പല നിലക്കുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇത് നമ്മൾ എല്ലായിടത്തും കാണും. ഇപ്പോൾ സദാം ഹുസൈൻ കൊല്ലപ്പെട്ട സമയത്ത് കേരളത്തിൽ ഭയങ്കരമായിട്ടുള്ള സദാം വേവ് ഉണ്ടായ സമയമാണ്. ആ സമയത്ത് ഞാൻ മാതൃഭൂമിയിൽ സദാം പ്രതിയും പ്രതീകവും എന്ന് പറഞ്ഞിട്ട് ഒരു ലേഖനം എഴുതിയിരുന്നു. സദാം ഹുസൈൻ അങ്ങനെ ആഘോഷിക്കപ്പെടേണ്ട ഒരാളല്ല എന്നാണ് ഞാൻ ആ ലേഖനത്തിൽ പറഞ്ഞത്. കാരണം സദാം ഹുസൈൻ എന്ന് പറഞ്ഞാൽ അവിടെ സ്വന്തം ജനതയെ കൂട്ടക്കൊല ചെയ്ത മനുഷ്യനാണ്. സ്വന്തം ജനങ്ങൾക്ക് നേരെ, അവിടുത്തെ കേഡ്സിന് നേരെ, ഷിയാക്കൾക്ക് നേരെ, ഈ പൊളിറ്റിക്കൽ ഓപ്പോസിഷന് നേരെ അവരെ രാസായുധം ഉപയോഗിച്ച് കൊന്ന ആളാണ്. ആ സമയത്ത് അദ്ദേഹത്തിന് അമേരിക്കയുടെ സപ്പോർട്ട് ഉണ്ടായി. ഈ ചെയ്യുന്ന പണിക്കെല്ലാം ഉണ്ടായത് വേറെ വിഷയം. അപ്പം ഒരു ഇറാഖിയെ സംബന്ധിച്ചിടത്തോളം സദാം ഹുസൈൻ എന്ന് പറഞ്ഞ ഒരു മോൺസ്ട്രസ് ഫിഗർ തന്നെയാണ്. ഇതിനോടൊരു ഇറാഖി പറഞ്ഞ കാര്യം ഒരു മോൺസ്ട്രസ് ഫിഗറാണ്. ദ സെയിം ഈസ് വിത്ത് ഖദാഫി ഓൾസോ. എന്തുകൊണ്ടാണ് അവർ ഖദാഫിയെ തല്ലിക്കൊന്നത്? ആൾക്കാർക്ക് അത്രയും വെറുപ്പ് അവർക്കുണ്ട്. അപ്പോൾ ഡൊമസ്റ്റിക് പോളിസി അവരെന്തിനാ ചെയ്യുന്നത് വെച്ചാൽ അവരുടെ പവർ, അവരുടെ അധികാരം നിലനിർത്താൻ വേണ്ടിയാണ്. പക്ഷേ അവർ അതേസമയം ഈ പറയുന്ന അമേരിക്കൻ ഹെജിമനിയെ വേറെ നിലക്ക് അതിൻ്റെ കോറിൽ ടച്ച് ചെയ്യാൻ ശ്രമിച്ച ആളുകളാണ്. ഇപ്പോൾ ആഫ്രിക്കൻ യൂണിയൻ എന്ന് പറയാം. ആഫ്രിക്കൻ യൂണിയൻ ഈസ് ദെയർ, ഓൾറെഡി ഇറ്റ്സ് ദെയർ, ടെക്നിക്കലി ഈസ് ദെയർ. ബട്ട് ആഫ്രിക്കൻ യൂണിയൻ എന്ന് പറയുന്ന ഒരു ഡൈനാമിക് ഒരു പവർ സെൻ്ററാക്കി മാറ്റാനുള്ള ശ്രമം ഖദാഫി നടത്തുന്നുണ്ട്. ഒരു കോമൺ ആഫ്രിക്കൻ കറൻസിക്ക് വേണ്ടി അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്. ഡോളറിന് പുറത്തുള്ള ട്രേഡിന് വേണ്ടി ശ്രമിക്കില്ല. അത് ഒരുപാട് എക്സ്പെരിമെൻറ്റ്സ് അതിൽ നടത്തിയിട്ടുണ്ട്. ഒരു വാട്ടർ പ്രൊജക്ട്. അപ്പം അത് നിശ്ചയമായിട്ടും അമേരിക്കയെ ഞാനൊരു പിന്നെ ലിബിയയിൽ നിന്നുള്ള ഒരാളെ കണ്ടിരുന്നു. ഒരു റെഫ്യൂജി പോളണ്ടിലുണ്ടായിരുന്നു. പുള്ളിക്കാരൻ്റെ അടുത്ത് സംസാരിച്ച് പറഞ്ഞ ഗദ്ദാഫിയുടെ ടൈമിൽ ഞങ്ങൾക്ക് ബാങ്കിലോട്ട് പൈസ വന്നിരുന്നു. അതേമാതിരി മാരീഡ് ആയ കപ്പിൾസിന് വീടുകൾ കിട്ടിയിരുന്നു. ഒരുപാട് ഈ അതെ അവർക്കുണ്ടായിരുന്നു. ഒരുപാട് ഹോസ്പിറ്റൽസ്, അതേപോലെ വിദേശത്തേക്ക് പഠിക്കാൻ ഇവരെന്നെ ടിക്കറ്റ് എടുത്ത് കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവരും. അങ്ങനത്തെ ഒരുപാട്. പക്ഷേ ഫിനാൻഷ്യലി ആ കൺട്രീസ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈവൻ സദ്ദാം ഹുസൈൻ വാസ് ഓക്കെ, ദേ വർ ഡൂയിങ് റിയലി വെൽ. പക്ഷേ ഇങ്ങനത്തെ കുറച്ചൊരു ഡിക്റ്റേറ്റർഷിപ്പിൻ്റെ പെർസ്പെക്റ്റീവിൽ നിന്ന് നമുക്കും നോക്കുമ്പോൾ കൂട്ടക്കൊലകൾ, ഇന്നസെൻ്റായ ആൾക്കാരെ കൊല്ലുന്നത്. പക്ഷെ നമ്മൾ കേരളത്തിൽ പോലും അത് കൂടുതൽ സംസാരിക്കുന്നില്ല ആൾക്കാർ. സദ്ദാം ഈസ് എ ഹീറോ. പക്ഷേ ഈ സദ്ദാം ഹീറോ എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ഒരു ആൻറ്റി ഇമ്പീരിയലിസ്റ്റ് ഫ്രെയിംവർക്കിൽ നിന്ന് നോക്കുമ്പോൾ സദ്ദാം ഈസ് എ ഹീറോ ഇൻ ദാറ്റ് പെർസ്പെക്റ്റീവ്. പക്ഷെ അതേസമയം തന്നെ ഈ പറയുന്ന മനുഷ്യനെ ആരാണ് ബിൽഡ് ചെയ്തത്? ആ ഒരു സദ്ദാം പറയുന്ന ഒരു പേഴ്സണെ ബിൽഡ് ചെയ്തതെന്ന് വെച്ചാൽ അമേരിക്ക തന്നെയാണ്. ഈ ഒരു കോംപ്ലക്സിറ്റി എല്ലാറ്റിലും ഉണ്ട്. ഇപ്പോൾ ഡൊമസ്റ്റിക് പോളിസിയിൽ ഭയങ്കര പ്രശ്നമുള്ള ആളുകൾ ഫോറിൻ പോളിസിയിൽ ഫൈനായിരിക്കും, ഫോറിൻ പോളിസിയിൽ പ്രശ്നമുണ്ട്. ഇങ്ങനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തലതിരിഞ്ഞ് വരുന്നത്. നമ്മളൊരു ഇന്റർനാഷണൽ പൊളിറ്റിക്സ് നോക്കുമ്പോൾ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറഞ്ഞാൽ കാണാൻ പറ്റില്ല. ഒരിക്കലും ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് കാണാൻ പറ്റില്ല. ഈ പറയുന്ന പലതരം ഗ്രേ ഏരിയാസ് എല്ലായിടത്തും ഉണ്ടാവും. ജോലാനി അങ്ങനെ ഒരു നെക്സ്റ്റ് സദ്ദാമായി കാണുന്നുണ്ടോ? ജോലാനിനെ ജോലാനി അമേരിക്കൻ അതൊക്കെ ഈ പറയുന്ന ഒരു കൺസ്പിറസി തിയറിയുടെ ഭാഗമായിട്ട് വരുന്നതാണ്. പക്ഷെ അദ്ദേഹത്തെ സംബന്ധിച്ചത് ഇപ്പോൾ അദ്ദേഹത്തിന് കുറെ കമ്പൽഷൻസ് ഉണ്ട്. കാരണം അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ഞാൻ മനസ്സിലാക്കുന്ന പ്രൈമറി ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് സ്റ്റെബിലൈസ് സിറിയ എന്നുള്ളതാണ്. സിറിയ കഴിഞ്ഞ 78 വർഷമായി ഒരു ഒപ്രസീവ് ഫാമിലി റെജീം, അസാദ് റെജീമാണ്. 78 മുതൽ ഹാഫിസ് അസദ്, ദെൻ ഹിസ് സൺ ബഷാർ അൽ അസദ്. 78 മോർ ദാൻ 4 ഡിക്കേഡ്സ് ഒരു റിപ്രസീവ് റിഗ്രസീവ് റെജീമിന് കീഴിൽ ഒരു രാജ്യമാകുക എന്ന് പറഞ്ഞാൽ ആ രാജ്യം ഭയങ്കര പ്രശ്നമാണ്. ദെൻ ആഫ്റ്റർ ദാറ്റ് ലാസ്റ്റ് 10 years ഓഫ് സിവിൽ വാർ. More than 1 million people
അഫക്റ്റഡ്. ഇത്രയും ഭീകരമായ, നമുക്കതിൻ്റെ പിക്ചേഴ്സ് കണ്ടാൽ തന്നെ മനസ്സിലാവും, അത്രയും കംപ്ലീറ്റ് ഡസ്റ്റ്. അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ ആവട്ടെ, അവിടുത്തെ സിവിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആവട്ടെ, എല്ലാം കംപ്ലീറ്റ്ലി ഡെസ്ട്രോയിഡ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു രാജ്യത്ത് ഹൈലി ഫ്രജൈൽ ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ സിറ്റുവേഷനിൽ ഒരു പൊളിറ്റിക്കൽ എക്സ്പീരിയൻസും ഇല്ലാത്തൊരു മനുഷ്യൻ ഹു വാസ് ഓൾവേസ് വിത്ത് ബാനറ്റ്, ഈ ഗറില്ല യുദ്ധത്തിൽ വളരെ യങ് ഏജിൽ, ഇപ്പം തന്നെ അദ്ദേഹം ജസ്റ്റ് 40+ ആണ്. ജീവിതത്തിൽ അദ്ദേഹം ഗറില്ല യുദ്ധത്തിലേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഒരു അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പീരിയൻസ് അദ്ദേഹത്തിനില്ല, പൊളിറ്റിക്കൽ എക്സ്പീരിയൻസ് അദ്ദേഹത്തിനില്ല. അപ്പം അങ്ങനെ ഇല്ലാത്ത ഒരാള് ഇത്രയും ഡെവാസ്റ്റേറ്റഡ് ആയിട്ടുള്ള ഒരു രാജ്യം അതിൻ്റെ അധികാരത്തിൽ വരിക എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഹ്യൂജ് ടാസ്ക്, ഹ്യൂജ് ചാലഞ്ച്. അപ്പം അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഫോക്കസ് എന്ന് പറയുന്നത് ഇപ്പം സംഹൗ സ്റ്റെബിലൈസ് സിറിയ എന്നുള്ളതാണ്. സിറിയയെ 4 കാലിൽ ഞാൻ പറയില്ല, ഒരു കാലിലെങ്കിലും നിൽക്കാൻ പ്രാപ്തമാക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ. അതേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അതിന് സ്വാഭാവികമായി ഇഷ്ടം പോലെ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. ഈവൻ ഇസ്രായേലുമായിട്ട് ഒരു അഗ്രിമെന്റിൽ എത്തിയാൽ പോലും അതിന് നമുക്ക് അസംഭവ്യമാണെന്ന് ഞാൻ പറയുന്നില്ല. കാരണം ഇസ്രായേൽ ഡേ ആൻഡ് നൈറ്റ് കംസ് ബോംബ്സ് ഗോ ബാക്ക്. അദ്ദേഹത്തിനൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. ഇസ്രായേലിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. കൊടുക്കേണ്ടി വരുമോ സിറിയക്ക്? ഗോലാൻ ഹൈറ്റ്സിനെ കുറിച്ച് ഞാൻ പറയുന്ന അടുത്തൊരു 3 വർഷത്തേക്ക് അദ്ദേഹം സംസാരിക്കുക പോലും ഇല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ആ നിലക്കുള്ള ഏതെങ്കിലും ഒരു ബാർഗൈനിങ് ചിപ്പ്, അങ്ങനെ നെഗോഷിയേറ്റ് ചെയ്യാനുള്ള അല്ലെ ബാർഗൈൻ ചെയ്യാനുള്ള ഒരു ലിവറേജ് ഇല്ല. മാത്രമല്ല എനി മൊമെന്റ് അവിടെ ഈ പബ്ലിക് അൺട്രസ്റ്റ് ഉണ്ടാവും. ആസ് എ റൂളർ ഹിസ് ഫസ്റ്റ് പ്രയോറിറ്റി ഈസ് ഓർ മസ്റ്റ് ബി ടു ഡെലിവർ, ടു ഗവേൺ. അവർക്ക് കറണ്ട് ഇല്ല, 10 വർഷമായി കറണ്ട് ഇല്ല, 10 വർഷമായി എഡ്യൂക്കേഷൻ ഇല്ല, 10 വർഷമായി ബാങ്കിങ് ഇല്ല, ഒരു സിവിൽ ഇൻസ്റ്റിറ്റ്യൂഷനും ഇല്ല, വെള്ളമില്ല. അപ്പോൾ ഇത് ഒരു 5 മണിക്കൂറെങ്കിലും കറണ്ട് കൊടുക്കാൻ പറ്റുക എന്നുള്ളതായിരിക്കും അദ്ദേഹത്തിൻ്റെ പ്രയോറിറ്റി എന്ന് പറയുന്നത്. ഒരു ദിവസത്തേക്ക് പിടിച്ചു വെക്കാനുള്ള വെള്ളം ടാപ്പിൽ കൊടുക്കുക, കുറച്ച് നേരത്തേക്കാണെങ്കിൽ കൊടുക്കുക, ഇതായിരിക്കും പ്രയോറിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഇതിൽ നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ വന്ന് ബോംബിട്ട് പോയി കഴിഞ്ഞാൽ നോക്കി നിൽക്കാനേ പറ്റുകയുള്ളൂ. അതില്ലാതാക്കാൻ വേണ്ടി ഏതെങ്കിലും നിലക്കുള്ള ചില ധാരണകൾ അമേരിക്കയായിട്ടും ഇസ്രായേലുമായിട്ടൊക്കെ അദ്ദേഹം ഉണ്ടാക്കുകയാണെങ്കിൽ ഇറ്റ്സ് നോട്ട് അൺഎക്സ്പെക്റ്റഡ് എന്നാണ് ഞാൻ പറയുന്നത്. ഡ്രൂസ് കമ്മ്യൂണിറ്റിയായിട്ടുള്ള ഈവൻ ദാറ്റ് ടു അഗൈൻ, ഡ്രൂസ് ഈസ് ദെയർ, കർദ് ഈസ് ദെയർ, ക്രിസ്ത്യൻസ് ആർ ദെയർ, അലവൈറ്റ്സ് ആർ ദെയർ. അപ്പം ഇങ്ങനെ സിറിയ എന്ന് പറയുന്നത് ഒരു ഡിവേഴ്സ്, മൾട്ടി എത്നിക് കൺട്രിയാണ്. അപ്പോൾ ഈ ഫാക്ടേഴ്സിനെല്ലാം പല നിലക്ക് അവരെ അവരെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമം ഇസ്രായേൽ നടത്തുന്നുണ്ട്. വിത്ത് ഡ്രൂസ് കമ്മ്യൂണിറ്റി ഇസ്രായേൽ ഹാസ് ഗുഡ് റിലേഷൻഷിപ്പ്. ഇസ്രായേലിനും ഡ്രൂസ് ഉള്ളതാണ്, ഇഷ്ടംപോലെ ഉള്ളതാണ്. അപ്പോൾ അവരെ ഡ്രൂസിന് ഇസ്രായേലിൻ്റെ ലാർജർ ഡിസൈൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിറിയയെ 4-5 ഇൻഡിപെൻഡൻറ്റ് സ്റ്റേറ്റ്സ് ആക്കുക എന്നുള്ളത്. ഡ്രൂസിന് വേണ്ടി 1, അലവേറ്റ്സിന് വേണ്ടി 1, കേർഡ്സിന് വേണ്ടി 1, സുന്നികൾക്ക് വേണ്ടി 1, 4 സ്റ്റേറ്റുകളാക്കി മാറ്റുക എന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ ലാർജർ പ്ലാൻ. അപ്പോൾ അതിനു വേണ്ടിയുള്ള പദ്ധതിയിലുമായിട്ട് അവർ പോകുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞൊരു ജുലാനിയുടെ പ്രയോറിറ്റി എന്തായിരിക്കും, അല്ലെങ്കിൽ അഹമ്മദ് ഷറയുടെ പ്രയോറിറ്റി എന്തായിരിക്കും? ടു കീപ് സിറിയ എ യൂണിറ്ററി സെൻട്രലൈസ്ഡ് സ്റ്റേറ്റ്, സ്റ്റേബിൾ സ്റ്റേറ്റ്. അതിനുവേണ്ടി അദ്ദേഹം ഒരുപാട് കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. ആ കോംപ്രമൈസുകൾ നമുക്ക് എന്ത് ചെയ്യാം, പല ആളുകൾക്കും അത് ഇദ്ദേഹം അമേരിക്കൻ സ്റ്റൂജാണ്, അല്ലെ അമേരിക്കയ്ക്ക് വിധേയപ്പെടുകയാണ്, അല്ലെ ഇസ്രായേലിന് വിധേയപ്പെടുകയാണെന്നൊക്കെ വ്യാഖ്യാനിക്കാനും കുറ്റപ്പെടുത്താനും പറ്റും. അതിനോട് ഞാൻ അങ്ങനെയല്ല എന്ന് പോലും അദ്ദേഹം പറയില്ല. കാരണം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പ്രയോറിറ്റി എന്താണ്, ഇത് മാത്രമാണ്. അവർക്ക് സാങ്ഷനൊക്കെ കുറേ സാങ്ഷൻ ലിഫ്റ്റ് ചെയ്യേണ്ടതുണ്ട്. ഇനി ഈ എക്കണോമിയെ നന്നാക്കി എടുക്കുക, രാജ്യത്തെ സ്റ്റെബിലൈസ് ചെയ്യുക, പ്രതിപക്ഷത്തിരിക്കുക എന്ന് വെച്ചാൽ ഈസി ടാസ്ക്. പക്ഷെ ടു റൂൾ, ടു ഗവേൺ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ചാലഞ്ചിങ് ടാസ്ക്. ആ ഒരു ഫ്രജൈൽ സിറ്റുവേഷനിലൂടെയാണ് രാജ്യം പോകുന്നത്. അതിൻ്റെ ഒരു മാക്സിമം പോസിബിൾ റെസ്ട്രെയിൻ ആൻഡ് ഡിപ്ലോമസി അതാണ് അദ്ദേഹം കാണിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ഇസ്രായേലിൻ്റെ ചുറ്റുപുറമുള്ള രാജ്യങ്ങൾക്കൊക്കെ അറിയില്ല ഈ ഗ്രേറ്റർ ഇസ്രായേലിന് എന്ന പ്ലാൻ ഇവർക്ക് അൾട്ടിമേറ്റ്ലി ഉണ്ട്, ഇസ്രായേലിന് അതിൽ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് അറിയാം. പക്ഷേ ദേ ആർ നോട്ട് ഡൂയിങ് എനിത്തിങ്. ഈവൻ ജോർദാൻ, സൗദി അറേബ്യയുടെ ഒരു പാർട്ട്, അവരെന്താ ഒരു ബിറ്റ്വീൻ യൂഫ്രട്ടീസ് ആൻഡ് നൈൽ, അതാണ് അവരുടെ അതിൻ്റെ മാപ്പ് വിസിബിൾ ആണ്. പല സീക്രട്ട് മീറ്റിങ്ങിലും അവരത് ചെയ്യുന്നുണ്ട്. നെതന്യാഹു പോലും പറയുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് അയാൾ ബ്ലസ്ഡ് ആണ് അത് ചെയ്യുന്ന കാര്യത്തിലെന്ന്. പക്ഷേ
ഒരു എനിക്ക് തോന്നുന്നത് ഇറാൻ മാത്രമാണ് അത് കണ്ടിട്ട് ഈ മിസൈൽ പ്ലാൻസും ന്യൂക്ലിയർ പ്ലാൻസ് ഒക്കെ ചെയ്തത്. ബാക്കിയുള്ള രാജ്യങ്ങൾ എന്തെങ്കിലും രീതിയിൽ ചെയ്യുന്നുണ്ടോ? പക്ഷേ ബാക്കിയുള്ള രാജ്യങ്ങൾ അഗൈൻ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ബാക്കിയുള്ള രാജ്യം ഹൂ ഈസ് ബാക്കിയുള്ള രാജ്യങ്ങൾ അവരെന്താണെന്ന് വെച്ചാൽ അമേരിക്കൻ ഗ്യാരണ്ടിയിൽ നിൽക്കുന്ന കുറേ റെജീംസാണ്. തുർക്കിയുടെ കാര്യത്തിലും ടർക്കി ഇറാൻ ഇങ്ങനെയൊക്കെയുള്ള ചില രാജ്യങ്ങളാണ് അതിൽ വ്യത്യസ്തമായിട്ടുള്ളൊരു അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരൊരു കൈൻഡ് ഓഫ് ബാലൻസിങ് ആക്റ്റാണ്. ഒരേ സമയം അമേരിക്ക ഇപ്പം ഇസ്രായേലിനെ എതിരിടുക എന്ന് പറഞ്ഞാൽ ബേസിക്കലി അതെന്താണ്? അമേരിക്ക എതിരിടുക എന്നുള്ളതാണ്. ഇറ്റ്സ് ഇമ്പോസിബിൾ. അപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയുടെ പ്രയോറിറ്റി എന്താണ്? ഈ റെജീംസിനെ സ്റ്റേബിളായി നിലനിർത്തുക എന്നുള്ളതാണ്. എന്തുകൊണ്ട് അമേരിക്ക ഇസ് എന്താണ് മദർലാൻഡ്, ദ ഹെർട്ട് ലാൻഡ് ഓഫ് ഡെമോക്രസി എന്ന് പറയും. പക്ഷെ അവരെന്താണ് ഇവിടെ ഡെമോക്രസിയെ കുറിച്ച് സംസാരിക്കാത്തത്? ദ മൊമെന്റ് ഡെമോക്രസി കംസ് അവിടെ അമേരിക്കക്കെതിരായിട്ടുള്ള ഭരണകൂടങ്ങൾ വരും. അത് വന്നിടത്തൊക്കെ അവർ ഡീത്രോൺ ചെയ്തിട്ടുണ്ട്. മുർസിയുടെ കാര്യത്തിൽ അതാണ് സംഭവിക്കുന്നത്. എന്തുകൊണ്ടാണ് മുർസിക്ക് നോക്കൂ, ഒരു പോസ്റ്റ് റെവല്യൂഷൻ ഇലക്ഷനിൽ 50+% ഓഫ് വോട്ട് വാങ്ങിയിട്ട് ഒരു ആൾ അധികാരത്തിൽ വരിക എന്നുള്ളത് ഇറ്റ്സ് ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ. അത് നമുക്ക് കാണാൻ പറ്റില്ല പലയിടത്തും. പക്ഷേ അത്രയും ഫ്രജൈലായൊരു സിറ്റുവേഷനിലും ദിസ് മാൻ ഗോട്ട് 50+% ഓഫ് വോട്ട്. ഐ തിങ്ക് ഇറ്റ്സ് 54 or something ടോട്ടൽ വോട്ട്. ദാവൂദൊക്കെ വിശ്വസിക്കുന്നുണ്ടോ അപ്പോൾ എല്ലാ ഗവൺമെൻറ്റ്സിൻ്റെയും ടോപ്പിലൊരു ഇസ്രായേൽ സ്പൈ അല്ലെങ്കിൽ US സ്പൈ വർക്ക് ചെയ്യുന്നുണ്ട്, ലൈക്ക് ജോർദാൻ, സിറിയ? അല്ല, അങ്ങനെ ഒരു ഇൻഡിവിജ്വൽ സ്പൈ വർക്ക് ചെയ്യുന്നൊക്കെ പറയുന്നത് എന്താ പറയുക, ഈ കൺസ്പിറസി ഇമാജിനേഷൻ എന്നൊക്കെ പറയില്ലേ, അതിൽപ്പെട്ട സംഗതിയായിരിക്കും. അങ്ങനെ സ്പൈ വർക്ക് ചെയ്യേണ്ട കാര്യമില്ല. ദ സിസ്റ്റം ഈസ് ലൈക്ക് ദാറ്റ്. ഒരു സെൽഫ് എസ്റ്റീം ഇല്ലാത്ത ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റ്, ആൻഡ് ദേ ടു ആർ ഡിപ്പെൻഡൻറ്റ് ഓൺ സം അതർ ഔട്ടർ ഫോഴ്സസ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്വന്തം മനസ്സാക്ഷിക്കനുസരിച്ച് വർക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. അവർക്ക് സ്വന്തം നിലയ്ക്ക് എന്തെങ്കിലും ആക്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അതേസമയം അവർ സെർട്ടൺ ലെവൽ ഓഫ് ആൻറ്റി ഇസ്രായേൽ പൊസിഷൻ അവരെടുക്കും. എന്തിനു വേണ്ടിയാണ്? ടു കീപ് ദെയർ പോപ്പുലസ് കൺട്രോൾഡ്, അറ്റ്ലീസ്റ്റ് മീഡിയേറ്റഡ്. എർദോഗൻ അങ്ങനെ ഒരാളാണ്. എർദോഗൻ അങ്ങനെയാണ് ഞാൻ മനസ്സിലായത്. എർദോഗൻ എന്ന് വെച്ചാൽ അദ്ദേഹം ഇതിൽ സിൻസിയറായ ഒരു പൊസിഷനുള്ള ആളാണ്. പക്ഷേ ഓഫ് കോഴ്സ് എല്ലാവർക്കും അവരുടേതായുള്ള കമ്പൽഷൻസ് ഉണ്ട്. ഇപ്പോൾ ഇറാനെ കുറിച്ച് ഇറാൻ എപ്പോഴാണ് ഇസ്രായേലിനെ തിരിച്ചാക്രമിച്ചത്? അതിൻ്റെ ഒരു റെഡ് ലൈൻ കടന്നു എന്ന് എന്താണെന്ന് വെച്ചാൽ ഇറാനെയും ടർക്കിയെയും ഒക്കെ യുദ്ധത്തിലേക്ക് ഡ്രാഗ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളത് ഇസ്രായേലിൻ്റെ ആവശ്യമാണ്. അപ്പോൾ അതിൽ നിൽക്കേണ്ടതില്ല എന്നുള്ളത് തന്നെയായിരുന്നു അവരുടെ പൊസിഷൻ. പക്ഷേ അതേസമയം ഇറാൻ ഒരു ഘട്ടത്തിൽ അവരുടെ ഒരു നാഷണൽ പ്രൈഡിനെ നിലനിർത്തുക എന്നൊരു സംഗതിയുണ്ട്. നാഷണൽ പ്രൈഡ് ഹേർട്ട് ചെയ്യപ്പെടുമ്പം സ്വന്തം ജനത റെജീമിനെതിരെ തിരിയും. അത് അവരുടെ പൊളിറ്റിക്കൽ ഇതിനെ പോലും ബാധിക്കുന്ന കാര്യമാണ്. അപ്പോൾ ആ ഒരു ഘട്ടത്തിലാണ് അവർ തിരിച്ചടി. ദാറ്റ് ടു അഗൈൻ ഓൺ ദ ഫസ്റ്റ് ഫേസ് വാസ് എ ടോക്കൺ അറ്റാക്ക്. കുറേ ഡ്രോൺസ് അയക്കുന്നു. ഡ്രോൺസ് പുറപ്പെടുമ്പോൾ തന്നെ വാർത്തകൾ വരുന്നുണ്ട്. ഡ്രോൺസ് അവിടെ എത്തുന്ന സമയമാകുമ്പോൾ ലോകത്തെല്ലാ മീഡിയയും ഡ്രോൺസ് പുറപ്പെട്ടു എന്ന്. അതെന്തുകൊണ്ടാണ്? അത് അവർക്ക് അന്തക്കേടല്ല. ഇറ്റ് വാസ് ജസ്റ്റ് എ ടോക്കൺ അറ്റാക്ക് ടു പാസിഫൈ ദെയർ പോപ്പുലസ്. അത്ര. അപ്പോൾ ഈ പറയുന്ന ന്യൂക്ലിയർ പവർ എന്ന് പറയുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അഡ്വാൻറ്റേജാണ്. ഇസ്രായേലൊരു ടെഹ്റാനിലൊരു ന്യൂക്ലിയർ ബോംബ്, ഇസ്രായേൽ എന്തും ചെയ്യുമല്ലോ. ടെഹ്റാനിലൊരു ന്യൂക്ലിയർ ബോംബ് ഇടുന്നു, അല്ലെങ്കിൽ ഇസ്തംബുളിലൊരു ബോംബ് ഇടുന്നു. അതുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, എങ്ങനെ അതിനെ സർവൈവ് ചെയ്യാൻ പറ്റും, ഇതൊക്കെ എല്ലാ ആളുകളുടെയും ഒരു പ്രശ്നം തന്നെയാണ്. മീഡിയ കൺട്രോൾ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ആ നരേഷനും കൺട്രോൾ ചെയ്യാൻ പറ്റും. ഈ ഷാറജീമിനെ റിപ്ലേസ് ചെയ്തത് എന്തുകൊണ്ടാണ്? അവർക്ക് ഇസ്രായേലിനെതിരെ എന്തെങ്കിലും സ്റ്റാൻസ് വന്നുകൊണ്ടാണോ? അതോ ആര് റിപ്ലേസ് ചെയ്തു? US റിപ്ലേസ് ചെയ്തു. US റിപ്ലേസ് ചെയ്തല്ലോ, ജനങ്ങളാണ്. US was harsh against it, no? Then Shah got refuge in US, and he still, hosted by the US. And ഈ യുദ്ധത്തിന്റെ സമയത്തിന് അതിനെ എന്താ പറയുന്നത്, ഷായെ ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തുന്നുള്ള പറയുന്നത്. US was harsh against the revolution, and you know this thing, the episode, US embassy siege, ഇറാൻ റവല്യൂഷൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണ് US എംബസി ഉപരോധിച്ചു എന്നുള്ളത്. US എംബസി ഉപരോധിച്ചത് അവിടുത്തെ ടെഹ്റാൻ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികൾ. അവസാനം US എല്ലാ ശ്രമവും നടത്തി അവരുടെ എംബസി ഉദ്യോഗസ്ഥരെ മോചിപ്പിക്കാൻ പറ്റിയില്ല. പിന്നെ അൾജീരിയ മീഡിയേറ്റ് ചെയ്തൊരു കരാറിലൂടെയാണ് മോചിപ്പിക്കുന്നത്. അന്ന് എംബസി
ആ പ്രൊട്ടസ്റ്റിന് നേതൃത്വം കൊടുത്ത ആളാണ്, ആ ടീമിലുണ്ടായിരുന്ന ആളാണ് അഹമ്മദി നജാദൊക്കെ ഞാൻ മനസ്സിലാക്കി. പിന്നീട് ലീഡർഷിപ്പിലേക്ക് വന്ന പല ആളുകളും. ഇനി അങ്ങനെ ഷാ ഈ പബ്ലിക് ഇതിനകത്ത് നിൽക്കക്കള്ളിയില്ലാതെ വിട്ടേച്ച് പോയതാണ്. അല്ലാതെ പക്ഷെ ഷാ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്, പബ്ലിക്കായിട്ട് പറയുന്നുണ്ട്, ഇസ്രായേലിന് നല്ല കൺട്രോൾ ഉണ്ട് അമേരിക്കയുടെ മുകളിൽ. അന്ന് അമേരിക്കനെ കൺട്രോൾ ചെയ്യുന്ന ഇസ്രായേലാണ്. ആ കാലത്ത് ഒരു 70s ആ ടൈമിൽ ഇങ്ങനെ പറയുന്ന ഇൻ്റർവ്യൂസ് കമ്മിയാണ്. ഇന്ന് പറയുന്ന പോലെ ഇൻഡിപെൻഡൻറ്റ് ജേർണലിസ്റ്റുകൾ കമ്മിയാണ്. അതേപോലെ ഇൻ്റർവ്യൂസ് ഒക്കെ അത്രയും സൺസേർഡ് ആണ്. ആ ടൈമിൽ അയാൾ അങ്ങനെ പറയുന്ന വീഡിയോ അദ്ദേഹം അതൊരു കുറ്റപ്പെടുത്തലായിട്ട് പറഞ്ഞായിരിക്കും, ഒരു മാറ്റർ ഓഫ് ഫാക്ട് പറഞ്ഞായിരിക്കും. പിന്നെ അദ്ദേഹം ഇസ്രായേലുമായിട്ട് നല്ല ഇറാൻ നല്ല ഇപ്പോൾ ഷാജ് റജീമിൻ്റെ കാലത്ത് ഇറാനിയൻ മിലിറ്ററി ട്രെയിൻ ചെയ്തവരാണ് മൊസാദാണ്, ഇസ്രായേലാണ്. അത്രയും അവരുടെ ബന്ധം, അവർ തമ്മിൽ ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. എന്ന് മാത്രമല്ല മൊസാദിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഓപ്പറേഷൻ ഏരിയ ആയിരുന്നു ഇറാൻ എന്ന് പറയുന്നത്. ടെഹ്റാൻ ടു ടെൽ അവീവ് ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു. ഇറാൻ ഹാസ് എ ഗുഡ്, ഐ മീൻ ടെഹ്റാൻ ഹാസ് എ ഗുഡ് ജൂയിഷ് പോപ്പുലേഷൻ ഓൾസോ. സ്റ്റിൽ ദേ ഹാവ്. അപ്പോൾ അവർ തമ്മിൽ വളരെ നല്ല ബന്ധമായിരുന്നു. മുസ്ലിം ലോകത്ത് ഇസ്രായേലിന് ഏറ്റവും അടുത്ത ബന്ധം ഉണ്ടായിരുന്ന രാജ്യമായിരുന്നു ഇറാൻ എന്ന് പറയുന്നത്. ഇറാൻ്റെ ടെറൈസ് എന്താണ്, അവിടുത്തെ ടെറൈൻ എന്താണ്, അതൊക്കെ ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന ആളാണ് മൊസാദിൻ്റെ ഇരിക്കുന്ന ആളുകൾ. പിന്നെ ഈ ഹൊമൈനി റെജീം വന്ന ശേഷമാണോ അവർ ടുവാർഡ്സ് ഇസ്രായേൽ അറ്റ് ദ ബിഗിനിങ് ഇത് ഡിഫറെൻറ്റ് ടേക്ക് ആയിരുന്നോ, അതോ സെയിം വേലായിരുന്നു അവർ? അടുത്ത് ഡെത്ത് ടു ഇസ്രായേൽ, ഡെത്ത് ടു അമേരിക്ക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്ലോഗൻ തന്നെ. ഹൊമൈനി വന്ന ഷെയ്ത്താനുൽ അക്ബർ എന്നാണ് അദ്ദേഹം അമേരിക്കയെ വിളിച്ചത്. അവര് സാങ്ഷനൊക്കെ വരുത്തി, ഫ്ലൈറ്റ് എല്ലാം നിർത്തി. ഫ്ലൈറ്റ് തന്നെ, ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പ് ഒന്നുമില്ല. ഓക്കെ, ആൾക്കാരും അതിന് സപ്പോർട്ടായിരുന്നു ആ ടൈമിൽ. ഓഫ് കോഴ്സ് വിപ്ലവത്തിന്റെ ഈ ആന്റി അമേരിക്കനിസം, ആന്റി ഇസ്രായേൽ, ഇതായിരുന്നല്ലോ വിപ്ലവത്തിന്റെ പ്രധാനപ്പെട്ട ഒരു മുഖം. ആൻഡ് ഷാ വാസ് സപ്പോർട്ടഡ് ബൈ ബോത്ത് അമേരിക്ക ആൻഡ് ഇസ്രായേൽ. ഓക്കെ, ഈ എയ്പാക് അമേരിക്കയിലുള്ളതുപോലെ യൂറോപ്പിലെ എയ്പാക്കിന് എന്തെങ്കിലും സ്വാധീനമുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും പാക്സ് യൂറോപ്പിലുണ്ടോ? ലോബിസ്റ്റുകൾ, ലോബിയിങ് ഗ്രൂപ്പുകൾ എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ഫെനോമിന, തിങ്ക് ടാങ്ക്സ് ആൻഡ് ലോബീസ്. അപ്പോൾ അവർക്ക് ഓരോ രാജ്യത്തുണ്ടാവും, ഇന്റർ കോണ്ടിനെന്റൽ ആയിട്ടുണ്ടാവും, ഇന്റർ സ്റ്റേറ്റ് ആയിട്ടുണ്ടാവും. അത് ഈവൻ ഇൻ ഡൽഹി, ഇഫ് യു ഗോ ടു ഡൽഹി യു വിൽ ഫൈൻഡ് ഡസൻസ് ഓഫ് തിങ്ക് ടാങ്ക്സ്. ഐ മീൻ അവർ പലതും പല നിലക്ക് എന്താ പറയുക സപ്പോർട്ടഡ് ആയിരിക്കും. ചിലപ്പോൾ വലിയ കോർപ്പറേറ്റുകളായിരിക്കും, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഗ്രൂപ്പുകളായിരിക്കും. പലർക്കും പല താല്പര്യങ്ങളുണ്ടാവും. അങ്ങനെയുള്ള ലോബിങ് എന്ന് പറയുന്നത് അത് ഇറ്റ്സ് നോട്ട് എ, ഐ മീൻ അൺനോൺ തിങ്. പക്ഷെ ഒരു ഫോറിൻ ഏജൻസി, ഒരു ഫോറിൻ കൺട്രിയുടെ ഒരു അഫയേഴ്സ് ആ ഒരു ഒരു പാക്ക് മാനേജ് ചെയ്യുക എന്ന് പറയുമ്പോൾ അതുപോലെ ഇന്ത്യയിൽ എന്തെങ്കിലും ഉണ്ടോ? അപ്പോൾ എപാക് ഇന്ത്യയിൽ എന്തെങ്കിലും അതുപോലെ ഒരു ഇപ്പോൾ അടുത്ത് വന്ന ചില, നിങ്ങൾ ശ്രദ്ധിച്ചോ, ഈ ഒബ്സർവർ റിസർച്ച് ഫൗണ്ടേഷനുമായി ബന്ധപ്പെട്ട് ചില വിവാദങ്ങൾ. ഇപ്പോൾ അമേരിക്ക എന്താണ് ജയശങ്കറിൻ്റെ മകൻ ഒക്കെ ബന്ധപ്പെട്ട ചില കോൺട്രവേഴ്സീസ് വന്നില്ലേ? അതെന്താണ്? ഒബ്സർവർ റിസർച്ച് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഒരു തിങ്ക് ടാങ്കാണ്. അപ്പോൾ അത്തരം ഇപ്പോൾ ഇന്ത്യൻ താല്പര്യങ്ങൾക്കെതിരായ സംഗതികൾ വരെ അമേരിക്കയിൽ നടത്തപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഈവൻ ഈ വിതിൻ സംഘി സൈബർ സ്പേസ്, ഐ മീൻ ട്വിറ്റർ സ്പേസിൽ വലിയ വിവാദം നടന്നു. എനിക്ക് തോന്നുന്നു 2 ആഴ്ച മുമ്പാണ്. ഓക്കെ, ഇങ്ങനെയുള്ള ലോബിംഗ് ഗ്രൂപ്പുകൾ ഇന്ത്യയിലുണ്ട്, അവർ തമ്മിലുള്ള കോൺഫ്ലിക്റ്റുകളുണ്ട്. അത് ലോകത്തെല്ലായിടത്തുണ്ട്. എന്ന് വെച്ചിട്ട് നമ്മൾ കണ്ടൊരു കാര്യം, ഇതെല്ലാം 100% somebody sits somewhere and he controls everything fine tune എന്ന് പറയുന്നത് എന്താണ്? ഒരു ഗ്രേറ്റർ ഗോഡ് ഈസ് ദെയർ who controls everything. It's not true. ഈ ചങ്ങായിമാർ എന്താ ചെയ്യണത്? ലോബിസ്റ്റുകളാകട്ടെ, ഐപാക് ആകട്ടെ, they are working, they are hard working, they are lobbying, they are investing, they are channelizing things and they are making result out of it. Okay. അപ്പോൾ അവർക്ക് എന്തുകൊണ്ട് ഒരാൾ ഒരു ലോബിംഗ് ഗ്രൂപ്പ് നന്നായി പെർഫോം ചെയ്യുന്നത്? ബിക്കോസ് ദേ ആർ വർക്കിംഗ് ഹാർഡ് ആൻഡ് ദേ ആർ ഇൻവെസ്റ്റിംഗ് ടു മച്ച് ആൻഡ് ദേ ഹാവ് ഗുഡ് റിസോഴ്സസ്. അപ്പോൾ ഇന്നത്തെ ഒരു പവർ സ്ട്രക്ചർ, ഒരു വേൾഡ് ഓർഡറിൽ ഹൂ റൺസ് ദ വേൾഡ്? ഇറ്റ്സ് അമേരിക്കൻ എസ്റ്റാബ്ലിഷ്മെൻറ്റ്. ആൻഡ് ഹൂ റൺസ് ദ അമേരിക്കൻ എസ്റ്റാബ്ലിഷ്മെൻറ്റ്? അമേരിക്കൻ എസ്റ്റാബ്ലിഷ്മെൻറ്റിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്താവുന്ന ലോബിസ്റ്റുകൾ ആരാണോ, തിങ്ക് ടാങ്കുകൾ ആരാണോ, ഗ്രൂപ്പുകൾ ആരാണോ, അവർക്കായിരിക്കും ഗ്ലോബൽ പൊളിറ്റിക്സിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ഉണ്ടാകുക. അത്രയേ ഉള്ളൂ. എന്ന് വെച്ച് എവറിത്തിങ് ഈസ് ഡൺ ബൈ ദം, എവറിത്തിങ് ഈസ് കൺട്രോൾഡ് ബൈ ദം, അത് ശരിയല്ല. അങ്ങനെ ഇതിനകത്ത് തന്നെ പലതരം ഇന്നർ ഡൈനാമിക്സുകൾ ഉണ്ടാവും. ഈ
ലോക രാഷ്ട്രീയത്തിൽ തന്നെ പലതരത്തിലുള്ള കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള സംഗതികളുണ്ടാവും. അപ്പോൾ അത് എല്ലാം ഈ സാധാരണ ഈ ഒരു ലെഫ്റ്റിസ്റ്റ് തിങ്കിങ് ഫ്രെയിംവർക്ക് ഉണ്ട്. എവറിത്തിങ് ഈസ് കൺട്രോൾഡ് ആൻഡ് കൺസ്പയർഡ് ബൈ certain person, like certain families, ഇതെല്ലാം പല വേർഡ്സ് ആണെങ്കിലും ഒരു ലൈക്ക് ന്യൂ വേൾഡ് ഓർഡറിന്റെ പിന്നിൽ കുറച്ച് ആൾക്കാരുണ്ട് എന്നാണ് ദാവൂദ് വിശ്വസിക്കുന്നത്. ലൈക്ക് ബാങ്കേഴ്സ് ആയിരിക്കാം പറഞ്ഞു. That again doesn't mean they controls everything. They do have a big say. And at any stage of human civilization അങ്ങനെ ഉണ്ട്. നമ്മളൊരു ഹ്യൂമൻ ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ മോഡേൺ ഹിസ്റ്ററി അല്ലെങ്കിൽ മിഡിൽ ഹിസ്റ്ററി അങ്ങനെയൊന്നുമല്ല. നമ്മൾ ഹ്യൂമൻ ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ തന്നെ there are a certain group or a certain ideology, a certain philosophy that governs the entire that decides and defines the entire world. അപ്പോൾ നമ്മൾ ഓരോ സമയത്തും അങ്ങനെയാണ്. ഒരു ഘട്ടത്തിൽ ചിലപ്പോൾ അത് ബൈപോളർ ആയിരിക്കും, ട്രൈപോളർ ആയിരിക്കും. ഇപ്പം നമ്മളൊരു യൂണിപോളർ യൂണിപോളർ ഇതിലാണ് നിൽക്കുന്നത്. ദാറ്റ് ഈസ് ഗവേൺഡ് ബൈ ദ അമേരിക്കൻ എസ്റ്റാബ്ലിഷ്മെൻറ്റ്. നേരത്തെ നമുക്ക് ഒരു ബൈപോളർ സ്ട്രക്ചറാണ് ഉണ്ടായിരുന്നത്. ദ വൺ വിത്ത് സോവിയറ്റ് ആൻഡ് ദ അതർ വിത്ത് ദ അമേരിക്കൻസ്. ചിലപ്പോൾ ഒരു ട്രൈപോളർ ഇതിൽ കാണാൻ പറ്റും. അത് ഹ്യൂമൻ ഹിസ്റ്ററിയിലല്ല ഇപ്പോൾ ഉണ്ടായിട്ടുള്ളതാണ്. വേൾഡ് വാർ 2 ശേഷമാണ് ഇപ്പോൾ ഉള്ളൊരു ന്യൂ വേൾഡ് ഓർഡർ വന്നത്. വേൾഡ് വാർ 2 ശേഷം ഓക്കെ ഇപ്പോൾ ഉള്ളതെന്ന് പറയാമല്ല, ഒരു കൈൻഡ് ഓഫ് ബൈപോളർ എന്ന് പറയാവുന്ന സ്ട്രക്ചറായിരുന്നു. ഇപ്പം വൺ ഹാൻഡ് ദർ ഇസ് സോവിയറ്റ് യൂണിയൻ ആൻഡ് ദ അതർ ഹാൻഡ് ദ അമേരിക്കൻ എസ്റ്റാബ്ലിഷ്മെൻറ്റ്. പക്ഷെ അപ്പോഴും ഞാൻ പറയാം, അപ്പം UN ആണല്ലോ ഇപ്പോൾ ഉള്ളൊരു വേൾഡ് ഓർഡറിനെ എന്താ പറയുക, അതിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഒരു കോമൺ ത്രെഡ് എന്ന് പറയുന്നത് യുണൈറ്റഡ് നേഷൻസ് ആൻഡ് ഇറ്റ്സ് മൾട്ടിപ്പിൾ ഡിഫറെൻറ്റ് ആംസ്. പക്ഷേ നോക്കുക, എഗെയിൻ നമ്മൾ UN എന്ന് പറയുന്ന ഒരു ഡെമോക്രാറ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളതാണ് അതിനെക്കുറിച്ചുള്ള കോൺസെപ്റ്റ്. ബട്ട് യു സീ UN ആണ് ലോകത്തെല്ലായിടത്തും ഡെമോക്രസി, ട്രാൻസ്പെറൻസി എല്ലാം നിലനിർത്താൻ അതിൻ്റെ ഒരു കസ്റ്റോഡിയനായിട്ട് നിൽക്കുന്ന ഏജൻസി. പക്ഷേ UN ബേസിക് സ്ട്രക്ചർ എന്താണ്? ഹൂ ഡിസൈഡ്സ് UN? UN ഈ പെർമനൻറ്റ് മെമ്പേഴ്സ് എന്ന് പറയുന്ന സെക്യൂരിറ്റി കൗൺസിലാണല്ലോ UN ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള അതിൻ്റെ ബ്രാഞ്ച് എന്ന് പറയുന്നത്. സെക്യൂരിറ്റി കൗൺസിലിൻ്റെ പ്രമേയങ്ങളാണ് ലീഗലി ബൈൻഡിങ് ആയിട്ടുള്ളത്. ജനറൽ അസംബ്ലിയുടെ പ്രമേയം എന്ന് പറയുന്നത്, വേറെ ഏതെങ്കിലും പ്രമേയം എന്ന് പറയുന്നത് അതൊരു പ്രമേയം മാത്രമാണ്. പക്ഷെ ലീഗലി ബൈൻഡിങ് ആയിട്ടുള്ളത് എന്താണ്? യുണൈറ്റഡ് നാഷണൽ സെക്യൂരിറ്റി കൗൺസിലിൻ്റെ പ്രമേയങ്ങളാണ്. വീറ്റോ പവേഴ്സ് ഉള്ള കൺട്രീസ്. ഈ സെക്യൂരിറ്റി കൗൺസിൽ എന്ന് പറയുന്നത് 15 രാജ്യങ്ങൾ. Among 5 are permanent members. Yes. They enjoy veto power. So once there is veto power, how come it be a democratic institution? That's fundamental question is. അതുകൊണ്ടാണ് എർദോഗൻ സ്ഥിരം പറയുന്നത് വേൾഡ് ഈസ് ലാർജർ ദാൻ 5 എന്ന് പറയും. US ഏറ്റവും കൂടുതൽ വീറ്റോ പവർ ഉപയോഗിച്ചിട്ടുള്ള ഇസ്രായേലിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ വേൾഡ് ഈസ് ലാർജർ ദാൻ 5. ഈ 5 അല്ല എഗൻ എടുക്കുക. ഇപ്പം ഡെമോക്രസി എന്ന് അടിസ്ഥാനം ജനങ്ങളാണല്ലോ അതിൻ്റെ. ലോകത്തെ ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യം ഏതാണ്? ഇന്ത്യ ഈസ് നോട്ട് ഇൻ ഇന്ത്യ ഈസ് നോട്ട് എ പെർമനന്റ് മെമ്പർ. ദെൻ വാട്ട് ഈസ് ഡെമോക്രസി ദെൻ? അങ്ങനെ പ്രശ്നമുണ്ടല്ലോ. ആഫ്രിക്ക ലോകത്തെ ഏറ്റവും പോപ്പുലസ് ആയ ഒരു കോണ്ടിനെന്റ് ആണ്. ദർ ഇസ് നോ വൺ ഫ്രം ആഫ്രിക്ക. അതങ്ങനെ ശരിയാണ്. ദർ ഇസ് നോ വൺ ഫ്രം ലാറ്റിൻ അമേരിക്ക. നമ്മളൊരു കോണ്ടിനെന്റൽ റെപ്രസെന്റേഷൻ എടുക്കാൻ നോക്കുക. നോ വൺ ഫ്രം ആഫ്രിക്ക, നോ വൺ ഫ്രം ലാറ്റിൻ അമേരിക്ക. അപ്പോൾ ഇവിടെയുള്ളൊന്നും ഡെമോക്രസി പീപ്പിൾസ് പവർ എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെയുള്ള മനുഷ്യന്മാരല്ലേ ആഫ്രിക്കയിലുള്ളത്. ഇനി നമ്മൾ റിലീജിയസ് എടുക്കുകയാണെങ്കിൽ ഈസ് ദർ എനിവൺ ഫ്രം മുസ്ലിം വേൾഡ്? നോ. ദെൻ ഹിന്ദുസ് പ്രധാനപ്പെട്ട ഒരു കമ്മ്യൂണിറ്റി അല്ലേ? ഒരു ഹിന്ദുക്കളെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു പെർമനൻറ്റ് മെമ്പർ ഉണ്ടോ? അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ ഇതിനൊരു ഡെമോക്രാറ്റിക് ലോകത്ത് ഡെമോക്രസി നിലനിർത്തേണ്ട ഗ്യാരണ്ടർ ഓഫ് ഡെമോക്രസി എന്നുള്ളതാണ് ആരുടെ UN-ൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല. പക്ഷേ അതിൻ്റെ ബേസിക് സ്ട്രക്ചർ ആൻറ്റി ഡെമോക്രാറ്റിക് ആണ്. പക്ഷെ എന്തുകൊണ്ടാണത്? അത് വിന്നർ ഡിസൈഡ്സ് ദ ട്രൂത്ത് എന്നുള്ളതാണ്. രണ്ടാം ലോക യുദ്ധത്തിന് ശേഷം മോസ്റ്റ് പവർഫുള്ളായിട്ട് എമേർജ് ചെയ്ത ആരാണോ അവരാണ് ഇതിൽ ഡിസൈഡ് ചെയ്യുന്നത്. പക്ഷെ എനിവേ അതൊരു എന്താണ്, ഒരു ലോകത്തെ നിലനിർത്തുന്ന ഒരു കോമൺ ഒരു ത്രെഡായിട്ട് നിൽക്കുമായിരുന്നു. ഒരു ഫ്രെയിം വർക്ക് അത്ര സ്ട്രോങ് അല്ലെങ്കിലും അത്ര ഡെമോക്രാറ്റിക് അല്ലെങ്കിലും എ കൈൻഡ് ഓഫ് പോസിബിൾ ഫ്രെയിം വർക്ക്.
ഈ ഗസ ഇതിൻ്റെ അതാണ് ഈ പുതിയ ഡെവലപ്മെൻറ്റ്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു സവിശേഷതയായിട്ട് ഞാൻ കാണുന്നത് ദിസ് തിങ് ഈസ് ഗോയിങ് ടു ബി ഷാറ്റേഡ് എന്നുള്ളതാണ്. ഓക്കെ. കാരണം ഒരു പുതിയൊരു സംഗതി ഇപ്പോൾ ICC അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ക്രിമിനൽ കോർട്ട് അല്ലെങ്കിൽ ICJ ഒരാളെ ഇൻഡിക്റ്റ് ചെയ്യുന്നു, അയാൾ ഹീറോ ആയി മാറും. അയാളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം എന്തുകൊണ്ടാണ് UN ആസ്ഥാനം ന്യൂയോർക്കിലാവുന്നത്? അമേരിക്കയാണ് ഈ പറയുന്ന ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള രാജ്യം, അല്ലെങ്കിൽ UN ഈ ലോകഘടന നിലനിർത്തേണ്ട ഒരു ധാർമ്മികമായ ഉത്തരവാദിത്വം അവർക്ക് വന്നു ചേരുകയാണ് UN അവർ ഹോസ്റ്റ് ചെയ്യുന്നതോടുകൂടി. പക്ഷെ അവരാണ് ഈ ICJ ഇൻഡിക്റ്റ് ചെയ്ത ഒരു പ്രതിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ അധ്വാനിക്കുന്നത്. അതങ്ങനെ സാധിക്കും. ഇപ്പോൾ UN ആസ്ഥാനം UN ജനറൽ അസംബ്ലി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ മെഹമ്മൂദ് അബ്ബാസ് എങ്ങനെയാണ് പ്രസംഗിച്ചത്? അദ്ദേഹം ഓൺലൈനായിട്ടാണ് പ്രസംഗിച്ചത്. ഓക്കെ. കഴിഞ്ഞ ദിവസം എന്തുകൊണ്ട് അദ്ദേഹം ഓൺലൈനായിട്ട് പ്രസംഗിക്കേണ്ടി വന്നു? ന്യൂയോർക്കിൽ ഇറങ്ങാൻ പറ്റില്ല, വിസ കൊടുത്തില്ല. അമേരിക്ക വിസ കൊടുത്തില്ല, അങ്ങനെ കൊടുക്കാൻ പാടില്ലല്ലോ. ജോലാനി വരെ വന്നു. ബൈ സ്റ്റാറ്റ്യൂട്ട് അമേരിക്ക cannot deny until and unless that particular person's presence in New York create any security issue, national security issue. മുഹമ്മദ് അബ്ബാസ് ഇതിന്റെ മുമ്പൊന്നും വന്നിട്ടില്ല. ഡംസ് ഭരിച്ചിരുന്ന ടൈമിലൊന്നും വന്നിട്ടുണ്ട്. UN ഇങ്ങനെ ഒരു ഹെഡ് ഓഫ് സ്റ്റേറ്റിനെ വിസ കൊടുക്കാതിരിക്കുക എന്നുള്ളത് അനുഭവം എനിക്ക് തോന്നുന്നത് ഉണ്ടായിട്ടുള്ളത് 88 മാത്രമാണ്. That time Arafat. And that time Arafat was not a head of state. He was the chairman of PLO only. Okay. പക്ഷേ PLOയ്ക്ക് എന്തോ ഒബ്സർവർ സ്റ്റാറ്റസ് എന്തോ ഉണ്ടായിരുന്നു UN. അദ്ദേഹം ഒന്നും പ്രസംഗിക്കാറുണ്ടായി. പക്ഷെ വിസ കൊടുത്തില്ല. കാരണം അന്ന് എന്തോ ടെററിസ്റ്റ് ഓർഗനൈസേഷൻ എന്തോ പറഞ്ഞിട്ട് കൊടുത്തില്ല. UN എന്താ ചെയ്തെന്ന് അറിയോ? UN ജനറൽ അസംബ്ലി ന്യൂയോർക്കിൽ നിന്ന് മാറ്റി ജനീവയിലേക്ക് മാറ്റി, ഇൻ ഓർഡർ ടു ഹോസ്റ്റ് അറഫാത്ത്. ഇപ്പോൾ ഉള്ളതാരാണ്? ഓഫ് കോഴ്സ് അറഫാത്തിനെ സംബന്ധിച്ച് അറഫാത്ത് ഗറില്ല ആക്ടിവിറ്റീസിലും മറ്റേതിലൊക്കെ പങ്കെടുത്ത ആളാണെന്ന് വിചാരിക്കാം. അദ്ദേഹം ഒരു രാഷ്ട്രത്തലവനല്ല. മുഹമ്മദ് അബ്ബാസ് അങ്ങനെയല്ലല്ലോ. ഒരു പലസ്റ്റൈൻ അതോറിറ്റി എന്ന് പറയുന്ന ഒരു ഫുൾ നാഷൻ അല്ലെങ്കിലും ലോകത്ത് ഒരുപാട് രാജ്യങ്ങൾ അംഗീകരിച്ചിട്ടുള്ള റെക്കഗ്നൈസ് ഒരു രാഷ്ട്രത്തിൻ്റെ തലവനാണ്. ഹി യൂസ് ടു കം ഇൻ UN ജനറൽ അസംബ്ലി ആൻഡ് സ്പീക്ക്. പക്ഷെ ഇത്തവണ വിസ നിഷേധിച്ചു. അതെന്താണത് കാണിക്കുന്നത്? ഈ ആരാണോ ഈ പറയുന്ന വേൾഡ് ഓർഡറിനെ നിലനിർത്താൻ ബാധ്യതപ്പെട്ടിരിക്കുന്നത്, ധാർമ്മികമായും നിയമപരമായും ബാധ്യതപ്പെട്ടിരിക്കുന്നത്, അവർ തന്നെ അതിനെ കുളം തോണ്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പം നമ്മൾ ഈ ഷൂട്ട് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പാണ് നെതന്യാഹു പ്രസംഗിക്കുന്നത് ന്യൂയോർക്കിൽ ജനറൽ അസംബ്ലിയിൽ. അദ്ദേഹം പ്രസംഗിക്കാൻ ആരംഭിക്കുമ്പോൾ ആ സദസ്സ് കാലിയാവുകയാണ്, അസംബ്ലി ഹാൾ കാലിയാവുകയാണ്, എല്ലാവരും ഇറങ്ങിപ്പോവുകയാണ്. എല്ലാവരും ഓൾമോസ്റ്റ് ഓൾ കാലിയായ കസേര നോക്കിയാണ് പുള്ളി പ്രസംഗിക്കുന്നത്. പുള്ളി തന്നെ പ്രസംഗിക്കുന്നു, പുള്ളി തന്നെ കൈയടിക്കുന്നു, ഇതിനാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ എന്താണ്? മെജോറിറ്റി ഓഫ് ഈ ഇരിക്കുന്ന ഡിപ്ലോമാറ്റ്സ് ആരാണ്? ലോകത്തെ പ്രതിനിധീകരിക്കുന്ന ആൾ, അതായത് രാജ്യങ്ങളെ പ്രതിനിധീകരിക്കുന്ന ആളാണ്. ലാൻഡ്സ് മെജോറിറ്റി ഓഫ് ദ വേൾഡ് പോപ്പുലസ് ആർ അഗേൻസ്റ്റ് ദിസ് മർഡറസ് ഗായ്. സ്റ്റിൽ ഹീസ് പ്രൊട്ടക്റ്റഡ്. അദ്ദേഹത്തിന് അവിടെ ഒന്ന് പ്രസംഗിക്കാൻ പറ്റുന്നു, അബ്ബാസിന് പ്രസംഗിക്കാൻ പറ്റുന്നില്ല. എന്നാൽ ഒരു വേറെ നിലക്കുള്ളൊരു അവൈക്കണിങ്ങിലേക്ക്, അല്ലെങ്കിൽ ഒരു ഇളകി മറച്ചിലേക്ക്, ഒരു ബോയിലിങ്ങിലേക്ക് ലോകത്ത് കൊണ്ടെത്തിക്കുകയാണ് ചെയ്യുന്നത്. ലോകത്ത് സ്ട്രീറ്റ് ഇപ്പം കഴിഞ്ഞ ദിവസം ഇസ്രായേലിനെതിരെ ഏറ്റവും മാസീവായുള്ള റാലി നടന്ന എവിടെയാണ്? ഇറ്റലിയിൽ. ലോകത്തെല്ലായിടത്തും നടക്കുന്നുണ്ട്. ഇറ്റലി എന്ന് പറയുമ്പോൾ നമ്മൾ കാണും അവിടെ ഒരു ഫാസിസ്റ്റ് റൈറ്റ് വിങ് ഗവൺമെൻറ്റാണ് അവിടെ ഉള്ളത്. ആൻഡ് ഇറ്റ് ഹോസ്റ്റ് വാറ്റിക്കാൻ. ആൻഡ് ദർ ഇസ് മുസ്ലിംസ് എന്ന് പറയുന്നത് മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി ആയിട്ടുള്ള ആളുകളാണ് ഇറ്റലിയിൽ മുസ്ലിങ്ങൾ. പക്ഷേ അവിടെയാണ് ഏറ്റവും മാസീവായിട്ടുള്ള റാലി ഏറ്റവും അടുത്ത സ്ഥലമാണ്. ഇപ്പോൾ അവിടെ നിന്നുള്ള ഫ്രീഡം ഫ്ലോട്ടിലേക്ക് സംരക്ഷണം ഒരുക്കാൻ വേണ്ടി ഇറ്റാലിയൻ നേവി പുറപ്പെട്ടിരിക്കുകയാണ്. സ്പാനിഷ് നേവിയും ഇറ്റാലിയൻ നേവിയും. സ്പാനിഷ് ഓക്കെ, അതൊരു ലെഫ്റ്റ് ഗവൺമെൻറ്റാണ്. അയാൾ നേരത്തെ തന്നെ പ്രോ പലസ്റ്റൈൻ പൊസിഷൻ എടുക്കുന്ന ആളായിരിക്കാം. പക്ഷേ ഇറ്റലിയിൽ അങ്ങനെയല്ല. ഇറ്റലിയിൽ റൈറ്റ് വിങ് ഗവൺമെൻറ്റാണ്. ഒരു മുസോളിനി ഫാനാണ് അവിടുത്തെ. ഇല്ല,
പക്ഷെ എന്തുകൊണ്ടാണ് അവർക്ക് ഇത് കൊടുക്കേണ്ടി വന്നത്? 58 സിറ്റിസൺസ് അങ്ങനെ അവരുടെ സിറ്റിസൺസ് ഉണ്ട്. അവർ ആക്രമിക്കപ്പെട്ട് കഴിഞ്ഞാൽ അത് അവർക്ക് ഭയങ്കരമായ ഡൊമസ്റ്റിക് ടെൻഷൻ ഉണ്ടാവും. അത് എന്ന് പറഞ്ഞാൽ ലോകത്തുള്ള മനുഷ്യർ, സാധാരണക്കാരായ മനുഷ്യർ, അവർ മുഴുവൻ ഇസ്രായേൽ സാമാന്യമായിട്ടുള്ള ബേസിക് ഹ്യൂമാനിറ്റേറിയൻ നീതിബോധമുള്ള മനുഷ്യർ അവർ ഇസ്രായേലിനെതിരെ തിരികെയാണ്. അപ്പം ലോകത്ത് നീതിബോധമുള്ള മനുഷ്യർ എല്ലാവരും ഒരു പക്ഷത്തും ഇസ്രായേലും അമേരിക്കയും മറുപക്ഷത്തുമാകുന്ന ഒരു എക്സ്ട്രാ ഓർഡിനറി സെനാരിയോ ആണ് നിൽക്കുന്നത്. എന്തുകൊണ്ടാണ് ബ്രിട്ടന് പലസ്തീൻ റെക്കഗ്നൈസ് ചെയ്യേണ്ടി വന്നത്? എന്തുകൊണ്ടാണ് ഫ്രാൻസ് റെക്കഗ്നൈസ് ചെയ്യേണ്ടി വന്നത്? എന്തുകൊണ്ടാണ് കാനഡയ്ക്ക് റെക്കഗ്നൈസ് ചെയ്യേണ്ടി വന്നത്? ഇതൊന്നും അവരുടെ പൊളിറ്റിക്കൽ പൊസിഷൻ അങ്ങനെ ആയതുകൊണ്ടല്ല. പ്രഷറാണ്, ഡൊമസ്റ്റിക് പ്രഷറാണ്. സംഹൗ വി ആർ ഡൂയിങ് സംതിങ് എന്ന് സ്വന്തം പോപ്പുലസിനെ, അവർക്ക് സ്വന്തം ജനതയെ, അല്ലെങ്കിൽ ഈ ഡൊമസ്റ്റിക് പ്രഷറിനെ എന്താണ് പറയുക, അതിനെ ഒന്ന് ഈ പ്രഷർ കുക്കർ മെക്കാനിസം ഉണ്ടല്ലോ, അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ നിലക്ക് ഇത് ഒരു പലസ്റ്റൈൻ, എൻ്റെ പലസ്തീൻ ഹിസ്റ്ററി നമ്മൾ എടുത്ത് നോക്കി ഇങ്ങനത്തെ ഒരു സെനാരിയോ ഉണ്ടായിട്ടില്ല. എന്ന് മാത്രമല്ല, ലോകത്ത് നമ്മൾ പറഞ്ഞാൽ വേൾഡ് വാർ സെക്കൻഡിന് ശേഷം ഇങ്ങനത്തെ ഒരു സെനാരിയോ ലോകത്തുണ്ടായിട്ടില്ല. സ്ട്രീറ്റ്സ്, പോപ്പുലസ്, വേൾഡ് പോപ്പുലേഷൻ അവരൊരു പൊസിഷൻ എടുക്കുക, UN നേരെ വിരുദ്ധമായിട്ടുള്ള, അല്ലെങ്കിൽ അമേരിക്ക നേരെ വിരുദ്ധമായിട്ടുള്ള ഒരു പൊസിഷൻ എടുക്കുക. ഇത് എങ്ങനെ ധാർമ്മികമായി തകർന്നു കഴിഞ്ഞു. ഇസ്രായേലും അമേരിക്കയും ധാർമ്മികമായി, നൈതികമായി തകർന്നു കഴിഞ്ഞു. ആ സ്ട്രക്ചർ മാത്രം നിൽക്കുകയാണ്. അപ്പോൾ ധാർമ്മികമായും നൈതികമായും ബലമില്ലാത്തൊരു സ്ട്രക്ചർ അത് എത്ര കാലം പിടിച്ചു നിൽക്കുന്നുള്ളതാണ് ഇപ്പോഴുള്ള ക്വസ്റ്റ്യൻ. കേരളത്തിൽ മുമ്പൊക്കെ ഞാനൊരു 2014 ആ ടൈമിലൊക്കെ ഫേസ്ബുക്കിൽ മുമ്പ് ഫ്രീ പലസ്തീൻ എന്നുള്ള ഹാഷ്ടാഗൊക്കെ ഇടുമ്പോൾ ഒരുപാട് സപ്പോർട്ടേഴ്സ് ഉണ്ടായിരുന്നു, മതമോ പാർട്ടിയോ അങ്ങനെയൊന്നും നോക്കാതെ. പക്ഷെ ഇന്ന് അങ്ങനെയല്ല കാര്യം. ഞാനൊരു റീലിടുകയാണ്, ഒരു 1 മിനിറ്റിൻ്റെ ഫലസ്തീനെ സപ്പോർട്ട് ചെയ്ത്. പക്ഷെ അതിൽ ഒരുപാട് ആൾക്കാർ വന്ന് കമൻറ്റ് ചെയ്യുന്നു, October 7 കുറിച്ച് നിങ്ങളെന്താ മിണ്ടാത്തത്, അല്ലെങ്കിൽ നിങ്ങൾ മുസ്ലിംസ് ആയതുകൊണ്ടല്ലേ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നത്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലും വരാൻ തുടങ്ങി. മുമ്പ് ഇതെല്ലാം ഫേസ്ബുക്കിൽ കുറച്ച് ഏജ്ഡായ ആൾക്കാരാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഒരുപാട് ജെൻസി 20s ആൾക്കാരെല്ലാം സംസാരിച്ച് തുടങ്ങി. ഇങ്ങനൊരു മൈൻഡ് സെറ്റ് മാറ്റത്തിന് കേരള ജനത എങ്ങനെ മാറി? അതായത് നമ്മളെ നാട്ടിലുള്ള ആൾക്കാരുടെ ഒരു എന്താ പറയുക, മനുഷ്യത്വത്തിൻ്റെ അളവ് കമ്മിയായി വരികയാണോ? ചിലപ്പോൾ എനിക്ക് പല ക്വസ്റ്റ്യൻസും ആ കാര്യത്തിൽ വരാണ്. ദാവൂദ് സാഹിബിന് എന്താ തോന്നാറ്? അല്ല, അങ്ങനെ ഇപ്പോൾ കേരളത്തിലെ ആളുകളെല്ലാം അങ്ങനെ മാറിയെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. നേരത്തെ ഉള്ളതിനേക്കാൾ നേരത്തെ ഇത്തരം കാര്യങ്ങളൊക്കെ പങ്കുവച്ചിരുന്ന, ഇത്തരം നിലപാടുകൾ ഉണ്ടായിരുന്ന ആളുകൾ നേരത്തെ ഉണ്ടായിരുന്നു. പക്ഷേ നേരത്തെക്കാൾ ഒരു ഔട്ട്സ്പോക്കനാണ്. ഔട്ട്സ്പോക്കൻ ആയതിൻ്റെ കാരണം വെച്ചാൽ 2014 ശേഷം നമുക്കറിയാം, മോഡി റെജീം വന്നതിന് ശേഷം ഈ പറയുന്ന റൈറ്റ് വിങ് വളരെ പ്രധാനപ്പെട്ട ഇന്ത്യയിലെ ലീഡിങ് പൊളിറ്റിക്കൽ ഫോഴ്സായിട്ട് അവർ മാറിക്കഴിഞ്ഞു. അത് നേരത്തെ ഉള്ളതിനേക്കാൾ അവർ എക്സ്പ്രസ് ചെയ്യുന്നു, അസേർട്ട് ചെയ്യുന്നു. അവരാണ് പൊളിറ്റിക്കൽ അതോറിറ്റി, അവർക്കാണ്. അല്ലാതെ കേരള സൊസൈറ്റി എന്തോ ഭയങ്കരമായി മാറിപ്പോയി ഞാൻ വിചാരിക്കുന്നില്ല. ഓഫ് കോഴ്സ് ഈ പറഞ്ഞാൽ റൈറ്റ് വിങ് നേരത്തെ തന്നെ കേരളത്തിൽ ഉണ്ട്. അവർ നേരത്തേക്കാൾ കൂടുതൽ അസേർട്ടീവ് ആകുന്നു. മാത്രമല്ല, നേരത്തെ ഉള്ളതിനേക്കാൾ കൂടുതൽ മനുഷ്യവിരുദ്ധരാകുന്നു. ഇപ്പോൾ ഗസയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, അവർ കുഞ്ഞുങ്ങളെ കൊല്ലുന്നതിനെ കുറിച്ചുള്ളൊരു വാർത്തയ്ക്ക് താഴെ സ്മൈലി ഇടാൻ മാത്രം അവരെന്താണ്, അവരുടെ ഈ റൈറ്റ് വിങ് അസേഷൻ എന്ന് പറയുന്ന, അതിലവർക്കൊരു നാണക്കേടും ഇല്ലാത്തൊരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. That doesn't mean Kerala has totally changed. ഇപ്പോൾ അവർ നേരത്തെ ഉള്ളതിനേക്കാൾ മാറി. ഈ റൈറ്റ് വിങ് മെന്റാലിറ്റി ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ റേസിസ്റ്റ് മെന്റാലിറ്റി ഉണ്ടായിരുന്ന ആളുകൾ നേരത്തേക്കാൾ അസർട്ടീവായി എന്നതിന് അർത്ഥമുള്ളൂ. വാജ്പേയിയുടെ ഒരു പഴയൊരു സ്പീച്ച് ഉണ്ടായിരുന്നു, അതിൽ അതെ ഫലസ്തീനെ സപ്പോർട്ട് ചെയ്തിട്ട് സംസാരിച്ചു. പക്ഷെ ഇന്ന് അങ്ങനെ ഇന്ത്യയുടെ പൊതുവായിട്ടുള്ള പൊസിഷൻ അതായിരുന്നല്ലോ. റൈറ്റ് ഫ്രം 1947 ഇന്ത്യയുടെ ഡിക്ലെയർഡ് പൊസിഷൻ എന്തായിരുന്നു? ഇന്ത്യയാണ് ഒരു സ്റ്റേറ്റായി സ്റ്റേറ്റിനെ ആദ്യമായിട്ട് റെക്കഗ്നൈസ് ചെയ്യുന്ന നോൺ മുസ്ലിം രാജ്യങ്ങളൊന്ന് ഈ പറയുന്ന ഇസ്രായേലിനെ അംഗീകരിക്കാത്ത രാജ്യങ്ങളിൽ. പിന്നെ ഇറാൻ പോലെയുള്ള രാജ്യങ്ങളാണ്. ഷാർജ് റജീവിനൊക്കെയുള്ള ഇറാനൊക്കെ ഇസ്രായേലിനെ അംഗീകരിച്ചപ്പോൾ ഇന്ത്യ അംഗീകരിച്ചിട്ടില്ല. നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ആ ഒരു പൊസിഷൻ നേരത്തെ റൈറ്റ് ഫ്രം നെഹ്റു പീരീഡ് ഉണ്ടായിരുന്നു. ഈവൻ ഇന്ത്യക്കാർക്ക് എന്നതുപോലെ ഫലസ്തീനികൾക്ക് അവകാശപ്പെട്ടതാണെന്നുള്ളതാണ് മഹാത്മാഗാന്ധിയുടെ നിലപാട്. അപ്പോൾ ട്രഡീഷണൽ ഇന്ത്യയുടെ പോളിസി അതാണ്. അപ്പോൾ 70s അത് തന്നെയാണ് ഇന്ത്യയിൽ എന്താണ് മേൽക്കൈയുള്ള ഒരു നാഷണൽ നറേറ്റീവ് എന്ന് പറയുന്നത്. 70s എനിക്ക് തോന്നുന്നു 77 മറ്റാന്ന് തോന്നുന്നു വാജ്പേയി പ്രസംഗം നടത്തുന്നത്. അന്ന് എല്ലാവരും ഇന്ത്യയുടെ ഒരു ടോട്ടൽ പൊസിഷൻ ആയിട്ട് അങ്ങനെ തന്നെയാണ് ഉണ്ടായിരുന്നത്. പക്ഷെ മോഡിയുടെ സൈഡിൽ നിന്നും അങ്ങനെ ഒരു സ്പീച്ച് കേട്ടില്ല എന്നാണ്
ഞാൻ പറഞ്ഞു വരുന്നത്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മോഡി അതിന് ശേഷം വരുന്ന ആളല്ല, മോഡി 70s ഉള്ള ആളല്ലല്ലോ. മോഡി എന്ന് പറയുന്നത് 2014 ശേഷമാണല്ലോ അയാൾ ഇന്ത്യൻ പൊളിറ്റിയുടെ ഒരു നേതൃസ്ഥാനത്തേക്ക് വരുന്നത്. അന്ന് ഇപ്പോഴാണ് ജനസൈഡിൻ്റെ ഒരു ഇത്രയും കൂടുതൽ ആൾക്കാർ മരിക്കുന്നത് മൂപ്പര് കാണുന്നുണ്ട്. ഇപ്പോഴും നെതന്യാഹു എന്തെങ്കിലും ട്വീറ്റ് ചെയ്താൽ അത് റീട്വീറ്റ് ചെയ്ത് ഒരു അയാൾ ചെയ്തു എപ്പോഴും താങ്ക് യു മൈ ഫ്രണ്ട് എഴുതിയിട്ട്. അദ്ദേഹത്തിൻ്റെ പൊസിഷൻ ആണല്ലോ, അതിൽ സർപ്രൈസിംഗ് ആയിട്ട് എന്താ ഉള്ളത്? സർപ്രൈസിംഗ് ആയിട്ടൊന്നും ഇല്ലല്ലോ. BJP-ന്റെ ഇടയിൽ ഒരു പ്രഷർ ഉണ്ടാവും മോഡിക്ക്, അല്ലെങ്കിൽ ഉണ്ടോ? ഈ പറയുന്ന BJP എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ ഫോർമേഷൻ, അവരുടെ അടിസ്ഥാനം എന്താണ്? മുസ്ലിം വിരുദ്ധതയാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഊർജ്ജം എന്ന് പറയുന്നത്. ഇപ്പോൾ അവർ ഇസ്രായേലിനെ പിന്തുണക്കുന്നത് എന്തിനാണ്? മുസ്ലിംസിനോടുള്ള ദേഷ്യം. ഭയങ്കര കൗതുകരമായ കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ ഇസ്രായേലും ഇറാനും തമ്മിൽ യുദ്ധം ഉണ്ടായപ്പോൾ ഇന്ത്യയിലെ ഈ പറയുന്ന സംഘ് പ്രൊഫൈലുകളെല്ലാം സൈബർ സ്പേസ് ഇസ്രായേലിന് വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. പക്ഷേ ഇറാൻ എന്ന് പറയുന്ന രാജ്യവും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം എന്തെന്ന് ആലോചിച്ച് നോക്കൂ. ഇന്ത്യയുടെ ഏറ്റവും മോസ്റ്റ് ഫേവേർഡ് നാഷൻ എന്ന് പറയാവുന്ന ആ നിലക്കുള്ള രാജ്യമാണ് ഇറാൻ. ഇന്ത്യയുടെ ഏറ്റവും അടുത്ത ബന്ധമുള്ള ഇന്ത്യ സ്വന്തമായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നൊരു പോർട്ട് അവിടെയുണ്ട്. ഇന്ത്യ ഇൻവെസ്റ്റ് ചെയ്തുണ്ടാക്കിയാണ് ഷബഹാർ പോർട്ട്. ആൻഡ് ദാറ്റ് പോർട്ട് ഈസ് കൺസിഡേർഡ് ആസ് ദ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ ടു സെൻട്രൽ ഏഷ്യ. കാരണം നമുക്ക് സെൻട്രൽ ഏഷ്യയിലേക്ക് പോകാൻ പറ്റില്ല, ബിക്കോസ് പാകിസ്ഥാൻ ഈസ് ദെയർ. നമുക്ക് പാകിസ്ഥാനെ ബൈപ്പാസ് ചെയ്ത് സെൻട്രൽ ഏഷ്യയുമായിട്ടുള്ള നമ്മുടെ ട്രേഡ് റിലേഷൻഷിപ്പ്, ഈവൻ വി തോട്ട് ഓഫ് ട്രാൻസിറ്റ് കോറിഡോർ റൈറ്റ് ഫ്രം ഷബഹാർ ടു സെൻട്രൽ ഏഷ്യൻ റിപ്പബ്ലിക് ആൻഡ് ദെൻ ടു റഷ്യ. അത്രയും വലിയ ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റും ഇന്ത്യ നടത്തിയിട്ടുണ്ട്. അങ്ങനെ ഇന്ത്യയുമായിട്ട് ഏറ്റവും അടുപ്പമുള്ള രാജ്യം. പിന്നെ ഇറാനെതിരെ അമേരിക്ക പ്രഖ്യാപിച്ച ഉപരോധത്തിൽ ഇന്ത്യ ഇസ് നോട്ട് പാർട്ട് ഓഫ് ഇറ്റ്. അതിനെപ്പോലും ഡിഫൈ ചെയ്തുകൊണ്ട് ഇറാനൊപ്പം നിന്ന, ഇറാനും ഇന്ത്യയും തമ്മിലുള്ള ഒരുപാട് റിസ്ക് സഹിച്ചുകൊണ്ട് ഇറാനൊപ്പം നിൽക്കുന്ന രാജ്യമാണ് ഇന്ത്യ. അത്രയും നല്ല റിലേഷൻഷിപ്പുള്ള ഇറാനെതിരെ ഇസ്രായേൽ ആക്രമണം നടത്തിയപ്പോൾ ഇവിടെ അർമാദിക്കുകയായിരുന്നല്ലോ ഈ പറയുന്ന സംഘി എക്കോസിസ്റ്റം എന്ന് പറയുന്നത്. എന്താണ് അതിന്റെ ലോജിക്കൽ റീസൺ? എന്താണ് അതിന്റെ ലോജിക്കൽ റീസൺ? ആ റീസൺ ഒന്നേ ഉള്ളൂ. ഇറാൻ എന്ന് പറയുന്നത് ഒരു മുസ്ലിം രാജ്യമാണ്, അവരടിക്കുകയാണ്. ഇറാൻ ആക്രമിക്കുകയും ഇറാൻ എക്കണോമിക്കലി ദുർബലമാവുകയും ചെയ്താൽ ദാറ്റ് ഓട്ടോമാറ്റിക്കലി അഫക്ട് ഇന്ത്യ ടു, ബിക്കോസ് ഇറ്റ്സ് വൺ ഓഫ് ദ മേജർ ട്രേഡിംഗ് പാർട്ണർ ഓഫ് ഇന്ത്യ. അതുപോലും ചിന്തിക്കാനുള്ള ലോജിക്കില്ല. ദ ഓൺലി തിങ്, അവരുടെ ഒരു പ്രസം എന്ന് പറയുന്നത്, ഒരു ഫ്രെയിം വർക്ക് എന്ന് പറയുന്നത് എന്താണ്? ലോകത്തെ അവർ കാണുന്നത് എന്താണ്? ഒരാളെ സപ്പോർട്ട് ചെയ്യുന്നു അല്ലെ എതിർക്കുന്നു. ദ ഓൺലി തിങ്, വെദർ ദിസ് ഗൈസ് അഗൻസ്റ്റ് മുസ്ലിംസ്, ദെൻ സപ്പോർട്ട് ചെയ്യും. ഇപ്പോൾ ട്രംപിന്, മൈ ഫ്രണ്ട് ട്രംപിന് അമേരിക്കയിലെ ഇന്ത്യൻ ഡയാസ്പോറ, ദിസ് ഹിന്ദുത്വൈസ്ഡ് ഇന്ത്യൻ ഡയാസ്പോറ, അവർ ട്രംപിന് വേണ്ടി ക്യാമ്പയിൻ ചെയ്തു. എന്തിന്? ഈ ട്രംപാണ് ഇപ്പോൾ എന്ത് ചെയ്യുന്നത്? ഇന്ത്യക്കാരെ പിടിച്ച് ചങ്ങലൊക്കെ ഇട്ടിട്ട് ഫ്ലൈറ്റിൽ കയറ്റി വിടുന്നത്. ഒരുപാട് ഇങ്ങനെ ഒരാളെ എന്തിനാണ് ഇവർ സപ്പോർട്ട് ചെയ്തത്? അവർ ധരിച്ചു എന്താണ്, ഈ ചങ്ങായി വന്നാൽ മുസ്ലിങ്ങൾക്ക് ഇടി കിട്ടും, അപ്പോൾ ഇവൻ വന്നാൽ മുസ്ലിങ്ങൾക്ക് ഇടി കിട്ടും എന്ന ഒരൊറ്റ ഇത് മതി, എന്ന ഒരു ആഗ്രഹ ചിന്ത. അത് ഫാക്ച്വൽ ആണോ അല്ലെന്ന് വേറെ വിഷയം. ആ ഒരു എന്താണ് ഒരു അഭിലാഷം, ആ ഒരു ആഗ്രഹ ചിന്ത, അത് മാത്രം മതി അവർക്ക് എന്ത് ട്രംപിനെ സപ്പോർട്ട് ചെയ്യാൻ. അത് ഫസ്റ്റ് ടൈമിലായിരുന്നു ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നു തോന്നുന്നു. ട്രംപിന് വേണ്ടി പ്രകടനം നടത്തിയില്ലേ അമ്പലം, ഇന്ത്യൻ കൊടി പിടിച്ച് പ്രകടനം നടത്തിയില്ലേ ട്രംപിന് വേണ്ടിയിട്ട്? ഈ വാഷിംഗ്ടൺ ക്യാപിറ്റൽ ഹിൽസ് ഇൻസിഡന്റിൽ ഇന്ത്യൻ കൊടി പിടിച്ചിട്ട് ആൾക്കാർ പോയില്ലേ? ഇപ്പോൾ എന്താ പറയുന്നത് ട്രംപിനെ കുറിച്ച്? ഇപ്പം അതാണ് ഈ പറഞ്ഞ മാതിരി ട്രംപിനെ ചീത്ത പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ വെച്ചാൽ ഇത് ട്രംപ് മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ, അല്ലെങ്കിൽ അമേരിക്ക ഫസ്റ്റ് പോളിസി എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യയും ബാധിക്കുമെന്നുള്ള ഉറപ്പാണ്, എല്ലാ ഇമിഗ്രൻസിനെയും ബാധിക്കുമെന്നുള്ള ഉറപ്പാണല്ലോ. പക്ഷെ അങ്ങനെ ചിന്തിക്കാൻ എന്തുകൊണ്ടാണ് പറ്റാത്തത്? ഈ മനുഷ്യൻ മുസ്ലിങ്ങൾക്ക് പണി കൊടുക്കും, അവനെ ഇടിക്കുമെങ്കിൽ അവൻ്റെ കൂടെ നിൽക്കുക. ഈ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നതിലൊരു ഭയങ്കരമായൊരു ലോജിക്കൽ പാരഡോക്സ് പറയാം. ഇന്ത്യയിലെ RSS എന്ന് പറയുന്നത് അവരെവിടുന്നാണ് ഇൻസ്പിറേഷൻ എടുക്കുന്നത്? ഹിറ്റ്ലർ എന്നാണ്. ഗോൾവാൾക്കർ ഹിറ്റ്ലറെ പുകഴ്ത്തി എഴുതിയിട്ടുണ്ട്. ഹിറ്റ്ലർ പുകഴ്ത്തി എഴുതാൻ കാരണം എന്താണ്? ഈ പ്യൂരിറ്റി ഓഫ് റേസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ് ഹിറ്റ്ലർ ഉയർത്തിപ്പിടിച്ചത്. പ്യൂരിറ്റി ഓഫ് റേസ് ആണ്, പ്യൂരിറ്റി ഓഫ് ബ്ലഡ് ആണ് ആരുടെയും കോൺസെപ്റ്റ്? RSSൻ്റെയും കോൺസെപ്റ്റ്. പ്യുവർ ബ്ലഡ്, പ്യുവർ ആര്യൻ ബ്ലഡ് ആയിരുന്നു. പ്യുവർ ആര്യൻ ബ്ലഡിനെ അതിനെ മലിനമാക്കുന്നു, കണ്ടാമിനേറ്റ് ചെയ്യുന്നു ആര്? ജ്യൂസ്. അതാണ് ആരുടെ പൊസിഷൻ?
ഹിറ്റ്ലറുടെ പൊസിഷൻ അതിനെ സപ്പോർട്ട് ചെയ്ത ആളാണ് ഗോൾവാൾക്കർ. ജർമ്മൻ റേസിനെ പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടി അദ്ദേഹം എടുക്കുന്ന എഫേർട്ടുകൾ നമ്മൾ കണ്ടു പഠിക്കണം എന്നെഴുതിയ മനുഷ്യനാണ്. ഈ ഇസ്രായേൽ എന്ന് പറയുന്നത് എന്താണ്? അവർ ജൂതർക്കെതിരെ ഹിറ്റ്ലർ നടത്തിയിട്ടുള്ള അട്രോസിറ്റീസ് അതിനെതിരായുള്ള സിമ്പതി വേവിൻ്റെ പുറത്തുണ്ടാക്കപ്പെട്ട രാജ്യമാണ്. അവരിപ്പോൾ ആരുമായിട്ടാണ് കൂടിയിരിക്കുന്നത്? ഇന്ത്യയിലെ റൈറ്റ് വിങ്ങുമായിട്ട്. അതങ്ങനെ സാധിക്കും? ഈ ഇന്ത്യൻ റൈറ്റ് വിങ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇന്ത്യൻ ഹിന്ദുത്വ ഫോഴ്സ് എന്ന് പറയുന്നത്, ദേ ഗോട്ട് ഇൻസ്പയർഡ് ബൈ ഹിറ്റ്ലർ. അറ്റ് ദ സെയിം ടൈം ദേ ആർ സപ്പോർട്ടിങ് ഹൂ ആർ വിക്ടിമൈസ്ഡ് ബൈ ഹിറ്റ്ലർ. അപ്പോൾ എന്തുകൊണ്ടാണ് സാധിക്കുന്നത്? അവരെ കണക്ട് ചെയ്യുന്ന കോമൺ ത്രെഡ് എന്താണ്? കോമൺ പോയിന്റ് എന്താണ്? ബോത്ത് ആർ പ്രോസിക്യൂട്ടിങ് മുസ്ലിംസ്. അവന് മുസ്ലിങ്ങൾ ഇടിക്കുന്നുണ്ട്, കൊള്ളാം, അവന് പിന്തുണ കൊടുക്കുക. ഇതിപ്പുറം എന്ത് ലോജിക്കാണ് അതിനകത്തുള്ളത്? ഇത്രയും നാരോ മൈൻഡഡ് ആയിട്ട്. അപ്പോൾ അവരുടെ വിദേശ പോളിസി ആവട്ടെ, ഡൊമസ്റ്റിക് പോളിസി ആവട്ടെ, ഒരു ലോകത്തുണ്ടാകുന്ന ഒരു പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റിന് അവർ എടുക്കുന്ന അപ്രോച്ച് ആവട്ടെ, അതിനെല്ലാം ഓൺലി സിംഗിൾ ഫ്രെയിം ഈസ് ദെയർ. ഒരൊറ്റ പെർസ്പെക്റ്റീവിലാണ് അവർ കാര്യം കാണുന്നത്. അവനെ മുസ്ലിമിനെ ഇടിക്കാൻ അവനെത്ര പറ്റും, അവനെത്ര സാധിക്കും, അവനിപ്പോൾ നടക്കുക. അല്ലാതെ ഇസ്രായേൽ ഇറാൻ കോൺഫ്ലിക്റ്റിൽ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യാൻ ഇസ്രായേൽ ഹമാസ് കോൺഫ്ലിക്റ്റിൽ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നത് മനസ്സിലാക്കാൻ വിചാരിക്കാം. ഇസ്രായേൽ ഇറാൻ കോൺഫ്ലിക്റ്റിൽ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യാൻ എങ്ങനെയാണ് ഒരു സംഘപരിവാറിന് സാധിക്കുന്നത്? അയാൾ ഒരു ബേസിക്കലി അയാൾ ഇന്ത്യൻ പാട്രിയോട്ട് ആയിരിക്കണമല്ലോ ഒരു അറസ്റ്റുകാരൻ. ഇന്ത്യൻ പാട്രിയോട്ടിക് പെർസ്പെക്റ്റീവ് നോക്കിക്കഴിഞ്ഞാണെങ്കിൽ ഇന്ത്യയുടെ ഈവൻ പാകിസ്ഥാനെതിരെ പോലും നമുക്ക് പ്രധാനപ്പെട്ട ഒരു അലയായി നിൽക്കാൻ സാധ്യതയുള്ള ആളാണ് ആര്? ഇറാൻ. പാകിസ്ഥാനെ ബൈപ്പാസ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന രാജ്യമാണ് അവർ. പക്ഷെ അവർ ഇറാനെതിരെ നിന്നു. അവർ പറയുന്നൊരു കാര്യമുണ്ട്, ഇസ്രായേൽ നമ്മളെ പാകിസ്ഥാനെതിരെ വാറിന് മുമ്പ് സഹായിച്ചിട്ടുണ്ട്, ഫലസ്തീൻ എന്ത് ചെയ്തെന്ന് ചോദിക്കും. അല്ല അതാണ് ഫലസ്തീനെ കൂടെ നിൽക്കണ്ട. അതെ, പക്ഷെ ഇറാനെതിരെ നിൽക്കുന്നത് എങ്ങനെയാണ്? മനസ്സിലായി. ഇറാനിൽ നിന്നാണ് നമ്മൾ എണ്ണ വാങ്ങുന്നത്, കുറഞ്ഞ വിലക്ക് എണ്ണ വാങ്ങുന്നത്. ഇറാനുമായിട്ടാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പലതരത്തിലുള്ള വ്യാപാരമുള്ളത്. ഇറാൻ നമ്മൾ ഒരു സ്ട്രാറ്റജിക് പാർട്ണറായിട്ട് കാണുകയാണ്. ഇതാ പറഞ്ഞാൽ ഈ ഒരു ഫ്രെയിമിൽ മാത്രമേ അവർക്ക് ചിന്തിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ട്രംപിനെ പിന്തുണക്കുന്നത്. അതുകൊണ്ടാണ് ലോകത്ത് എവിടെയെല്ലാം ഇപ്പം ജർമ്മനിയിലെ AfD ആകട്ടെ, ഇനി മറ്റേ എന്താ കക്ഷിയുടെ പേര്, ബ്രിട്ടനിൽ നിറാഷോ പുതിയ കക്ഷി കയറി വരുന്നു, ട്രംപിനെ പിന്തുണക്കുന്നു. മറ്റേ ഇയാള് ടോമി റോബിൻസൺ ഇസ് ദർ, നാജി ഫറാജ്, ഒരു റൈറ്റ് വിങ് പൊളിറ്റീഷ്യനില്ലേ. ഇവരൊക്കെ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ലണ്ടനിൽ നടന്ന പ്രകടനത്തൊക്കെ ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യാനുള്ളത് നമ്മുടെ ഈ സംഗീത് ട്വിറ്റർ സ്പേസ്. എന്താണ് അതിൻ്റെ ലോജിക്ക് എന്നുള്ളതുണ്ടല്ലോ. അവരെ സംബന്ധിച്ചിടത്തോളം അവർ ആൻറ്റി ഇമിഗ്രൻ്റ് പോളിസി എടുക്കുമ്പോൾ അവർ മുസ്ലിമിനെ മാത്രമല്ലല്ലോ അവർ ടാർഗറ്റ് ചെയ്യുന്നത്. അവർ ഇന്ത്യക്കാരെയും പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും ഒരേപോലെയാണ് അവർ ടാർഗറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇവന്മാർ വന്നാൽ മറ്റവന് പണി കിട്ടും എന്നൊരു ആഗ്രഹ ചിന്തയുണ്ട് അതിൻ്റെ പുറത്ത് പിന്തുണക്കും. ഇപ്പോൾ ഇസ്രായേലിനുള്ളൊരു ബിഹേവിയറാണ്. അവർ ഒരുപാട് പ്രൗഡാണ്, ലൈക്ക് എത്നോസെൻട്രിസം എന്ന് പറയുന്ന ആ കാര്യത്തിൽ അവർ ഒരുപാട് ലൈക്ക് പ്രൗഡാണ്. ചൂസൺ പീപ്പിളാണ് ഞങ്ങൾ ഗോഡിൻ്റെ. RSSന് അങ്ങനെ ഒരു ചോസൺ പീപ്പിൾ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇന്ന് ലോകത്ത് കൊണ്ടു നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 2 സെക്ടാണ്. ഒന്ന് ഈ ബ്രാഹ്മിൻസും അല്ലെങ്കിൽ ഹിന്ദുത്വയും ഈ സാനിസ്റ്റുകളും. ചോസൺ പീപ്പിൾ എന്ന് പറയുന്ന കോൺസെപ്റ്റിന് എത്രത്തോളം ആൻറ്റി ഹ്യൂമൻ ആണ്, ആൻറ്റി ഡെമോക്രാറ്റിക് ആണ് എന്ന് നോക്കിയാൽ മതി. അങ്ങനെ ചോസൺ പീപ്പിൾ, എവരിബഡി ഈസ് ചോസൺ. ഇഫ് ഇറ്റ് ഈസ് ചോസൺ, എവരിബഡി ഈസ് ചോസൺ. ഇഫ് നോട്ട്, നോ വൺ. അങ്ങനെയാണല്ലോ. പക്ഷെ ഇത് ലോകത്തെ ഏറ്റവും ശക്തമായുള്ള 2 റേസിസ്റ്റ് ഐഡിയോളജിയാണ്. ഒന്ന് ഹിന്ദുത്വയും ഒന്ന് സയണിസവും. നിങ്ങൾക്ക് ഒരാൾക്ക് ജൂതമതത്തിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. അതെ, ഒരുപാട് പ്രോസസ്സാണ് കൺവേർട്ട് ആവാം. പക്ഷേ ആ പ്രോസസ്സ് ഭയങ്കര ലോങ്ങാണ്. ആ ഒരു പ്യൂരിറ്റി ഓഫ് ബ്ലഡാണ് അവർ. അത് തന്നെയാണ് ബ്രാഹ്മിനിസവും പ്രപ്പോസ് ചെയ്യുന്നത്. ഈ ക്രിസ്ത്യൻ സയനിസ്റ്റ് അത് ഒരുപാട് കൂടി ഇപ്പോൾ ഈയിടെയായിട്ട് കേൾക്കുന്നൊരു ടൈം, ലൈക്ക് October 9 ശേഷം ജൂയിഷ് മതത്തിൽ തൽമൂദൊക്കെ വായിച്ചവർക്കറിയാം ഹൗ ദേ സീ ജീസസ് എന്നുള്ളത് അറിയാം. എല്ലാവർക്കും അറിയില്ല. അത് തൽമൂദിനെ കുറിച്ച് പഠിച്ചവർക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ അത് ചാർലി കിർക്കിൻ്റെ അടുത്ത് ഒരാൾ ചോദിക്കുന്നുണ്ട്, തൽമൂദിൽ പറയുന്നത് ജീസസ് ഫയറിൽ ബേൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
എന്നിട്ടും എന്തിനാണ് ക്രിസ്ത്യൻസ് ഇവരെ സപ്പോർട്ട് ചെയ്യുന്നത്? അപ്പോൾ ചാർലിക്കൊക്കെ അംഗീകരിക്കുന്നുണ്ട്, അത് പറഞ്ഞ കാര്യം ശരിയാണ്. പക്ഷേ നമ്മൾ ആസ് എ ക്രിസ്ത്യൻ ജൂതമതത്തെ സംരക്ഷിക്കേണ്ടത് നമ്മളൊരു അവകാശമാണെന്നാണ്. അപ്പോൾ ശരിക്കും അവർ ജൂതമതത്തിനോടുള്ള സ്നേഹം കൊണ്ടാണോ ഈ ക്രിസ്ത്യൻ സയനിസം നിലകൊള്ളുന്നത്, അതോ എന്തെങ്കിലും പ്രോഫിറ്റായ എന്തെങ്കിലും കാര്യം കൊണ്ടാണോ? അതിനെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കുന്നത് അത്ര ഡീപ്പല്ല അതിനകത്ത്. ഈ ക്രിസ്ത്യൻ സയനിസം എന്ന് പറയുന്നത് ഈ ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻസിൻ്റെ അടുക്കാണല്ലോ അത് കൂടുതലായിട്ടുള്ളത്. അപ്പോൾ അവരൊരു ചില ബിബ്ലിക്കൽ പ്രൊഫസീസുമായി ബന്ധപ്പെട്ടാണ് ആ പൊസിഷൻ എടുക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ എന്താണ് ഇവരുടെ ബൈബിളിലുള്ള അവസാനത്തെ ഭാഗമുണ്ടല്ലോ, പ്രവചന പുസ്തകം. സാധാരണഗതിയിൽ ഈ അത്ര പോപ്പുലർ അല്ല പ്രവചന പുസ്തകം. മറ്റ് ഇതാണ് ക്രിസ്ത്യൻസ് ഡെയിലി ലൈഫിൽ അഡാപ്റ്റ് ചെയ്യുന്നത്. ഈ എക്കലസ്റ്റിക്കലായിട്ടുള്ള കുറേ സംഗതികൾ പറയുന്നു. അതിൽ ആൻറ്റി ക്രൈസ്റ്റ് വരുന്നു. അപ്പം ആൻറ്റി ക്രൈസ്റ്റ് വരാൻ ആവശ്യമായൊരു സെനാരിയോ സൃഷ്ടിക്കപ്പെടണം. ആ സെനാരിയോ സൃഷ്ടിക്കപ്പെടണമെങ്കിൽ ഇപ്പോൾ ഈ ഇസ്രായേൽ എന്തായിരിക്കണം, അവർ വിക്ടോറിയസ് ആയിട്ട് വരണം. എന്നതിന് ശേഷമാണ് ഈ പറയുന്ന ഈ സെക്കൻഡ് കമ്മിങ്, ജീസസിൻ്റെ സെക്കൻഡ് കമ്മിങ്ങും ആൻറ്റി ക്രൈസ്റ്റിൻ്റെ ഇതും ജീസസിൻ്റെ അങ്ങനെയുള്ള ചില ബിബ്ലിക്കൽ പ്രൊഫസീസുമായി ബന്ധപ്പെട്ടുള്ള ചില വിശ്വാസങ്ങളാണ് അവർ ഇസ്രായേലിനെ പിന്തുണക്കാൻ പ്രേരിപ്പിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഐ എം നോട്ട് ഡീപ്പ് ഇൻ ദാറ്റ്. അപ്പോൾ അത് വിശ്വാസപരമായ ചില ഘടകങ്ങളാണ്. എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഈ ഗ്രൂപ്പ്, ഈ ക്രിസ്ത്യൻ സയനിസ്റ്റുകളെന്നോ അല്ലെ ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻസ് എന്ന് പറയുന്ന അവർ അമേരിക്കൻ എസ്റ്റാബ്ലിഷ്മെൻറ്റിൽ നേരത്തെ ഉള്ളതിനേക്കാൾ സ്വാധീനം നേടിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും അതിൻ്റെ ചില റിഫ്ലക്ഷൻസ് നമുക്ക് കാണാൻ പറ്റും. ദാവൂദ് അതേപോലെ എപ്സ്റ്റീൻ ഫയൽസിൻ്റെ കാര്യം സംസാരിക്കുകയാണെങ്കിൽ ഇപ്പോഴും എപ്സ്റ്റീൻ ഫയൽസ് വെച്ചിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്യുന്നുണ്ട് വിശ്വസിക്കുന്നുണ്ടോ US പൊളിറ്റീഷ്യൻസിനെ? അങ്ങനെ പറയുന്ന ആളുകൾ ടെക്കാൾസണൊക്കെ ആ പൊസിഷൻ എടുക്കുന്നുണ്ട്. അത് എപ്സ്റ്റീൻ ഫയൽ ഒരു ബാർഗൈനിങ് ചിപ്പായിട്ട് വെക്കുകയാണ്. ഈവൻ ട്രംപിനെ പോലും വരട്ടെ നിർത്തിയിരിക്കുന്നത് വെച്ചിട്ടാണ് എന്ന് പറയുന്ന ആളുകൾ ട്രംപ് ക്യാമ്പിൽ തന്നെ ഉണ്ട്. ചാർലി കിർക്ക് അതിനെക്കുറിച്ച് ഇപ്പൊ ചാർലി കിർക്കിന്റെ കൊലപാതകം ഈ എന്താണ് മൊസാദിന്റെ ഒരു കൺസ്പിറസി തിയറി, ഐ ഡോണ്ട് ബിലീവ് ഇറ്റ്, ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പോൾ അവർ കൊണ്ടുവരുന്ന ഒരു വാദം ഇതാണ്, എപ്സ്റ്റീൻ ഫയൽസുമായി ബന്ധപ്പെട്ട് കിർക്ക് പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ. കിർക്കിന്റെ കുറെ പൊസിഷൻ അങ്ങനെ ആയിരുന്നു, എന്തായാലും ഇത് റിവീൽ ചെയ്യണം എന്നായിരുന്നു. പക്ഷെ ഇപ്പോ അതെങ്ങനെയാണ്, അത് റിവീൽ ആവോ? അതിൽ നമുക്ക് ചിലതൊക്കെ കുറെ കാലം കഴിഞ്ഞ് ഡീക്ലാസിഫൈ ചെയ്യപ്പെടുമായിരിക്കും. ഇപ്പോൾ മുമ്പ് ബിൽ ക്ലിന്റണുമായി ബന്ധപ്പെട്ട ലെവിൻസ്കി ഫയൽ, മോണിക്ക ലെവിൻസ്കി എപ്പിസോഡ് ഓർമ്മ. ലെവിൻസ്കി എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ അമേരിക്കൻ സൊസൈറ്റിയിൽ വലിയ വിഷയമാകേണ്ട വലിയൊരു സംഭവമൊന്നുമല്ല. അവിടെ ഈ പറയുന്ന ഫ്രീ സെക്സ് അത്ര ടാബു അല്ലാത്ത ഒരു നാട്ടിൽ ലെവിൻസ്കി ആയിട്ടുള്ള ഇദ്ദേഹത്തിൻ്റെ സെക്ഷൽ റിലേഷൻഷിപ്പ് അത് ആ ഒരു എന്താ പറയുക ഒരു റെജീം ചേഞ്ചിലേക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അധികാരത്തിനെ ബാധിക്കുന്ന സ്വഭാവത്തിലേക്ക് ഡെവലപ്പ് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ അഗൈൻ അതിൻ്റെ പിറകിൽ അദ്ദേഹത്തിൻ്റെ ചില പൊസിഷൻസ്, ഇസ്രായേലിന് ഇഷ്ടപ്പെടാത്ത ചില പൊസിഷൻസ് കാരണം ഉണ്ടാക്കപ്പെട്ടതാണ്. ഇസ്രായേലി കൺസ്പയർഡായിട്ട് വന്നതാണ് എന്ന് പറയുന്ന ഇഷ്ടംപോലെ ആളുകളുണ്ട്. ഉണ്ടായിരിക്കാം. ഇപ്പോൾ എപ്സ്റ്റീൻ ഫയലിൻ്റെ കാര്യത്തിൽ ഒരുപക്ഷെ അത് ഉണ്ടായിരിക്കാം, ഗോഡ് നോസ്. പക്ഷെ ഫാക്ട് ഇസ് ദാറ്റ് അമേരിക്കൻ എസ്റ്റാബ്ലിഷ്മെൻറ്റിനെ നിയന്ത്രിക്കുന്നത് എന്താണ് ഇസ്രായേലി താല്പര്യങ്ങളാണ് എന്നത് വസ്തുതയാണ്. ഞാൻ നേരത്തെ പറഞ്ഞാൽ അതിനെ മറികടന്ന് പോകാനുള്ള ഒരു ശക്തിയൊന്നും ആയിട്ടില്ല, അമേരിക്കയിൽ ഒരു പൊളിറ്റിക്കൽ ലീഡർക്കും ആയിട്ടില്ല. അങ്ങനെ വരാൻ ചാൻസ് ഉണ്ട്. അത് വലിയ ഇപ്പോൾ അമേരിക്കൻ സിവിൽ വാർ എന്നൊക്കെ പറയുന്നത് പോലെയുള്ള വലിയ ഒരു പാരഡൈം ഷിഫ്റ്റ്, ഒരു പോപ്പുലർ അപ്സേർജ് ഉണ്ടാവുക. അമേരിക്ക ഈസ് അഗൈൻ മൂവിങ് ടു അനദർ സിവിൽ വാർ എന്നൊക്കെ പ്രവചിക്കുന്ന ആളുണ്ട്. ഡിക്ലൈൻ ഓഫ് അമേരിക്ക എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് തന്നെ ഉണ്ടല്ലോ, അമേരിക്കൻ ഡിക്ലൈൻ എന്നുള്ളത്. അതൊരു എന്താണ് പൊളിറ്റിക്കൽ സയൻസിൽ ഒരു പഠന വിഷയമായി മാറിയിട്ടുണ്ട്. അമേരിക്ക അതിൻ്റെ ഡിക്ലൈനിങ് എറയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. അമേരിക്കയിലെ ഈ 50 സ്റ്റേറ്റ്സിനെ പരസ്പരം നിലനിർത്തുന്ന ഘടകം എന്താണ്? അവിടുത്തെ ഫസ്റ്റ് അമെൻമെൻറ്റ് ഈസ് ദെയർ, കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ദെയർ, ഈ സിവിൽ റൈറ്റ്സ് ഈസ് ദെയർ. അപ്പോൾ അതിൻ്റെ അമേരിക്കയെ നിലനിർത്തുന്ന ഫണ്ടമെൻ്റൽസ് എല്ലാം ഈസ് ബീങ് ഷെയ്ക്കൺ, ഈസ് ബീങ് ക്വസ്റ്റ്യൻ. ഫോർ വാർ പർപ്പസ്, എന്തിനു വേണ്ടിയാണ് ഇതെല്ലാം, എന്ത് കാരണത്തിലാണ് ഇതെല്ലാം ക്വസ്റ്റ്യൻ ചെയ്യപ്പെടുന്നത്? ഓൺലി ടു പ്രൊട്ടക്ട് ഇസ്രായേൽ.
അപ്പോൾ ഇസ്രായേലിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അമേരിക്കയുടെ തന്നെ കോർ വാല്യൂസ്, അമേരിക്കയുടെ ബേസിക് സ്ട്രക്ചേഴ്സ്, അമേരിക്കയെ നിലനിർത്തുന്ന അതിൻ്റെ ഫണ്ടമെൻ്റൽസ് ആയിട്ടുള്ള കാര്യങ്ങൾ അതിനെ തന്നെ ഹാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദാറ്റ് എസെൻഷ്യലി വുഡ് ലീഡ് ദ പ്രോസസ് ഓഫ് അമേരിക്കൻ ഡിക്ലൈൻ. ഇസ്രായേലിൻ്റെ ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇസ്രായേലിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ ഫ്രീ സ്പീച്ച് അവിടെ ഇല്ല. ലൈക്ക് ആൾക്കാരെ ആൻറ്റിസെമിറ്റിക് ആയിട്ട് ചാപ്പ കുത്തുന്നു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ഈവൻ ടിക്ടോക്കിൻ്റെ നിങ്ങൾക്ക് മെറ്റയിലൊരു പോസ്റ്റ് ഇടാൻ പറ്റില്ലല്ലോ. സത്യം. ഇനിയിപ്പോൾ ടിക്ടോക്ക് ഇവർ അക്യൂർ ചെയ്യാൻ പോകും. ഒറാക്കിൾ ലാറി എൽസൺ, ഒരു ജൂയിഷ്, IDF-ന് ഏറ്റവും കൂടുതൽ ഫണ്ട് ചെയ്യുന്ന ആളാണ്, ബില്യണയർ. എലൻ മസ്കിൻ്റെ ഏറ്റവും വലിയ ബില്യണയറായി ഈ ടൈമിൽ. അപ്പോൾ ADL നിലകൊള്ളുന്നത് പോലും ഇസ്രായേലിന് വേണ്ടിയാണെന്ന് നമുക്ക് പറയാം. അതെ, ADL, AIPAC ആവട്ടെ, ഇവരുടെയൊക്കെ ഇതൊക്കെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ എന്താണ് അമേരിക്കൻ എസ്റ്റാബ്ലിഷ്മെൻറ്റിനെ നിലനിർത്തുന്ന പല ആ ഫോഴ്സുകളുടെ പബ്ലിക് ഫേസാണ് ADL ആണെങ്കിലും AIPAC ആണെങ്കിലും ഒക്കെ. അത്രേ ഉള്ളൂ. ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ചോദിക്കപ്പെടുന്നൊരു ക്വസ്റ്റ്യനാണ്, ഞങ്ങൾ ഇങ്ങനത്തെ കൺസ്പിറസീസ് അല്ല, ഇങ്ങനത്തെ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ എപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യം. ദാവൂദ്ക്കാക്ക് വേണമെങ്കിൽ ആൻസർ ചെയ്യാം, അല്ലെങ്കിൽ ഇഗ്നോർ ചെയ്യാം. ഹിറ്റ്ലർ ശരിക്കും ഈ ബാങ്കേഴ്സിനെതിരെ യുദ്ധം ചെയ്തിരുന്നു, അല്ലെങ്കിൽ ഹിറ്റ്ലറിൻ്റെ ഫൈറ്റ് ഈ ബാങ്കേഴ്സിനെതിരായിരുന്നു? അത് ഹിസ്റ്ററിയിൽ നിന്ന് നമുക്ക് വേണ്ടി, നമ്മളെ ഹിസ്റ്ററിയിൽ നിന്ന് അവരെന്നെ മായ്ക്കപ്പെട്ടൊരു കാര്യമായിരുന്നു. എനിക്കറിയില്ല. പക്ഷേ ഹിറ്റ്ലറെ സപ്പോർട്ട് ചെയ്ത ചില ജ്യൂസ് ഉണ്ടായിരുന്നു എന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പം ആക്ച്വലി നെതന്യാഹു ആരാണ്? അയാൾ ആ ഹിറ്റ്ലറെ സപ്പോർട്ട് ചെയ്ത ജ്യൂസിൻ്റെ പിന്മുറക്കാരനാണ് എന്ന് പറയുന്ന ആളുകളുണ്ട്. പക്ഷെ അത് ഈ ഇസ്രായേൽ ഗസയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന അട്രോസിറ്റീസ് അതിനെ എതിർക്കുന്നതിൻ്റെ പേരിൽ ഹിറ്റ്ലറെ ന്യായീകരിക്കുന്ന ആളുകളുണ്ട്. അത് ഒരു ശരിയായ സമീപനമാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. ഹിറ്റ്ലർ വാസ് എ പ്യൂർ റേസിസ്റ്റ്. ഈ പറയുന്ന എത്നോ റേസിസം അല്ലെങ്കിൽ ജർമ്മൻ ബ്ലഡ് പ്യൂരിറ്റിയിൽ വിശ്വസിച്ചിരുന്ന, അതിനുവേണ്ടി എന്തും ചെയ്യുമായിരുന്ന ഒരാളാണ് അദ്ദേഹം. ജൂതരെ കൂട്ടക്കൊല ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു സിമ്പതി വേവ് ഒരു ഇസ്രായേൽ രൂപീകരിക്കുന്നത് നയിച്ചിട്ടുള്ളതൊക്കെ ശരിയാണ്. പക്ഷെ ദാറ്റ് ഡസൻറ്റ് മീൻ ഹിറ്റ്ലർ വാസ് റൈറ്റ്. നെതന്യാഹുവിനെ എതിർക്കാൻ വേണ്ടിയിട്ട് ഹിറ്റ്ലറെ ന്യായീകരിക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ റൈറ്റ് പൊളിറ്റിക്കൽ പൊസിഷൻ. ഇറ്റ്സ് നോട്ട് ഗുഡ്. ജൻസിക്കടിത് ഒരുപാട് ഹിറ്റ്ലറിനെ കൂടുതലായിട്ട് ശരിയായിരുന്നു ഗ്ലോറിഫൈ ചെയ്യുന്ന ടൈമാണ്. ഏറ്റവും കോമൺ ആയിട്ട് വരുന്ന സാധനം വെച്ചാൽ ഹിറ്റ്ലർ കുറച്ച് ജൂതരെ ബാക്കി വെച്ചത് ഞാൻ ചെയ്ത് ശരിയായിരുന്നു. അതൊരു ഫാൾസ് കോട്ട് അല്ലേ? ഹിറ്റ്ലർ ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. ഇല്ല, ഹിറ്റ്ലർ അങ്ങനെ ചെയ്തത് ഇങ്ങനെ ഞാൻ എന്തുകൊണ്ട് ഇവർക്കെതിരെ ഇവരെങ്ങനെ ചെയ്തു എന്ന് ലോകത്തിന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് എന്ന് ചില ആളുകൾ ചെയ്യുന്നുണ്ട്. അതൊക്കെ ഒട്ടും ശരിയല്ലാത്ത സമീപനമാണ്. ചില ആൾക്കാർ ആന്റിസെമൈറ്റിസം എന്നുള്ളത് ലോകത്തുള്ളൊരു കാര്യമാണ്. ലോകത്തുള്ള വെച്ചാൽ നമ്മൾ ഈ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എടുത്തു നോക്കിയാൽ മാത്രം മതി. ഇപ്പം മെർച്ചൻ്റ് ഓഫ് വെനീസിലെ ദുഷ്ടകഥാപാത്രം ഈ പറയുന്ന ക്ലാസിക്കൽ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലെല്ലാം ദുഷ്ടകഥാപാത്രമായിട്ട്, പലിശക്കാരനായിട്ട്, രക്തദാഹിയായിട്ട്, ആക്രാന്തം പിടിച്ച ആളായിട്ട് വരുന്നത് ആരാണ്? എല്ലാം ജൂതരാണ്. അതെ, എന്താണ് മെർച്ചൻ്റ് ഓഫ് വെനീസിലെ ആ പലിശക്കാരനുണ്ടല്ലോ. അപ്പോൾ ഇത് പാർട്ട് ഓഫ് യൂറോപ്യൻ കൾച്ചർ. അവർ ജ്യൂസ് ഏറ്റവും കൂടുതൽ പ്രോസിക്യൂട്ട് ചെയ്തത് എവിടെയാണ്? പ്രോസിക്യൂട്ട് ചെയ്യപ്പെട്ടത് നമ്പർ 1 ഇൻ ജർമ്മൻ, സെക്കൻഡ് ഇൻ സ്പെയിൻ. ഞാൻ പോളണ്ടിലാണ്. ഓസ്വിച്ച് ക്യാമ്പൊക്കെ ഞാൻ പോയ സ്ഥലമാണ്. അവിടെ പോയാൽ തന്നെ കാണാം. പക്ഷെ ആ 6 മില്യൺ ജ്യൂസ് മരിച്ചെന്ന് ഇപ്പോഴും സമ്മതിക്കാത്ത ഒരുപാട് നിയോ നാസി സ്റ്റാൻഡ് എടുക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അല്ല, അതൊക്കെ ചിലപ്പം അക്കാഡമിക്കലി വേറെ നിലയ്ക്ക് പോകേണ്ടതാണ്. അങ്ങനത്തെ സ്റ്റഡീസ് കുറേ ഉണ്ട്. ഇപ്പം ഹോളോകോസ്റ്റ് ഈസ് എ മിത്ത് എന്ന് പറയുന്ന ആളുകളുണ്ട്. അതൊരു എക്സ്ട്രീം പൊസിഷനായിട്ട് ഞാൻ കാണുന്നത്. നമ്പർ ചിലപ്പോൾ എക്സാജറേറ്റ് ഉണ്ടാവും. പക്ഷെ ബേസിക്കലി ദിസ് മാൻ ഹിറ്റ്ലർ ഹി വാസ് എത്നോ റേസിസ്റ്റ്. അതിൽ സംശയമില്ലല്ലോ. ആൻഡ് ഹി വാസ് എഗൻസ്റ്റ് ജൂസ്. എഗൻസ്റ്റ് ജൂസ് അല്ല, എഗൻസ്റ്റ് നോൺ ആര്യൻസ് എന്നുള്ളത് ശരിയാണ്. അപ്പം അയാൾ എത്ര പേർ ഒരാളെയാണ് കൊന്നതെന്ന് വിചാരിക്കുക, സ്റ്റിൽ ഹീസ് എ റേസിസ്റ്റ്. മനസ്സിലായില്ലേ? അപ്പം ഞാൻ പറഞ്ഞ പോയിന്റ് അല്ലേ, യൂറോപ്പാണ്. ആരാണ് ജൂതരെ വേട്ടയാടിയത്, പ്രോസിക്യൂട്ട് ചെയ്തത്? യൂറോപ്പാണ്. സ്പെയിൻ നമ്പർ 1, ജർമ്മനി നമ്പർ 2, സ്പെയിൻ. സ്പെയിനിൽ നിന്ന് ഇവർ പ്രോസിക്യൂട്ട് ചെയ്തപ്പോൾ ഇവർ എങ്ങോട്ടാണ് പോയത്? മൊറോക്കോ.
ഇസ്തംബൂൾ ആയിരുന്നല്ലോ ഇവരുടെ. ഇസ്തംബൂൾ നിങ്ങളിപ്പോൾ പോയാൽ ഇസ്തംബൂൾ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ ദർ ഇസ് നോ ജ്യൂസ് അറ്റ് ഓൾ, പക്ഷേ സിനഗോഗുകൾ കാണാൻ പറ്റും. നമ്മളെ കേരളത്തിൽ സിനഗോഗ്സ് ഇപ്പോഴും ഇല്ലേ? അതെ. യൂറോപ്പ് ചെയ്ത ഒരു അബദ്ധമാണ്. യൂറോപ്പിൻ്റെ ഈ റേസിസ്റ്റ് അപ്രോച്ചിൻ്റെ ഭാഗമായിട്ട് പ്രോസിക്യൂട്ട് ചെയ്യപ്പെട്ടവരാണ് ആര്? ജ്യൂസ്. പക്ഷെ അതിൻ്റെ വില എടുക്കേണ്ടി വന്നത് ആരാണ്? പലസ്റ്റൈൻസാണ്. ഈ 109 രാജ്യങ്ങളിൽ നിന്ന് അവരെ കിക്ക് ചെയ്തെന്ന് പറയുന്നുണ്ട്. ഈ 109 രാജ്യങ്ങൾ മെജോറിറ്റി വന്നത് യൂറോപ്യൻസ് ആണ്. അത് എത്ര ഇയറിൻ്റെ ഗ്യാപ്പിലാണ് ഈ 109? എനിക്കങ്ങനെ കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. ഫലസ്തീൻ മാത്രമാണ് അവിടെ എടുത്തത്. ലൈക്ക് അവർക്ക് അറിയായിരുന്നു ലൈക്ക് നമുക്ക് ഫലസ്തീൻ തന്നെ വേണമെന്ന്. അവർക്ക് വേറെ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. അല്ല, അന്ന് ഇപ്പോൾ യുഗാണ്ട, ഈ വിക്ടോറിയൻ ലേക്കിന്റെ സമീപ പ്രദേശം, ഇങ്ങനെ എത്യോപ്യ, ഇങ്ങനെ പല ഓപ്ഷൻസ് അന്ന് ചർച്ച ചെയ്യപ്പെട്ടു എന്നാണ് പറയുന്നത്. പക്ഷെ ലേറ്റർ ഓൺ അവിടെ ജൂയിഷ് ഹിസ്റ്ററി എന്തെങ്കിലും ഉണ്ടായിരുന്നോ? യുഗാണ്ടയിൽ എന്തോ ജൂയിഷ് ഹിസ്റ്ററി ഉണ്ടെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. ഇപ്പൊ എത്യോപ്യയിൽ ജൂയിഷ് ഉണ്ടായിരുന്നു. ഇപ്പോഴും ഇപ്പൊ ഇന്നത്തെ അദ്ദേഹത്തിന്റെ നെതന്യാഹുവിന്റെ UN സ്പീച്ചിൽ അദ്ദേഹം എത്യോപ്യൻ ജ്യൂസിനെ കുറിച്ച് പറയുന്നുണ്ട്. പക്ഷെ അവർ ഇതിൻ്റെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒരു ജൂയിഷ് ഹോംലാൻഡ് എന്നുള്ളതിനപ്പുറം മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്നത് ലോകത്തിന്റെ പവർ തിയേറ്ററാണ്. അത് നമ്മൾ കൾച്ചറൽ, റിലീജിയസ്, ഫിനാൻഷ്യൽ, ജിയോ സ്ട്രാറ്റജിക്, എന്തിന് ഞാൻ പറയും ഇറ്റ്സ് എ ട്രൈ ജംഗ്ഷൻ ഓഫ് ദ വേൾഡ്. ട്രൈ ജംഗ്ഷൻ, എക്സാക്ട്ലി ട്രൈ ജംഗ്ഷൻ. ഇപ്പോൾ ആഫ്രിക്ക, യൂറോപ്പ്, ഏഷ്യ, ഇത് മൂന്നും സംഗമിക്കുന്ന സ്ഥലമാണ് മിഡിൽ ഈസ്റ്റ്. ലോകത്തിൻ്റെ മുന്നിൽ ഫോസിൽ എനർജി ഉള്ള സ്ഥലമാണ് അവിടെ. 3 പ്രധാനപ്പെട്ട മതങ്ങളുടെ കേന്ദ്രമാണ് അവിടെ. സോ ഇൻ ഓൾ സെൻസ് ഇറ്റ്സ് എ ട്രൈ ജംഗ്ഷൻ ഓഫ് ദ ഹ്യൂമൻ ബീയിങ് എന്ന് പറയാം. അപ്പം അങ്ങനത്തെ ഒരു സ്ഥലത്ത് തങ്ങൾക്കൊരു ലോഞ്ചിങ് പാഡ് ഉണ്ടാവുക എന്നുള്ളത് ഈ സാമ്രാജ്യത്വത്തെ സംബന്ധിച്ചത് അവരുടെ ആവശ്യമാണ്. അതിനിപ്പോഴത്തെ സയനിസ്റ്റുകളെ സംബന്ധിച്ച് അവർക്ക് ഐഡിയോളജിക്കലി എന്താണ് അവരുടെ ജൂയിഷ് ഹോംലാൻഡ് പ്രോമിസ്ഡ് ലാൻഡ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഉണ്ടാകാം. പക്ഷെ പൊളിറ്റിക്കലി അമേരിക്കയ്ക്കും ബ്രിട്ടനൊക്കെ എന്ത് വേണം? മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്ന ലോകത്തിൻ്റെ പവർ തിയേറ്ററിൽ അവർക്കൊരു ലോഞ്ചിങ് പാഡ്, അവർക്കൊരു പ്ലേ ഗ്രൗണ്ട് വേണം. അങ്ങനെ ഉണ്ടാക്കപ്പെട്ട രാജ്യം കൂടെയാണ്. അപ്പോൾ അതിന് കൾച്ചറലും റിലീജിയസും ഐഡിയോളജിക്കലും ഒക്കെ ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ഉള്ളതോടൊപ്പം തന്നെ പൊളിറ്റിക്കലായിട്ടുള്ള ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അപ്പം അങ്ങനെ ഉണ്ടായി. എഗെയിൻ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, if we go through the world history, human history, whoever rules this land of Palestine, they dominates the world. They rules the world. അങ്ങനെയായിരുന്നു ഹിസ്റ്ററിയിൽ മുഴുവൻ. When Palestine, the land of Palestine, I'm not saying about the state of Palestine or state of Israel, the land of Palestine, this Palestine territory എന്ന് പറയുന്ന ഏരിയ, it was under Romans. Romans were ruling the world. ബെസാൻഡിയൻസ് ആരെടുത്തു? ഇസ്ലാമിക് ഇത് കാലിഫേറ്റ് സമയം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലോകത്തെ ലീഡിങ് പവർ ആരാണ്? whoever rules the land of Palestine, they dominates the world order. For recent history നോക്കുകയാണെങ്കിൽ modern history, who dominates the world order? ബ്രിട്ടൻസും അമേരിക്ക, for the western power. They dominates the land of Palestine. ഈ ഓട്ടോമൻസിന്റെ ടൈമിൽ എങ്ങനെയായിരുന്നു പലസ്തീൻ ജൂയിസ്? അവരുടെ ഗോൾഡൻ ജൂയിഷ് ഹിസ്റ്ററിയിലെ ഗോൾഡൻ ഏജ് എന്ന് പറയുന്നത് മുസ്ലിംസിന്റെ അവർ തന്നെ എഴുതിയ അവരുടെ ഹിസ്റ്ററിയിൽ അങ്ങനെയാണല്ലോ. അപ്പോൾ ഈ പറയുന്ന ഈ മൾട്ടി ഫെയ്ത്ത്, ഓട്ടോമൻ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട മില്ലത്ത് സിസ്റ്റം എന്ന് പറയുന്നുണ്ടെങ്കിൽ ഓരോ ഡിനോമിനേഷൻസിനും ഓരോ ഡിവേഴ്സ് റിലീജിയസ് ഗ്രൂപ്പിനും അവരുടെ തന്നെ മാക്സിമം പോസിബിൾ ഓട്ടോണമി അനുവദിക്കുന്ന ഒരു സിസ്റ്റമാണ് മില്ലത്ത് സിസ്റ്റം എന്ന് പറയുന്നത്. അതൊക്കെ നമ്മളിപ്പോൾ പറയുന്ന കൾച്ചറൽ ഡിവേഴ്സിറ്റി, കൾച്ചറൽ ഫെഡറലിസം, കോ എക്സിസ്റ്റൻസ് എന്നൊക്കെ പറയുന്ന ഐഡിയാസ് അതൊരു പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്ത ഒരു സംഗതി നമുക്ക് ഈ ഓട്ടോമൻ ടൈമിൽ കാണാൻ പറ്റും. ഇപ്പോൾ സോറാൻ മംദാനി ന്യൂയോർക്കിൽ ഏറ്റവും കൂടുതൽ അറ്റൻഷൻ കിട്ടിയ ഒരാളാണ്. പുള്ളിക്കാരൻ മേയറായിട്ട് വന്നിട്ടില്ല, നവംബറിലാണ് ഇലക്ഷൻ. പുള്ളിക്കാരൻ പറയുന്നത് നെതന്യാഹു ന്യൂയോർക്കിൽ വരികയാണെങ്കിൽ അറസ്റ്റ് ചെയ്യുന്നതാണ്. അത് പോസിബിൾ ആവുമോ ഒരൊറ്റ ആളെ കൊണ്ട്? പോസിബിൾ ആവുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു അവിടുത്തെ റൂൾസ്, അവിടെ ഓരോ സ്റ്റേറ്റിനും ഓരോ റൂൾസ് ആണല്ലോ. ഇപ്പോൾ ഒരു ICC ഇൻഡിക്റ്റ് ചെയ്ത ഒരാൾ അവരുടെ ഒരു ജൂറിസ്ഡിക്ഷനിൽ വരുമ്പോൾ അവർക്ക് അറസ്റ്റ് ചെയ്യാനുള്ള നിയമപരമായി പറ്റുമെങ്കിൽ ഈ ക്യാൻ ഡു ഇറ്റ്. സോറാൻ മംദാനിയെ ഇപ്പോൾ പുള്ളിക്കാരൻ്റെ എതിരെ നല്ല മീഡിയ അറ്റാക്ക് ഉണ്ട്. ഇപ്പോൾ ന്യൂയോർക്ക് ടൈംസൊക്കെ ഇടക്കിടക്ക് പബ്ലിഷ് ചെയ്യുന്നുണ്ട്, എന്തെങ്കിലുമൊക്കെ അഗെയിൻസ്റ്റ് ആയിട്ടുണ്ട്. സോറാൻ മംദാനിയുടെ പൊളിറ്റിക്കൽ ക്യാമ്പയിനൊക്കെ കുറിച്ച് എന്താ പറയാനുള്ളത്? അല്ല,
സൊഹ്റാൻ മംദാനി ന്യൂയോർക്ക് അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് ജൂയിഷ് ഏരിയ. മനസ്സിലാവും. അത് നമ്മൾ അഗൈൻ മനസ്സിലാക്കേണ്ട കാര്യമാണ്. നമ്മളൊരു ജൂയിഷ് ഇസ്രായേലിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഇറ്റ്സ് നോട്ട് അഗൈൻസ്റ്റ് ജൂയിഷ് പീപ്പിൾ ഈവൻ വിതിൻ ഇസ്രായേൽ. സെക്യുലർ ജൂസ് ആർ ദർ, സയനിസ്റ്റ് ജൂസ് ആർ ദർ. ഇസ്രായേൽ ലെഫ്റ്റ് ലോകത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇസ്രായേലിനെതിരെ ഏറ്റവും ഇസ്രായേലിൻ്റെ ഈ അപ്പാത്തീഡ് പോളിസിക്കെതിരെ ഏറ്റവും കൂടുതൽ ഡോക്യുമെന്റേഷൻ നടത്തിയിട്ടുള്ള സംഘടന എന്ന് വെച്ചാൽ ബെത്സലേമാണ്. ബെത്സലേം ഇസ് ഇസ്രായേലി ഓർഗനൈസേഷൻ, റൺ ബൈ ജ്യൂസ്, ഇസ്രായേലി ജ്യൂസ് ആൻഡ് എമംഗ് അമേരിക്കൻ ജ്യൂസ്. ഈ പറയുന്ന സെക്യുലർ സയനിസ്റ്റുകൾ അല്ലെങ്കിൽ സെക്യുലർ ജ്യൂസ്, ദേ ആർ എ ബിഗ് ഫോഴ്സ് ആൻഡ് ദേ വർ വിത്ത് മംദാനി. ന്യൂയോർക്കിലെ ജൂയിഷ് നെയ്ബർഹുഡിൽ നിന്ന് ഏറ്റവും കൂടുതൽ വോട്ട് മേടിച്ചിരിക്കുന്നത്, ഐ മീൻ പ്രൈമറിയിൽ ഏറ്റവും കൂടുതൽ വോട്ട് മേടിച്ചിരിക്കുന്നത് മംദാനിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇതൊരു ജ്യൂസ് അഗൈൻസ്റ്റ് മുസ്ലിംസ് അല്ല ഇത്. സയനിസം എന്ന് പറയുന്നത് അതൊരു റേസിസ്റ്റ് പൊളിറ്റിക്കൽ ഐഡിയോളജിയാണ്, ജസ്റ്റ് ലൈക്ക് ഹിന്ദുത്വ. RSS അല്ലെങ്കിൽ ഹിന്ദുത്വം എന്ന് പറയുന്നത് ഹിന്ദുക്കളല്ല. അതെ. അപ്പോൾ അതിനെ നമ്മൾ ആ നിലക്ക് തന്നെ മനസ്സിലാക്കണം. സയനിസത്തിന് ജൂയിഷ് ലൈക്ക് അവരുടെ റിലീജിയസ് ആയിട്ട് എന്തെങ്കിലും കണക്ട് ചെയ്യാറുണ്ട് എപ്പോഴും? ഓഫ് കോഴ്സ് അവർ ഈ പറയുന്ന ഈ എന്താണ് ജൂയിഷ് ബിലീഫ് സിസ്റ്റം, അവരുടെ ഫെയ്ത്ത്, അതിൽ നിന്ന് പല നിലക്കുള്ള ജസ്റ്റ് ലൈക്ക് RSS ഡൂയിങ് വിത്ത് ഹിന്ദുയിസം, ദേ ആർ ഓൾസോ ഡൂയിങ് ദ സെയിം. ദാവൂദൊക്കെ എപ്പോഴാണ് ഒരു ഫോഴ്സ് ഈ ഐപാക് ലോബീസിനെ അല്ലെങ്കിൽ ഡെമോക്രാറ്റിക് പാർട്ടിയെ അല്ലെങ്കിൽ റിപ്പബ്ലിക് പാർട്ടിയെ മാറ്റി നിർത്തി വേറൊരു ഫോഴ്സ് US വരുമെന്ന് വിശ്വസിക്കുന്നൊരു ടൈം എപ്പോഴാണ്? ഇപ്പം മറ്റന്നാളൊരു ഫോഴ്സ് വരുന്നതിനെല്ലാം മാറ്റുന്നത് അങ്ങനെ നമ്മൾ കാര്യത്തിൽ കാണാൻ പറ്റും. ഇതൊരു എവല്യൂഷനാണ്. ഒരു പിന്നെ ഇപ്പോൾ ഡോളർ, എങ്ങനെ ഡോളർ വന്നു? വാസ് ദ ഡോളർ ബിഫോർ? എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു 100 രൂപ, ഞാനതിന് വാല്യൂ കണക്കാക്കുന്നത് എങ്ങനെയാണ്? ആസ് അഗൻസ്റ്റ് ഡോളറാണ്. ഞാൻ അധ്വാനിച്ച എൻ്റെ കയ്യിലുള്ള പൈസക്ക് വാല്യൂ വരുന്നത് എപ്പോഴാണ്? അത് അഗൻസ്റ്റ് ഡോളറാണ്. ദാറ്റ് മീൻസ് dollar dominates the world. Dollar dominates your pocket, your currency, everything. അത് നാളെ നമുക്ക് ഡോളർ അങ്ങനെ ആയിക്കളയാന്നല്ല, അത് ഇവോൾവ് ചെയ്ത് വന്നതാണ്. അതാണ് നമ്മൾ പറഞ്ഞത് ഇപ്പോഴത്തെ ഒരു സെക്കൻഡ് വേൾഡ് വാറിന് ശേഷമുള്ള ഒരു ലോകക്രമം അങ്ങനെ ഇവോൾവ് ചെയ്ത് വന്നതാണ്. അത് അതിൻ്റെ ഒരു ഞാൻ മനസ്സിലാക്കുന്നത് അതിൻ്റെ ഒരു പാരമ്യത്തിലെത്തി തിരിച്ചു നടക്കുന്ന ഒരു സമയത്താണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അത് എഗൈൻ പുതിയ കാര്യങ്ങൾ ഇപ്പോൾ എഗൈൻ അത് ഇവോൾവ് ചെയ്ത് വരും. പുതിയൊരു ലോകക്രമം ഇവോൾവ് ചെയ്ത് വരും. അതിൻ്റെ ഒരു ട്രിഗർ എന്നുള്ളതാണ് ഞാൻ October 7 കാണുന്നത്. October 7 എന്ന് പറയുന്നത് അതൊരു എന്താണ് ഒരു ഗറില്ല അറ്റാക്ക് ഇൻ എ സർട്ടൻ പ്ലേസ് എന്നതിലപ്പം ഒരു ട്രിഗറാണ്. ലോകത്ത് എല്ലാ മാറ്റങ്ങൾക്കും പലതരം ട്രിഗറുകൾ ഉണ്ടായിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു ട്രിഗറാണ് October 7 എന്ന് പറയുന്നത്. ദാറ്റ് എവൻച്വലി വുഡ് ലീഡ് ദ ക്രിയേഷൻ ഓഫ് എ ന്യൂ വേൾഡ് ഓർഡർ എന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. ഫോർ ദാറ്റ് യു വിൽ ഹാവ് ടു പേ ബിഗ് ഹ്യൂജ് കോസ്റ്റ്. October 7 ഒരുപാട് കാര്യങ്ങൾ എക്സ്പോസ് ചെയ്തെന്ന് വിശ്വസിക്കുന്നുണ്ടോ? എക്സ്പോസ് ചെയ്തു എന്നുള്ളതിനപ്പുറം ഇറ്റ് ഹാസ് ബിക്കം എ ട്രിഗർ. അപ്പോൾ അത് നമ്മൾ കാണുന്നുണ്ട്. ഇത്രത്തോളം ലോകം പോളറൈസ്ഡ് ആയില്ല, ഡിവൈഡഡ് ആയുള്ള ഒരു സമയം ഉണ്ടായിട്ടുണ്ട്. റെജീംസ് ഓൺ വൺ ഹാൻഡ്, ഓൺ വൺ സൈഡ്, ദ പോപ്പുലേഷൻ ഓൺ ദ അതർ. ഇന്ന് നോക്കൂ, ഇത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട അതിൻ്റെ ഒരു വിഷ്വലൈസേഷനാണല്ലോ. ദ മൊമെന്റ് നെതന്യാഹു ഗോസ് അപ്പ് ടു ദ ഡയസ്, വാട്ട് ഹാപ്പൻസ്? The entire attendees, majority of the attendees, they are walking out, bowing and walking out. ഇപ്പോൾ ഇസ്രായേൽ ഗവൺമെൻറ് അല്ലെങ്കിൽ മൊസാദ് വാച്ച് ചെയ്യുന്നുണ്ടാവില്ലേ? US ഗവൺമെൻറ്റിൽ അവർ കൺട്രോൾ ചെയ്യുന്ന പൊളിറ്റീഷ്യൻസിന് പ്രായമായി റിട്ടയർമെൻറ്റ് വരുന്നുണ്ട്. സോ ന്യൂ കമ്മിങ് പൊളിറ്റീഷ്യൻസിനെ എങ്ങനെ അവരെ വശത്താക്കുക എന്നുള്ളത് ഇപ്പോൾ തന്നെ അവർ പ്ലാൻ ചെയ്യുന്നുണ്ടാവില്ലേ? അല്ല, എനി ഇൻ്റലിജൻസ് റെജീം വുഡ് ഡു ലൈക്ക് ടു സീ. അതെന്തോ തെറ്റൊന്നുമല്ല. ലോകത്തെ ഏത് രാജ്യത്താണെങ്കിലും നമുക്ക് പോസിറ്റീവായിട്ടുള്ള ആളുകൾ ഷുഡ് ബി ദെയർ അറ്റ് ദ ഹെലം ഓഫ് അഫെയർസ് എന്നുള്ളത് ഏത് രാജ്യവും ആഗ്രഹിക്കുകയും അല്ല അതിനുവേണ്ടി അവർക്കാവുന്ന ഇതും പ്ലാൻ ചെയ്യുകയും ചെയ്യും. എന്ന് വെച്ചാൽ മൊസാദാണ് എല്ലാ ആളുകളെയും എല്ലായിടത്തും ഡിപ്ലോയ് ചെയ്യുന്നത്, എല്ലാവരെയും ഇതാക്കുന്ന. അതൊന്നും ശരി, അതൊക്കെ ഒരു തരം എന്താ പറയുക, ഈ
എക്സ്ട്രാ ടെറസ്ട്രിയൽ ഫോഴ്സ് എന്നൊക്കെയുള്ള ഒരു അങ്ങനെയൊന്നുമല്ല. ഒരു 60% ജെൻസി അവിടെ എപ്പോഴും ഇപ്പോൾ അംഗീകരിക്കുന്നത് ഇസ്രായേൽ കമ്മിറ്റിംഗ് ജെനോസൈഡ് എന്നാണ്. ശരിക്കുള്ള ഡാറ്റ നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ കൂടുതലുണ്ടാവും. അപ്പോൾ വളർന്നു വരുന്ന പൊളിറ്റീഷ്യൻസോ ഒരു ഇസ്രായേലിൻ്റെ കൂടെ നിൽക്കുന്നതിൽ Zoran Mamdani is a representative of what the young new America thinks. ആ ഒരു ഡിബേറ്റിലാണ് കൂടുതൽ എക്സ്പോസർ കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാനൊരിക്കലും ഇസ്രായേൽ വിസിറ്റ് ചെയ്യില്ല. ഇവർക്ക് ഇങ്ങനെ ഒരു ലൈക്ക് ഒരു എന്താ പറയുക, ഒരു സെറമണി പോലെ അല്ലെങ്കിൽ ഒരു റിച്വൽ പോലെ വെസ്റ്റേൺ വാളിൽ പോകണമെന്നുണ്ടോ? ലൈക്ക് ഷോ ഓഫ് സോളിഡാരിറ്റി ആണ്. വി ആർ വിത്ത് ഇസ്രായേൽ എന്ന് വെച്ചാൽ അത് എവിടെയാണ് സബ്സ്ക്രൈബ് ചെയ്യുന്നത്? ഈ അമേരിക്കയിൽ ഞാൻ പറഞ്ഞ അമേരിക്കയെ ഓവൽ ഹൗസിന് നിയന്ത്രിക്കുന്ന എസ്റ്റാബ്ലിഷ്മെന്റ് ഈ പറയുന്ന ലോബീസ് അവിടെ സബ്സ്ക്രൈബ് ചെയ്യപ്പെടാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. അല്ലാതെ ഇസ്രായേലിൽ വേറൊരു പോപ്പുലേഴ്സിൽ ഇസ്രായേൽ പബ്ലിക്കിനിടയിലൊന്നുമല്ല. ഈ പറയുന്ന ആളുകളെ അവരെ അപ്പീസ് ചെയ്യാൻ വേണ്ടിയിട്ട് വി ആർ ഹിയർ ആൻഡ് വി ആർ വിത്ത് യു എന്നൊരു മെസ്സേജ് അവിടെ കൊടുക്കാൻ വേണ്ടിയാണ്. JFK അതിനെതിരാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? പലതരം കൺസ്പിറസി തിയറീസ് ഉണ്ട്. ദാറ്റ് ഹാപ്പൻഡ് ദാറ്റ് മേഡ് ഹിം കിൽഡ് എന്നുള്ള. JFK അവരെ ന്യൂക്ലിയർ പ്രോഗ്രാമിനെതിരെ ശരിക്കുമായിരുന്നു. ഐ എം നോട്ട് ദാറ്റ് മച്ച് ഡീപ്പ് ഇൻ ദാറ്റ്. പക്ഷേ ഈ whoever stood against them they got eliminated. മേ ബി അവരുടെ ലൈഫ് ആയിരിക്കാം, അല്ലെങ്കിൽ അവരുടെ പൊളിറ്റിക്കൽ കരിയർ ആയിരിക്കും. ഇപ്പോൾ വിശ്വസിക്കുന്നുണ്ടോ ഒരുപാട് ഇൻഡിപെൻഡൻറ്റ് ജേർണലിസ്റ്റ് ആൾ കൂടുതൽ ധൈര്യത്തോടെ ഇസ്രായേലിനെതിരെ സംസാരിക്കുന്നുണ്ട് മുമ്പെക്കാട്ടിലും? വെരി മച്ച്. അവർ പോലും സംസാരിക്കുന്നത് ഇപ്പം ഇസ്രായേലിനെതിരെ എന്നുള്ളതല്ല. വി ആർ ruining ourselves for the sake of Israel എന്നുള്ളതാണ്. അവരെ സംബന്ധിച്ച് അവരുടെ ഫിലോസഫി എന്താണ്? അമേരിക്ക ഫസ്റ്റ്, മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ. സോ ഈ ഇസ്രായേലിന് വേണ്ടി ബ്ലാങ്ക് ചെക്ക് കൊടുക്കുന്നത് എന്തിന്? അതുകൊണ്ട് എന്താണ് ബെനിഫിറ്റ്? ആ ചിന്ത ഈ പറയുന്ന ഈ കൺവെൻഷണൽ ഇസ്രായേലി സപ്പോർട്ടേഴ്സ് ആയിട്ടുള്ള ആളുകൾ, കമന്റേറ്റേഴ്സ് അല്ലെ ടെലിവിഷൻ സെലിബ്രിറ്റീസ്, അവർ പോലും ഷെയർ ചെയ്യുന്നുണ്ട് ഇപ്പോൾ. അയാൾക്ക് യൂട്യൂബിൽ അക്കൗണ്ട് ഇല്ല, ഫുള്ള് റംബിളിലാണ് സ്ട്രീം ചെയ്യാറ്. അപ്പൊ നിക് ഫ്യൂൻറ്റസ് സയനിസ്റ്റ് എന്നുള്ള വേർഡ് ഉപയോഗിക്കാറില്ല, ജ്യൂസ് എന്നാ പറയാ. ജ്യൂസും ബ്ലാക്ക് ആൾക്കാരും ഇല്ലാത്ത ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അത് വേറൊരു പാരഡോക്സ് ആണ്. ഇപ്പം അങ്ങനെ ബേസിക്കലി ഇറ്റ്സ് എ വൈറ്റ് നാഷണലിസ്റ്റ്. അപ്പോൾ ഈ വൈറ്റ് നാഷണലിസ്റ്റ് ഫ്രെയിംവർക്കിൽ നിന്ന് നോക്കുമ്പോൾ അദ്ദേഹത്തിന് ഓഫ്കോഴ്സ് ഈ ഇസ്രായേലിനെ എതിർക്കേണ്ടി വരും. വാട്ട് ദീസ് ഗൈസ് ആർ ഡൂയിങ് ഡാമേജ് ടു അസ് എന്നുള്ളതാണ്. അല്ലാതെ ദീസ് ഗൈസ് ആർ കില്ലിംഗ് ഇന്നസെന്റ് ബേബീസ് ഇൻ ഗസ എന്നുള്ള അല്ല പുള്ളിയുടെ പ്രശ്നം. അത് ശരിയാ. ദീസ് ഗൈസ് ആർ ഡാമേജിങ് അസ്. അയാൾ സോറാൻ മംദാനിക്കൊക്കെ എതിരാ ഓഫ് കോഴ്സ് ആയിരിക്കുമല്ലോ, ബിക്കോസ് ഈസ് എ വൈറ്റ് സൂപ്പർമാസിസ്റ്റ്. അയാൾക്ക് അക്സെപ്റ്റൻസ് കൂടി വരികയാണ്, കൂടുതലും ജെൻസിയുടെ അടുത്താണ് കൂടി വരുന്നത്. അല്ലെങ്കിൽ അക്സെപ്റ്റൻസ് കൂടുതൽ ഈ പറഞ്ഞ കൺസർവേറ്റീവ് പോപ്പുലേഷനിൽ അക്സെപ്റ്റൻസ് കൂടുന്നുണ്ട്. അല്ലാതെ ജനറൽ അക്സെപ്റ്റൻസ് അതിന് പറയാൻ പറ്റില്ല. ഇസ്രായേലിനെതിരെ സംസാരിച്ച് തുടങ്ങിയത് മുതലാണ് കൂടുതൽ ഈ ഇൻഡിപെൻഡൻറ്റ് ജേർണലിസ്റ്റുകൾക്ക് എക്സ്പോസറോ അല്ലെങ്കിൽ റീച്ചോ കൂടി തുടങ്ങിയത്. ഈവൻ കാൻഡസ് ഓവൻസ് ഡെയിലി വയറിൽ നിന്ന് ഇറങ്ങി ബെൻ ഷപ്പേറിയുടെ എതിരെ സംസാരിച്ച് തുടങ്ങിയ ശേഷമാണ് പുള്ളിക്കാരത്തേക്ക് പോലും കൂടുതൽ റീച്ചും. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. എമംഗ് ദ കൺസർവേറ്റീവ് ബ്ലോക്ക് this thinking is getting momentum. Palestine ഒരു ട്രിഗർ ആയതിനല്ല. Again we must understand that is these guys are against the genocide in Gaza. What prompt them? These guys are thinking നോക്കൂ, Israel they are without any logic. We are spending for them. We are bankrolling for them. What are the benefits? What the hell we are doing that? നമുക്ക് എന്താ അതിനോട് കാര്യം? അമേരിക്കക്ക് എന്ത് കാര്യം? അല്ലെങ്കിൽ അമേരിക്കൻ ഈ പറയുന്ന കൺസർവേറ്റീവ് അല്ലെ വൈറ്റ് ഗ്രേറ്റ് അമേരിക്ക നമ്മൾ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളിൽ നമ്മളെ കൊണ്ടുപോയി ചാടിക്കുകയാണ് നമ്മൾ. ദാറ്റ്സ് എഗൻസ്റ്റ് അമേരിക്കൻ ഇൻട്രസ്റ്റ്. അല്ലാതെ ഈ പറഞ്ഞാൽ അതൊരു മോറൽ പൊസിഷൻ അല്ല, അതൊരു നൈതികമായൊരു പൊസിഷൻ അല്ല. ഇവന്മാർ പിള്ളേരെ കൊല്ലുകയാണ്, കുഞ്ഞുങ്ങളെ കൊല്ലുകയാണ്, ജിനോസൈഡ് നടത്തുകയാണ്. അത് തടയണം എന്നുള്ളതല്ല, അത് അങ്ങനെ തന്നെ മനസ്സിലാക്കണം. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഈ പറഞ്ഞ പോലെ അമേരിക്കൻ സൊസൈറ്റിയിൽ ഇപ്പുറത്തെ ബ്ലോക്കിൽ
ഈ പറയുന്ന മോറൽ പൊസിഷൻ എടുത്തുകൊണ്ട് തന്നെ ശക്തമായിട്ട് ഇതിന് എതിർക്കുന്നതാണ്. അപ്പോൾ കാണുന്നതെന്ന് വെച്ചാൽ രണ്ട് ബ്ലോക്കിലും എന്ത് വരികയാണ്, ഇസ്രായേലിനെതിരായിട്ടുള്ള സെൻറ്റിമെൻറ്റ് വളരുകയാണ്. അതൊക്കെ ഇപ്പോൾ ഒരു സെക്കുലർ ആയ ഒരാളുടെ പെർസ്പെക്റ്റീവിൽ ഇസ്രായേൽ ഏതെങ്കിലും രീതിയിൽ അമേരിക്കക്ക് എന്തെങ്കിലും ഗുണങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണോ? ഈ $3 billion എന്നും എല്ലാ ഇയറിലും ലയബിലിറ്റി ഫോർ അമേരിക്ക, ലയബിലിറ്റി ഓൾവേസ്, കൾച്ചർ, എന്റർടൈൻമെന്റ്, അതിലോട്ടൊന്നും ഇസ്രായേൽ എന്താണ് അമേരിക്ക ഇതാക്കുന്നത്? അമേരിക്കയെ ലോകത്ത് വെറുക്കപ്പെട്ട രാജ്യമായി മാറ്റുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് ആരാണ്? ഇസ്രായേൽ. അതർവൈസ് അമേരിക്ക എന്ന് പറയുമ്പോൾ നമ്മൾ അതായിരുന്നു എൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നമ്മുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഡെയിലി ലൈഫ് നമ്മൾ ഏറ്റവും കൂടുതൽ എൻഗേജ് ചെയ്യുന്ന ആരുമായിട്ടാണ്? അമേരിക്കയായിട്ടാണ്. ഞാൻ ഫേസ്ബുക്ക് തുറക്കുന്നു പറഞ്ഞാൽ എന്താണ്, ഞാൻ യൂസിങ് അമേരിക്കൻ പ്രോഡക്റ്റ്. നമ്മൾ ഗോൾഗേറ്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ മൈക്രോസോഫ്റ്റ് ഉപയോഗിക്കുന്നു. നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് ഏത് ഫിലിം അവാർഡാണ്? ഓസ്കർ അവാർഡല്ലേ. ഓസ്കർ നോമിനേറ്റഡ് ആവുക എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര സെലിബ്രേറ്റ് ചെയ്യും. ഇന്ത്യയിലുള്ള ഏറ്റവും ഇന്ത്യൻ നാഷണൽ അവാർഡ്, ബെസ്റ്റ് ഫിലിം അവാർഡ് കിട്ടുന്നതിനേക്കാൾ നമ്മൾ പരിഗണിക്കുക എന്തിനാണ്? To be nominated in Oscar. Yes. To be awarded Oscar അല്ല, to be nominated. Oscar nominated എന്നുള്ളത് again just become a category. Yes. എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ നമ്മളൊരു പഠിക്കാൻ ഒരു ആസ്പയറിംഗ് സ്റ്റുഡൻറ്റ്, അവൻ്റെ ഡ്രീം എന്താണ്? MIT, ഹാർവർഡ്, അങ്ങനെയല്ലേ? അതെ. ഇനി നമ്മൾ ആൻറ്റി അമേരിക്കൻ ഫിലോസഫി അല്ലെങ്കിൽ പൊളിറ്റിക്കൽ തോട്ട് എടുക്കുക, ഇതെവിടെ നിന്നാണ് വരുന്നത്? നോം ചോംസ്കി ഇസ് ഫ്രം അമേരിക്ക. ഏറ്റവും ഈ പറയുന്ന ഏറ്റവും ലിബർട്ടേറിയൻ ഡെമോക്രാറ്റിക് പൊളിറ്റിക്കൽ തോട്ട് അത് വരുന്ന അത്തരം പുസ്തകങ്ങൾ എവിടെ നിന്ന് വരുന്നു? അത് അമേരിക്കയിൽ നിന്ന് വരുന്നു. യു ക്യാൻ ഡ്രിങ്ക് ഈതർ കോള ഓർ പെപ്സി എന്ന് പറഞ്ഞാൽ നമ്മളെ ലൈഫിൽ ഡേ ബൈ ഡേ നോയിങ്ലി ആൻഡ് അൺനോയിങ്ലി നമ്മൾ ഏറ്റവും കൂടുതൽ എൻഗേജ് ചെയ്തിരിക്കുന്ന ആരുമായിട്ടാണ്? അമേരിക്കയായിട്ട്. നമ്മളെന്ന് പറയുമ്പം നമ്മൾ ഈ കോഴിക്കോട് ഇരിക്കുന്ന ആളുകൾ, ഞാൻ ഈ കോഴിക്കോട് ഇരിക്കുന്നു, നിങ്ങൾ പോളണ്ടിൽ ഇരിക്കുന്നു. പോളണ്ടിൽ ഇങ്ങനെ തന്നെ ആയിരിക്കും. മൈക്രോസോഫ്റ്റ് തന്നെയല്ലേ നിങ്ങൾ ഉപയോഗിക്കുന്നത്, ഫേസ്ബുക്ക് തന്നെയല്ലേ നിങ്ങൾ ഉപയോഗിക്കുന്നത്, എക്സ് തന്നെയല്ലേ നിങ്ങൾ ഉപയോഗിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ലോകം മൊത്തം ഇത് ചില ഒരു സിവിലൈസേഷണൽ ഫോഴ്സ്, കൺട്രി ഒരു കൾച്ചർ ഒരു സിവിലൈസേഷൻ എന്തോ ആവട്ടെ, അവർ ലോകത്തെ ഡൊമിനേറ്റ് ചെയ്യണമെങ്കിൽ, ഡൊമിനേറ്റ് ഐ എം നോട്ട് സെയിങ് ഇൻ നെഗറ്റീവ് സെൻസ്, അല്ലെങ്കിൽ നമുക്കൊരു പോസിറ്റീവ് വേർഡ് ഉപയോഗിക്കാം, ലോകത്തെ ലീഡ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് വേണം? അവർക്ക് ചുമ്മാ നടക്കില്ല. അവർക്ക് അതിനാവശ്യമുള്ള സോഫ്റ്റ് പവറും വേണം, ഹാർഡ് പവറും വേണം. ഇത് രണ്ടും ഒരേപോലെ എൻജോയ് ചെയ്യുന്ന ഒരു ഫോഴ്സാണ് അമേരിക്ക എന്ന് പറയുന്നത്. നിങ്ങൾ അമേരിക്കൻ ഫിലിംസ്, അമേരിക്കൻ ആൽബംസ്, റാപ്പ്, അമേരിക്കൻ മ്യൂസിക് നിങ്ങൾ എൻജോയ് ചെയ്യുന്നു. അമേരിക്കൻ പ്രോഡക്ട്സ്, അമേരിക്കൻ സോഫ്റ്റ്വെയർസ്, അമേരിക്കൻ ബേസ്ഡ് ആയിട്ടുള്ള സോഷ്യൽ മീഡിയ നെറ്റ്വർക്ക്സ്, ഇതെല്ലാം ഇതേ അമേരിക്കന് ലോകത്തിൽ ഏറ്റവും വലിയ വാർഷിപ്സ് ഉള്ളത്, ഏറ്റവും മികച്ച ബോംബുകളുള്ളത്, ഏറ്റവും വലിയ മിസൈലുകളുള്ളത്, സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റുകളുള്ളത്, ബോത്ത് ഇൻ സോഫ്റ്റ് പവർ ഇൻ ഹാർഡ് പവർ. അവിടെ തന്നെയാണ് നിങ്ങൾ ഏറ്റവും നന്നായി. ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നതും ഞാൻ മസാച്യുസെറ്റ്സിൽ പഠിക്കുന്നതും വ്യത്യാസമുണ്ടല്ലോ, ഹാർവർഡിൽ പഠിക്കുന്ന വ്യത്യാസമുണ്ടല്ലോ. എന്ന് പറഞ്ഞാൽ ഒരേ സമയം സോഫ്റ്റ് പവറിൻ്റെ കാര്യത്തിലും ഹാർഡ് പവറിന്, ഇനി സോഫ്റ്റ് പവറിന് തന്നെ ഏത് വാരിയൻ്റ് എടുക്കാം. അത് ബുക്സ് ആവട്ടെ, ഫിലിം ആവട്ടെ, മ്യൂസിക് ആവട്ടെ, എഡ്യൂക്കേഷൻ ആവട്ടെ, എന്തെടുത്തു കഴിഞ്ഞാലും ആരാണ് മുന്നിൽ നിൽക്കുന്നത്? വാഹനം എടുക്കുക, ഇലക്ട്രോണിക്സ് എടുക്കുക, ഇലക്ട്രിക്കൽസ് എടുക്കുക, ഇനി പുതിയ തോട്ടുകൾ എടുക്കുക. ഇപ്പോൾ അമേരിക്കൻ സൈക്കോളജി അസോസിയേഷൻ അവർ അപ്രൂവ് ചെയ്തതാണ്, അല്ലെങ്കിൽ അവരുടെ പ്രോട്ടോക്കോളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൺ. ഫിസിക്സ് ആവട്ടെ, കെമിസ്ട്രി ആവട്ടെ, സൈക്കോളജി ആവട്ടെ, സോഷ്യോളജി ആവട്ടെ, ആന്ത്രോപോളജി ആവട്ടെ, ഏതാണ് റെഫറൻസ് പോയിന്റ്? അതാണ് സോഫ്റ്റ് പവർ ആൻഡ് ഹാർഡ് പവർ. ഇത് രണ്ടിൻ്റെ കാര്യത്തിലും ലോകത്തെ ലീഡ് ചെയ്യാനുള്ള they deserve it. എൻ്റെ ചോദ്യം അപ്പോഴും ഇതാണ്, നമുക്കിപ്പോൾ ഇസ്രായേൽ അത് ആ ഡിസേർവ് ചെയ്യുന്ന പൊസിഷനിൽ നിന്ന് അവർ തന്നെ എന്താകുകയാണ്, അവർ താഴോട്ട് വരികയാണ്. അതാണ് ഈ October 7 ശേഷം ഉണ്ടായിട്ടുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ?
അത് സോഫ്റ്റ് പവറിന് ഏറ്റവും പ്രധാനം എന്താണ്? ഡെമോക്രസി തന്നെയാണ്. സ്റ്റാൻഡ് ഫോർ ഹ്യൂമാനിറ്റി എന്ന് പറയുന്നതാണ്. ലോകത്തിൻ്റെ നേതൃസ്ഥാനത്തുള്ള ഒരാൾക്ക് അതിൻ്റെതായ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ലോകത്ത് മനുഷ്യരുടെ ചരിത്രത്തിൽ ഒരുപക്ഷെ ഏറ്റവും ഭീകരമായൊരു ലൈവ് സ്ട്രീംഡ് ജിനോസൈഡ് നടക്കുമ്പോൾ ലോകത്തിൻ്റെ നേതൃത്വമുള്ള രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ദേ ആർ റെസ്പോൺസിബിൾ ടു സ്റ്റോപ്പ് ഇറ്റ്, ബട്ട് ദേ സ്റ്റാൻഡ് ബൈ ഇറ്റ്. അവർ മോറലി ബാങ്ക്രപ്റ്റ് ആക്കുകയാണ്. ദാറ്റ് അഗൈൻ ലീഡ്സ് ടു ദ ഇറോഷൻ ഓഫ് ദെയർ സോഫ്റ്റ് പവർ. നമുക്കിപ്പോൾ ഈ ഇസ്രായേലിനെ ആണ് മാറ്റി, ഇസ്രായേൽ ഇല്ലെന്ന് വെക്കാം, US ഇതേപോലെ റൺ ചെയ്യുകയാണെങ്കിൽ അറബ് വേൾഡിനോ മുസ്ലിം വേൾഡിനോ അമേരിക്കയായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ? ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞത് അതാണ്. അഗൈൻ വി കം ടു ദ കൺക്ലൂഷൻ ദാറ്റ് ഇസ്രായേൽ എന്ന് പറയുന്നത് ആ മിഡിൽ ഈസ്റ്റിലൊരു കുഞ്ഞു രാജ്യമല്ല. ഇസ്രായേൽ ഈസ് എൻ എൻറ്റിറ്റി ദാറ്റ് ഗവേൺസ് ദിസ് വേൾഡ് ഓർഡർ. അത് അമേരിക്കയാണ്, അതിൽ അമേരിക്കയിലൂടെ മാനിഫെസ്റ്റോയിട്ട് നിൽക്കുകയാണ്. പക്ഷെ അതിൽ ഒരു ഇതുവരെയുള്ള അമേരിക്കൻ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് എന്ന് വെച്ചാൽ somehow they managed a balancing act, balancing role. But this guy, right from Biden, ആ പൊസിഷൻ നമുക്ക് നിൽക്കാൻ പറ്റും. എഗൈൻ അതിലൊരു വളരെ പ്രധാനപ്പെട്ട ഒരു മൊമെൻ്റ് ആയിട്ട് കാണുകയാണ് ഈ ദോഹയിൽ ആക്രമണം എന്ന് പറയുന്നത്. കാരണം ദോഹയിൽ ആക്രമണം നടക്കുന്നുണ്ട്. ദോഹയിൽ കുറച്ച് 7 പേര് അവൻ്റെ കൊല്ലപ്പെട്ടു. അതല്ല അതുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എന്താണ്? അറബ് റെജീംസിനെ സംബന്ധിച്ചിടത്തോളം they believed America is our savior, our guarantor of the security. So American trust എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, അതില്ലാതാവുകയാണ് ചെയ്യുന്നത്. ദോഹ എന്ന് പറഞ്ഞാൽ again it has got much importance because Doha hosts the largest American base. പക്ഷേ അവരൊരു പുതിയ സെക്യൂരിറ്റി എഗ്രിമെൻ്റ് ചെയ്തു. അവർക്ക് അതല്ലാതെ വേറെ വഴിയില്ല. പക്ഷെ ഐ മീൻ ബോട്ടം ലെവൽ ഗ്രൗണ്ട് സീറോയിൽ എന്താ സംഭവിക്കുന്നത്? ഇറോഷൻ ഓഫ് ട്രസ്റ്റ് ആണ്. പക്ഷെ നമ്മൾ കാണേണ്ടത് എങ്ങനെയാണ് ഈ ഒരു സൗദി പാകിസ്ഥാൻ ഡിഫൻസ് പാക്ട് ഉണ്ടായത് ഇതിന് ശേഷം. അത് വളരെ പ്രധാനപ്പെട്ട സിഗ്നലാണ്. അവർക്ക് ന്യൂക്ലിയർ വരെ ഉപയോഗിക്കാനുള്ള എഗ്രിമെൻ്റ് ഉണ്ട് സൗദിക്ക് പാകിസ്ഥാൻ്റെ. പക്ഷേ അപ്പോൾ അത് സൗദിക്ക് വേറൊരു തരത്തിൽ പവർ ഉണ്ടോ മിഡിൽ ഈസ്റ്റിൽ വരുമ്പോൾ? US-നെതിരെ ലൈക്ക് ഖത്തറിനും UAE-ക്കൊന്നും ഇല്ലാത്ത ബിഗ് ബ്രദർ ആണല്ലോ. GCC-യിലൊരു ബിഗ് ബ്രദർ എന്ന് പറയുന്ന സൗദിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പവർ എന്ന് പറയുന്നത് സോഫ്റ്റ് പവറാണ്. എന്താണ്? ഇറ്റ് ഇസ് ദ ഹോളിയസ്റ്റ് 2 മോസ്റ്റ് ഹോളിയസ്റ്റ് സൈറ്റ്സ് ഓഫ് മുസ്ലിംസ്. അതാണ് സൗദിയുടെ ഏറ്റവും. അപ്പോൾ സൗദി എന്താണ് ഒരു ഡിഫാക്റ്റോ ലീഡർ ഓഫ് ദ മുസ്ലിം വേൾഡ് എന്ന് പറയുന്ന ഒരു പൊസിഷൻ അവർക്കുണ്ട്. അതിൻ്റെ റെസ്പോൺസിബിലിറ്റി അവർക്കുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് മറ്റുള്ള രാജ്യങ്ങളെ പോലെ ചാടി കയറി ഇസ്രായേലുമായിട്ട് എബ്രഹാം അക്കോർഡ് സൈൻ ചെയ്യാൻ പറ്റാതെ വരുന്നത്. അത് അവരെ എപ്പോഴും ഒരു ബാലൻസിങ് പൊസിഷനിൽ. ഞാൻ നേരത്തെ അമേരിക്കയെക്കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ സൗദിക്ക് ബൈ ഡിഫോൾട്ട് വന്നു ചേർന്നിട്ടുള്ള ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. ഇപ്പോൾ UAE ചെയ്തതുപോലെയോ അല്ലെങ്കിൽ ബഹ്റൈൻ ചെയ്തതുപോലെയോ വളരെ പെട്ടെന്ന് എബ്രഹാം അക്കോർഡിൽ എത്താൻ അവർക്ക് പറ്റില്ല. കാരണം അവർ പൊസിഷൻ ചെയ്തിരിക്കുന്നത് എന്താണ്? ഒരു സെൻറ്റർ ഓഫ് ദ മുസ്ലിം വേൾഡ്, ലീഡർ ഓഫ് ദ മുസ്ലിം വേൾഡ് എന്നുള്ളതാണ്. ടു സം എക്സ്റ്റെൻറ്റ് ദേ ഡെലിവർ ദാറ്റ് ഓൾസോ. കുറച്ച് ആൾക്കാർ വിശ്വസിക്കുന്നുണ്ട് MBSന് എപ്സ്റ്റീൻ ഫയൽസിലൊരു പങ്കുണ്ടെന്നാണ്. ഇപ്പോൾ ടെലിഗ്രാഫ് കുറച്ച് ഫോട്ടോസ് റിവീൽ ചെയ്തിരുന്നു. എപ്സ്റ്റീൻ്റെ ബട്ട്ലർ കൊടുത്ത് അതിൽ MBS ഉണ്ട് എപ്സ്റ്റീൻ്റെ കൂടെ നിൽക്കുന്നത്. അപ്പോൾ കുറച്ച് ആൾക്കാർ അങ്ങനെ വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ ആ രീതിയിലൊന്നും MBSൻ്റെ അടുത്തുനിന്ന് കണ്ടിട്ടില്ല. അതായത് ഒരു കംപ്ലീറ്റ് പപ്പറ്റായിട്ടുള്ള രീതിയിലാണ്. ഞാൻ അദ്ദേഹം ഒരു സ്ട്രാറ്റജിക് ഓട്ടോണമി എന്ന് പറയുന്ന ഒരു ആ ഒരു ലൈനിൽ പോകുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഹമാസിൻ്റെ കാര്യത്തിൽ വരികയാണെങ്കിൽ 30 years ഫ്രം നൗ ഹമാസ് ഏത് രീതിയിലാവും അറിയപ്പെടുക ലോകത്തിൻ്റെ മുമ്പിൽ? ഹമാസ് എന്ന് പറയുന്നത് ഹമാസ് 1987 ഫോം ചെയ്തൊരു സംഘടനയാണ്. ഹമാസ് നാളെ ഇല്ലാതായി വിചാരിക്കും. ഹമാസ് they themselves disbanded എന്ന് വിചാരിക്കും. That makes no sense at all. If Hamas is not there, think Hamas, somebody else would be there. Hamas എന്ന് പറയുന്നത് ബേസിക്കായിട്ട് എന്താണ്? റെസിസ്റ്റൻസ് ഓക്യുപ്പേഷൻ. റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ ഓക്യുപ്പേഷൻ ഉണ്ടെങ്കിൽ റെസിസ്റ്റൻസ് ഉണ്ടാവും. അത് ഇപ്പോൾ അതിൻ്റെ ഒരു ഫ്ലാഗ് ബെയർ ആയിട്ടുള്ള ഹമാസ് എന്ന് പറയുന്ന സംഘടനയാണുള്ളത്.
അതില്ലാതായി അവർ തന്നെ സ്വയം പിരിച്ചുവിട്ടു വിചാരിക്കുക. സംബഡി വിൽ കം ആൻഡ് ടേക്ക് അപ്പ് ദാറ്റ് ഫ്ലാഗ്. അപ്പോൾ ഹമാസ് എന്ന് പറയുന്ന സംഘടന അത്ര ഞാൻ പറയുന്നത് അത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. പലസ്തീൻ ജനത പലസ്തീൻ കോസാണ്. ആൻഡ് അഗൈൻ വാട്ട് ഈസ് ഐ മീൻ എക്സ്ട്രാ ഓർഡിനറി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ഭയങ്കര സർപ്രൈസിങ് ആയിട്ടുള്ള സംഗതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിലും ലോകത്ത് പല സ്വഭാവത്തിലുള്ള ഒക്യുപ്പേഷൻസ് ഉണ്ടായിട്ടുണ്ട്. ഈ ഒക്യുപ്പേഷൻസിനെതിരെ പലയിടത്തും റെസിസ്റ്റൻസ് ഉണ്ടായി, അത് വിജയിച്ചിട്ടുണ്ട്. മറ്റു പലയിടത്തും റെസിസ്റ്റൻസ് സപ്രസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. സപ്രസ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബൈ ദ ഐ മീൻ കോഴ്സ് ഓഫ് ടൈം എന്ന് വെച്ചാൽ ഒരു ജനറേഷൻ മാറുന്നതിന് മുമ്പ് തന്നെ ഇറ്റ് ഗെറ്റ് നോർമലൈസ്ഡ്. ടേക്ക് ടിബറ്റ്. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് സോഷ്യൽ സയൻസിൽ ഇന്ത്യയുടെ അയൽരാജ്യമായിട്ട് ടിബറ്റ് എന്ന് പറയുന്ന രാജ്യം ഉണ്ടായിരുന്നു. ദാറ്റ് ടൈം ടിബറ്റ് ഒരു ഇൻഡിപെൻഡൻറ്റ് ടിബറ്റ് വാസ് നോട്ട് ദെയർ. പക്ഷേ ടിബറ്റ് അന്ന് എന്താണ്, ടിബറ്റിന് ഒരു പ്രത്യേകമായിട്ട് ഡിമാർക്കേറ്റ് ചെയ്യുന്ന ഒരു സംഗതിയെങ്കിലും ഉണ്ടായിരുന്നു. ടിബറ്റ് വാസ് ഓക്യുപ്പൈഡ് ബൈ ചൈന. എനിക്കൊന്ന് 56 കിലോമീറ്റർ ആണെന്ന് തോന്നുന്നു. പക്ഷേ ഇന്ന് ടിബറ്റുകാർ പോലും ടിബറ്റ് എന്ന് പറയുന്നില്ലല്ലോ, ടിബറ്റ് എന്ന് ഓർക്കുന്നില്ലല്ലോ. പക്ഷെ ഒരു ജനറേഷൻ കഴിയുന്നതിന് മുമ്പ് ടിബറ്റ് എന്ന് പറയുന്ന ഒരു ഐഡന്റിറ്റി തന്നെ എന്തായി, ഇറ്റ് ഗോട്ട് ഇറൈസ്ഡ്. ടിബറ്റ്, ഈവൻ ടിബറ്റൻ ലീഡേഴ്സ് ദേ ആർ നോട്ട് ടോക്കിംഗ് അബൌട്ട് ഇറ്റ്. എന്ന് പറഞ്ഞാൽ ബിഫോർ പാസിംഗ് എ ജനറേഷൻ, ഈവൻ ബിഫോർ പാസിംഗ് എ ജനറേഷൻ ഇറ്റ് ഗോട്ട് ഇറൈസ്ഡ്. പക്ഷേ ടേക്ക് ദ പലസ്റ്റൈൻ. പലസ്റ്റൈനിൽ എന്താ സംഭവിക്കുന്നത്, ഇപ്പോൾ തേർഡ് ജനറേഷനാണ് ഉള്ളത്. തേർഡ് ജനറേഷൻ എത്തുമ്പോൾ പലസ്റ്റൈൻ എന്ന് പറയുന്ന ആ വികാരം, ആ ഐഡന്റിറ്റി, ആ ക്വസ്റ്റ്, ആ ഡ്രൈവ്, ഇറ്റ് ഈസ് ഗെറ്റിംഗ് സ്ട്രോങ്ങർ ആൻഡ് സ്ട്രോങ്ങർ. ഇറ്റ്സ് എൻ എക്സ്ട്രാ ഓർഡിനറി കേസ് ഇൻ വേൾഡ് ഹിസ്റ്ററി. ഇപ്പോൾ ബാബറി മസ്ജിദിൻ്റെ കാര്യം നമുക്ക് എളുപ്പം മനസ്സിലാകാൻ പറ്റും. 92 December 6th ബാബറി മസ്ജിദ് ഗോട്ട് ഡിമോളിഷ്ഡ്. 93 വിതൗട്ട് any call there would be a hatal. 94 ഉണ്ടാവും, 95 ഉണ്ടാവും, 96 എത്തുമ്പോൾ ചിലപ്പോൾ അതിന് ആഹ്വാനം വേണ്ടി വരും. ഇപ്പം അങ്ങനെ വല്ലതും ഉണ്ടോ? ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? ഓർക്കും വെച്ചാൽ ഐ മീൻ December 6 എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു ഇവൻറ്റ്ഫുൾ ഡേ, അല്ലെങ്കിൽ അന്ന് ചിലപ്പോൾ എന്തെങ്കിലും ചെറിയ പരിപാടി, ടോക്കൺ പ്രോഗ്രാംസ് ഒക്കെ നടക്കും. എന്താണ് ഒരു ജനറേഷനും വേണ്ട, ബൈ 5 years 10 years ആകുമ്പോഴേക്ക് ഗെറ്റ് നോർമലൈസ്ഡ്. ലോകത്ത് എല്ലായിടത്തും ഇങ്ങനെ തന്നെയാണ് നടക്കുന്നത്. അത് അട്രോസിറ്റീസിൻ്റെ കാര്യത്തിലാണെങ്കിൽ, ഒക്യുപ്പേഷൻ്റെ കാര്യത്തിലാണെങ്കിൽ. പക്ഷെ പലസ്തീനിൽ അങ്ങനെയല്ല. പലസ്തീനിൽ ഇതിങ്ങനെ ജനറേഷൻ മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് ദ സ്പിരിറ്റ് ഗെറ്റ് സ്ട്രോങ്ങർ ആൻഡ് സ്ട്രോങ്ങർ. ഇപ്പോൾ 2024 നമ്മൾ എത്തുമ്പോൾ 75 വർഷം കഴിഞ്ഞില്ലേ. പക്ഷേ ഈ സ്പിരിറ്റ് ഫോർ ഫ്രീ പലസ്റ്റൈൻ എന്ന് പറയുന്ന മുദ്രാവാക്യം അത് പലസ്തീനേക്കാൾ കൂടുതൽ എവിടെ മുഴങ്ങുകയാണ്? പലസ്തീന് പുറത്ത് മുഴങ്ങുകയാണ്. ലോകത്ത് ഇത് മുഴങ്ങാത്ത ദർ ഇസ് നോട്ട് എ സിംഗിൾ ക്യാപിറ്റൽ. മേ ബി നോർത്ത് കൊറിയയിൽ മാത്രമായിട്ടായിരിക്കും ഉണ്ടാവുള്ളൂ. ഇസ്രായേൽ ഇത് കണ്ടിരുന്നു. ലൈക്ക് ഒരു October 7 എന്നുള്ള ആ ഒരു എന്താ പറയുക ഡേറ്റ് ഒരു ഹോളോകോസ്റ്റ് പോലെയൊക്കെ ബ്രാൻഡ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട് ഇന്റർനാഷണൽ മീഡിയ, അല്ലെങ്കിൽ ലോകത്തിന് മുമ്പിൽ. അതിലവർ വിജയിച്ചോ അതോ ഫെയിൽ ആയോ? ഫസ്റ്റ് ആദ്യത്തെ 1-2 ദിവസങ്ങളിൽ ആ ഒരു അപ്പർ ഹാൻഡ് അവർക്കുണ്ടായിരുന്നു. പക്ഷേ ലേറ്റർ ഓൺ വൺസ് ദേ സ്റ്റാർട്ടഡ് കില്ലിംഗ് ബേബീസ് ദ തിങ് ഹാസ് ചേഞ്ച്. അതെ ഇപ്പോൾ മാക്രോന്റെ കാര്യത്തിലായാലും അവരൊക്കെ ഫസ്റ്റ് ഇപ്പോൾ നമ്മളെ ആരെയാണ് ജോർഡൻ പീറ്റേഴ്സൺ ഗിവ് ദം ഹെൽ എന്നുള്ള ട്വീറ്റ് ചെയ്തൊക്കെ ഏറ്റവും നമ്മൾ എന്താണ് PS മോർഗൻ അദ്ദേഹത്തിൻ്റെ അതിനുശേഷം ഉണ്ടായുള്ള ടെലിവിഷൻ ഷോ അതിൻ്റെ ഒരു പാറ്റേൺ എടുത്ത് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണത് ചേഞ്ച് ചെയ്യുന്നത്. അതെ. അപ്പോൾ അതുപോലെ കുറച്ച് കാര്യങ്ങളും കൂടി ചോദിക്കാനുള്ളത്, ഇപ്പോൾ കേരളത്തിൽ എങ്ങനെയാണ് ഈ പിന്നെ റിപ്പോർട്ടിംഗ് ഒക്കെ വരുന്നത്? അവർ യഥാർത്ഥത്തിൽ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടോ? ഫലസ്തീൻ ജനസൈഡിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ജനറലി അങ്ങനെ തന്നെയാണ്. അവർക്ക് ഏതെങ്കിലും തരത്തിൽ പ്രഷർ ഉണ്ടോ? ലൈക്ക് ഏത് മീഡിയ നോക്കുകയാണെങ്കിൽ പ്രഷർ ഇൻ ദ സെൻസ് എല്ലാ മീഡിയക്കും അവരുടേതായ പ്രഷറുകളുണ്ടാവും. പ്രഷറിന് സക്കം ചെയ്യുന്ന ആളുകളുണ്ടാവും, പ്രഷറിന് മാടി വിളിച്ചെടുക്കുന്ന ആളുകളുണ്ടാവും. ദാറ്റ് അഗൈൻ വാരീസ്. ഓരോ ആളുകളുടെ ഒരു എഡിറ്റോറിയൽ പൊസിഷനൊക്കെ പല രീതികളുണ്ടാവും. പക്ഷെ ജനറലി സ്പീക്കിംഗ് കേരളത്തിൻ്റെ ഒരു പൊതുവായ ഒരു മീഡിയ ലാൻഡ്സ്കേപ്പ് ഇസ് പ്രോ പാലസ്റ്റൈൻ.
അതിൽ സംശയമില്ല. ഇവിടുത്തെ സെലിബ്രിറ്റീസോ ആക്ടേഴ്സോ ഒക്കെ ഇപ്പോൾ തമിഴ്നാട്ടിൽ സെലിബ്രിറ്റീസ് ആക്ടേഴ്സ് എന്ന കാര്യത്തിൽ വെച്ചാൽ അവർ പ്രത്യേകിച്ച് സെൻട്രൽ ഗവൺമെൻറ് ഇസ് ദെയർ, മോഡി റെജിം ഇസ് ദെയർ. അപ്പോൾ പലസ്തീനു വേണ്ടി സംസാരിച്ചാൽ നമ്മളെ ED വരുമെന്നൊക്കെ ഭയക്കുന്ന ആളുകളുണ്ടാവും. അപ്പോൾ സെലിബ്രിറ്റീസൊക്കെ അത് ഇതിൽ മാത്രമല്ല, ഇപ്പോൾ ഏതെങ്കിലും ഒരു വിഷയത്തിൽ പൊളിറ്റിക്കൽ പൊസിഷൻ എടുത്ത് കണ്ടിട്ടുണ്ട് നമ്മുടെ നാട്ടിലെ സെലിബ്രിറ്റീസിന്. 1 or 2 എക്സെപ്ഷണൽ കേസ് മേ ബി ദെയർ. അതെല്ലാ കാര്യത്തിലും ഉണ്ടായിട്ടുണ്ട്. അത് തന്നെയാണ് ഈ കാര്യത്തിലുള്ളത്. ഞാൻ ഒറ്റൊരു കാര്യം ശ്രദ്ധിച്ചത്, നമ്മൾ ദുൽഖർ എൻ്റെ ഇടുന്നത് മറ്റേ ഗാസയുടെ ഒരു സ്റ്റോറി ഉണ്ടായിരുന്നല്ലോ, എല്ലാവരും ഷെയർ ചെയ്ത്, അത് മാത്രം ദുൽഖർ ഷെയർ ചെയ്ത് ഞാൻ കണ്ടായിരുന്നു. പക്ഷെ തമിഴ്നാട്ടിലേക്ക് വരുമ്പോൾ പ്രകാശ് രാജ് സംസാരിക്കുന്നുണ്ട്, സത്യരാജ് പുള്ളിക്കാരൻ. അവർക്ക് ഈ സെൻട്രൽ ഗവൺമെന്റിനെ പേടിയുന്നില്ല. തമിഴ് ഈ ദ്രവീഡിയൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ആ ഒരു വികാരം വളരെ നേരത്തെ തന്നെ അവർ ഇത്തരം കാര്യങ്ങളിലെല്ലാം ഒരു ഡിഫറെൻ്റ് അപ്രോച്ചും പൊളിറ്റിക്സ് ഓഫ് റെസിസ്റ്റൻസ് എടുത്തിട്ടുള്ള ആളുകളാണ്. അത് ദ്രവീഡിയൻ പൊളിറ്റിക്സിൻ്റെ തന്നെ ഭാഗമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ ഈ സെലിബ്രിറ്റി അത് ഈ ഹിന്ദുത്വ വിരുദ്ധ ഇത് എടുത്തു കഴിഞ്ഞാൽ അങ്ങനെ തന്നെയാണല്ലോ. പക്ഷെ എന്നാലും ഇവർക്കൊക്കെ ഉള്ളിലൊരു റിഗ്രറ്റ് വേണ്ട, ലൈക്ക് ഒരു മനുഷ്യത്തുള്ള ഒരാൾ. റിഗ്രറ്റിന്റെ പ്രശ്നമല്ല, അത് നമ്മളെ ബാധിക്കും. അപ്പോൾ അങ്ങനെ ചിന്തിക്കും. വരും. പക്ഷെ അതുകൊണ്ട് രക്ഷയില്ല എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. ഇപ്പം എന്തോ ഒരു വണ്ടിയുടെ പേരിലൊക്കെ വന്ന് ഉണ്ടാക്കുന്ന ബഹളം കണ്ടില്ലേ. നിങ്ങൾ സൈലൻ്റായി നിന്നാലും കാര്യമൊന്നുമില്ല. പക്ഷെ എന്നാലും അത്രയും ഇതായിട്ട് ഇപ്പോൾ ഒരു 15 വർഷം കഴിഞ്ഞാൽ അവരെ കുട്ടികൾ ചോദിക്കില്ല നിങ്ങൾ എന്ത് ചെയ്തു ഈ ഒരു ടൈമിൽ. അത് അവരാലോചിക്കേണ്ട കാര്യമാണ്. നമുക്കിവിടെ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രൈമറി ഇതെന്താണ്, ടു സേവ് ദെയർ ഫോർച്യൂൺസ് എന്നുള്ളതാണ്, ദെയർ കരിയർ എന്നുള്ളതാണ്, ദെയർ ഫ്യൂച്ചർ കമ്മിറ്റ്മെൻറ്റ്സ്. ഫിലിം എന്ന് പറയുമ്പോൾ അത് അങ്ങനെ കേരളത്തിൽ ഫിലിം ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ കേരളത്തിൽ മാത്രം നിന്നുകൊണ്ട് സർവൈവ് ചെയ്യാൻ പറ്റുന്നതല്ല. അതിന് വേറെയും ബോളിവുഡ് ഈസ് ദെയർ, മറ്റ് ഭാഷകൾ മറ്റ് ജിയോഗ്രഫിയിലൊക്കെ പോകേണ്ടതാണ്. ഇങ്ങനെ പിന്നെ ED ഈസ് ദെയർ, ഇൻകം ടാക്സ് ഉണ്ട്. അവരായിട്ടൊക്കെ ഫൈറ്റ്. ഇപ്പോൾ സെലിബ്രിറ്റി എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റ് എന്നുള്ള ആളുകളായിരിക്കില്ലല്ലോ അവർ. പക്ഷെ ഞാൻ ദുൽഖർ ചെയ്ത് അപ്രിഷിയേറ്റ് ചെയ്യേണ്ടത് അദ്ദേഹം ഒരു സ്റ്റോറിയെങ്കിലും ഇട്ടു. ഇനി മീഡിയ 1 ദാവൂദ് സാറിൻ്റെ എതിരെ ലൈക്ക് എതിരല്ല, എന്തെങ്കിലും പെർസ്പെക്റ്റീവോ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റോ ഫലസ്തീൻ്റെ കുറിച്ച് സംസാരിച്ചത് അങ്ങനെ എതിരെ ആരെങ്കിലും കൊളീഗ്സൊക്കെ ഓഫ് ക്യാമറ സംസാരിക്കാറുണ്ടോ? അത് പറഞ്ഞത് ശരിയല്ല, ഇസ്രായേലി ചെയ്തത് ശരിയായിരുന്നു, അങ്ങനെ എന്തെങ്കിലും വിയോജിപ്പുള്ള ആളുകൾ വിയോജിപ്പ് പറയും. വേറെ ഡെമോക്രാറ്റിക് സെറ്റപ്പ്. നമ്മൾ അങ്ങനെ ഞാൻ പറഞ്ഞതെല്ലാം ശരിയാണെന്ന വാദം എനിക്കില്ല. അത് ശരിയാണെന്ന് എല്ലാവരും അംഗീകരിക്കണമെന്ന വാദം എനിക്കറിയില്ല. എല്ലാ കാര്യത്തിലും നമുക്ക് ഇപ്പോൾ ഫലസ്തീൻ്റെ കാര്യത്തിലും എല്ലാ കാര്യത്തിലും യോജിപ്പുകളും ഉള്ള ആളുകളുണ്ട്. അത് പരസ്പരം ഷെയർ ചെയ്യും, സംസാരിക്കും. ഔട്ട് ഓഫ് ഫോക്കസ് ഇപ്പോൾ എങ്ങനെയാണ് വന്നത്? എഗൈൻ അങ്ങനെ ചോദിച്ചാൽ നമ്മളൊരു വർക്ക് കൾച്ചർ എന്ന് പറയുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും പരസ്പരം കൂടിയാലോചിച്ച് ചെയ്യുക എന്നുള്ളതാണ്. ഔട്ട് ഓഫ് ഫോക്കസ് ചെയ്യുന്നതിൻ്റെ കുറേ മുമ്പ് നമ്മൾ എന്തിനാണ് ഇപ്പോൾ എല്ലാ ടോക്ക് ഷോയ്ക്കും ഇപ്പം ഒരു ആങ്കർ, കുറച്ച് പുറത്തുനിന്നുള്ള വെൽ നോൺ കുറേ കമൻറ്റേറ്റേഴ്സ് ഉണ്ടാവും. എല്ലാ TV ചാനലിലും എപ്പോഴും വന്നിരിക്കുന്ന കുറേ കമൻറ്റേറ്റേഴ്സ്. അതിനപ്പുറം നമ്മളുടെ തന്നെ റിസോഴ്സസ് വെച്ച് നമുക്ക് ചെയ്തു കൊടുക്കുന്ന ആലോചന നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ദ തിങ് വി ഡിഡ് ദാറ്റ് കൈൻഡ് ഓഫ് തിങ് വാസ് ആഫ്റ്റർ വേങ്ങര ബൈ ഇലക്ഷൻ. വേങ്ങര ബൈ ഇലക്ഷന് ശേഷം നമ്മൾ അങ്ങനെ ഒരു ഷോ ചെയ്തു. നമ്മുടെ സീനിയർ എഡിറ്റേഴ്സ് മാത്രം ഇരുന്നിട്ട് അതിൻ്റെ ഒരു ഇലക്ഷൻ റിവ്യൂ ചെയ്തു. അപ്പോൾ അങ്ങനെ 1-2 പ്രോഗ്രാംസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊരു സ്ഥിരം പരിപാടി ആ നിലയ്ക്ക് ചെയ്യാം എന്നൊരു ഐഡിയ. ബേസിക്കലി ആ ഒരു ഐഡിയ ഒരു പ്രോഗ്രാമായിട്ട് കൺസീവ് ചെയ്ത് മുന്നോട്ട് വെക്കുന്ന നമ്മൾ ഡിജിറ്റലിൻ്റെ ചാർജ് ഉണ്ടായിരുന്ന ഷാഫി എന്ന് പറഞ്ഞ ആളാണ്. പിന്നെ അത് തുടങ്ങുന്നു. ഫസ്റ്റ് നമ്മളതൊരു 5 days വീക്കായിരുന്നു. പക്ഷേ അതിന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ളൊരു റീച്ച് കിട്ടിയെന്ന് വെച്ചാൽ ഒരു ഭയങ്കര മാസ് പോപ്പുലേഷനിലൊക്കെ അത് പോകുന്നുണ്ടെന്ന് ഞാൻ ഇപ്പോഴും പറയുന്നില്ല. പക്ഷേ കേരളത്തിലൊരു തിങ്കിങ് എലീറ്റ് എന്ന് പറയുന്നത്, പൊളിറ്റിക്കൽ എലീറ്റ് എന്ന് പറയുന്നത്, എമംഗ് ജേർണലിസ്റ്റ്, എമംഗ് പൊളിറ്റീഷ്യൻസ്, എമംഗ് റീഡിങ് പോപ്പുലേഷൻ, കുറച്ചും കൂടി സീരിയസ് ആയിട്ട് കാര്യങ്ങളെ ലോകത്തെ നോക്കിക്കാണുന്ന ആളുകൾക്കിടയിൽ അത് ഭയങ്കരമായിട്ടത് ശ്രദ്ധിക്കപ്പെടുകയും ഹിറ്റാകുകയും ചെയ്തു. മാത്രമല്ല പല ആളുകളെന്ന് പറയുമ്പോൾ ഈ ടോപ്പ് പൊളിറ്റിക്കൽ ലീഡേഴ്സ്, ഈ മറ്റ് സ്ഥാപനങ്ങളിലെ സീനിയർ ജേർണലിസ്റ്റുകൾ,
എഴുത്തുകാരായിട്ടുള്ള ആളുകൾ, അവരൊക്കെയും ഞങ്ങളത് നോക്കാറുണ്ട്. ഞങ്ങളത് കൂടെ നോക്കിയിട്ടാണ് ഞങ്ങളുടെ ഒരു പെർസ്പെക്റ്റീവ് ബിൽഡ് ചെയ്യുന്നത് എന്നൊക്കെ ഇങ്ങനെ നിരന്തരമായിട്ട് ഭയങ്കരമായിട്ട് ഷെയർ ചെയ്യാൻ തുടങ്ങി. ഭയങ്കരമായൊരു ലോയൽ ഓഡിയൻസ് അതിന് വന്നു. ഈവൻ നമ്മളൊരു തവണ സെറ്റ് മാറ്റിയപ്പോൾ പോലും ഓഡിയൻസ് ഭയങ്കരമായിട്ട് ഭയങ്കരമായുള്ള കമന്റ്സ് വന്നു. നമുക്കത് എഗൻ പഴയതിലേക്ക് തന്നെ പോകേണ്ടി വന്നു. അത് നോക്കണം. അത് എനിക്ക് തോന്നുന്നു ഒരു ടെലിവിഷൻ ഷോ ഇത്രയും കാലം ഒരേ സെറ്റിൽ ഒരേ ഫ്രെയിമിൽ പോകുന്നത് വേറെ ഉണ്ടാവില്ല. നമുക്കത് മാറ്റണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്, പക്ഷെ മാറ്റാൻ നമ്മുടെ ഓഡിയൻസ് സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ അപ്പോൾ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ദാവൂദ്ക്കാക്ക് ഒരു ഡിഫറെൻറ്റ് ഓഡിയൻസ് തന്നെ അതിലുണ്ടെന്ന് അറിയാം, ദാവൂദ്ക്കാൻ്റെ ഫാൻസ് ആയിട്ടുള്ള. അതുകൊണ്ടാണ് ഞങ്ങളോട് ദാവൂദ്ക്കാനെ കൊണ്ടുവരും എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ച് കുറേ ആൾക്കാർ പറഞ്ഞത്. ഇപ്പോൾ ഇതിൻ്റെ ന്യൂസ് റെഫർ ചെയ്യാനൊക്കെ കൂടുതൽ എക്സ് ആണോ ഉപയോഗിക്കാറ്, അതോ ഏതെങ്കിലും ആർട്ടിക്കിൾസോ അല്ലെങ്കിൽ ചാനൽസോ ഏതെങ്കിലും സ്പെസിഫിക് ആയിട്ട് ഏതെങ്കിലും ഉണ്ടോ? ഓരോ ഇതനുസരിച്ചിരിക്കും. ഇപ്പോൾ പിന്നെ മൾട്ടിപ്പിൾ സോഴ്സസ് അദ്ദേഹം. പിന്നെ നമ്മളൊരു റെഫറൻസ് നമ്മളിങ്ങനെ കുറേ ഇൻഫർമേഷൻ എടുക്കുക എന്നുള്ളതല്ലല്ലോ. നമ്മളൊരു ഇൻഫർമേഷൻ നിന്ന് നമ്മളൊരു പെർസ്പെക്റ്റീവ് ഉണ്ടാക്കുക. ഐ മീൻ ആ ഒരു പെർസ്പെക്റ്റീവ് ആളുകളുമായിട്ട് ഷെയർ ചെയ്യാം, അതാണ് ചെയ്യുന്നത്. അപ്പോൾ അതിലിപ്പോൾ ആളുകൾക്ക് അതിലേറ്റവും ബേസിക്കായുള്ള കാര്യം വെച്ചാൽ നമ്മൾ സത്യസന്ധത പാലിക്കണം എന്നുള്ളതാണ് ഒരു വിഷയത്തിൽ. വെറുതെ ഇപ്പം പിന്നെ ഇസ്രായേലിനെ കുറേ ചീത്ത പറയാം, അല്ലെങ്കിൽ പലസ്തീനെ കുറേ സപ്പോർട്ട് ചെയ്യാം, അങ്ങനെയല്ല. അതിൽ ലോജിക്കലായിട്ട് ഓണസ്റ്റായിട്ട് കാര്യങ്ങൾ കാണാൻ പറ്റിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആളുകളത് അപ്രിഷ്യേറ്റ് ചെയ്യും, ആളുകൾ അതുമായിട്ട് റിലേറ്റ് ചെയ്യും. പിന്നെ കുറേ ആളുകൾ ഇപ്പം നിങ്ങൾ പറഞ്ഞാൽ നമ്മളെ ഭയങ്കരമായിട്ട് എതിർക്കാൻ വേണ്ടി നടക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അവർ നമ്മളെന്ത് പറഞ്ഞു കഴിഞ്ഞാലും എതിർക്കാൻ വേണ്ടി അതിനെ ഉപയോഗിക്കും. ദാറ്റ് ഐ കൻ നമ്മളൊരു ഇൻഡസ്ട്രി പെർസ്പെക്റ്റീവ് പറയുമ്പോൾ അഗൈൻ ഫോർ us ഇറ്റ് ഈസ് ബെനിഫിഷ്യൽ. ബേസിക്കലി ടെലിവിഷൻ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഷോ ബിസിനസ്, കൂടുതൽ ആളുകളിലേക്ക് എത്തുന്നതനുസരിച്ചാണ് ബിസിനസ് ഇതാവുന്നത്. നമ്മുടെ ലോയൽ വ്യൂസ് പോലെ തന്നെ അഡ്വേഴ്സറി ആയിട്ടുള്ള ആളുകളും നമുക്ക് പ്രചാരണം നൽകുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. കേരളത്തിലൊരു പബ്ലിക് ഒപ്പീനിയൻ ബിൽഡ് ചെയ്യുന്നതിൽ, കേരളത്തിലെ ഒരു പബ്ലിക്കുമായിട്ട് എൻഗേജ് ചെയ്യുന്നത്, അവർ കൺവേഴ്സ് ചെയ്യുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പ്ലാറ്റ്ഫോമായിട്ട് ഔട്ട് ഓഫ് ഫോഴ്സ് മാറിയിട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ ആ ക്യാഷ്വൽ ടോക്ക് ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടമാണ്. അപ്പോൾ എനിക്ക് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കണമെന്നുണ്ട്, പക്ഷേ ടൈമില്ല. പിന്നെ അതേപോലെ ഇനി ഞാൻ ഇടയ്ക്കിടയ്ക്ക് കുറയ്ക്കുന്നുണ്ട്. പിന്നെ ഇനിയും പോളണ്ടിലൊക്കെ വരികയാണെങ്കിൽ, യൂറോപ്പിൽ വരികയാണെങ്കിൽ ഞങ്ങൾ കോൺടാക്ട് ചെയ്യണം. ഓക്കെ, ഒരു മിനിറ്റ്. ചെറിയൊരു അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ.